ബ്ലഡിൽ. പിന്നെ ഇതിൻ്റെ ഒരു അവരൊരു പൂർണ്ണമായ ഒരു അവസാന വാക്കല്ല പറയുന്നത്. പ്രഗ്നൻസി ടൈമിലും ഇത് വലിയ അപകടം ഉണ്ടാക്കും. മോർബിഡിറ്റി, ഇൻഫെക്ഷൻ എല്ലാം പിന്നെ ഇത്തരം അമ്മമാർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളിൽ ഉണ്ടാകും. ഇത് മുൻപുള്ള ഒരു എവിഡൻസുമായിട്ട് കമ്പയർ ചെയ്തപ്പോഴും ഇത് പിന്നെ സ്ട്രോങ് എംഫസിസാണ് കണ്ടത്. അപ്പോൾ ആർസനിക് എക്സ്പോഷർ കുറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും ഉപദേശം അവർ നൽകിയിരിക്കുന്നത്. അപ്പോൾ ലോകത്തിൽ ഈ ഏറ്റവും കൂടുതൽ ലോകത്തിൽ ഇവിടെ നമുക്ക് അമേരിക്കയിലുള്ളതാണ്. വെള്ളത്തിൽ എത്രത്തോളം ആർസനിക് കണ്ടന്റ് ഏതൊക്കെ അമേരിക്കയിലുള്ള രാജ്യങ്ങളിൽ ഇത് കാണിക്കുക. ഈ ചുമപ്പാണ് ഏറ്റവും അപകടകാരിയായിട്ട് കാണുന്നത്. അത് കഴിഞ്ഞാൽ ഇവിടെ തൊട്ട് താഴെ വരുന്നത് മഞ്ഞ. ഈ ഗ്രീൻ കളറിലൊക്കെ ഏതാണ്ട് സേഫ് എന്നാ പറയാം. അപ്പൊ ചുരുക്കത്തിൽ ഗ്രീൻ കളർ വളരെ അപൂർവമായിട്ട് പറയുന്ന അത്ര ഈക്വലന്റ് ആയിട്ട് മഞ്ഞയുണ്ട്. അപ്പോൾ ഒരു സെക്കൻഡ് സ്റ്റേജിൽ ഫസ്റ്റ് ഗ്രേഡിലുള്ളത് എല്ലാം റെഡ് കാണുന്നതാണ്. അപ്പോൾ രാജ്യം മുഴുക്കെ ഈ ആർസനിക് കണ്ടാമിനേഷൻ, ആർസനിക് കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ, പൊല്യൂഷൻ വലിയ അപകടകാരിയാണ്. പ്രത്യേകിച്ച് അർജന്റീന, ചിലി, ചൈന, ഇന്ത്യ, മെക്സിക്കോ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, വിയറ്റ്നാം, തായ്ലൻഡ് ആൻഡ് ബംഗ്ലാദേശ്. ഇത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ബംഗ്ലാദേശിലൊക്കെയാണ് ഏറ്റവും പ്രശ്നങ്ങൾ വേഴ്സായിരിക്കുന്നത്. അത് WHO ഒക്കെ ഇടപെട്ടിട്ട് അവർക്ക് അധികം ഡീപ്പായിട്ടുള്ള വെള്ളം കിണറൊന്നും എടുക്കാതിരിക്കാൻ വേണ്ടി ചെറിയ സർഫസിലുള്ള അത്ര താഴെയില്ലാത്തടത്ത് ഹാൻഡ് പമ്പ് അവരൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ചില സ്ഥലത്ത് അത് ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ കോടാനുകോടി രൂപ മുടക്കിയിട്ടാണ് അവർക്ക് കുടിവെള്ള രീതി നോക്കുന്നത്. പക്ഷെ എന്നിട്ട് ഇപ്പോഴും ഒരിക്കലും പരിഹരിക്കാത്ത രീതിയിലാണ് പോകുന്നത്. അവിടെ ഈയിടെ കണ്ടിരിക്കുന്നു, കുളവാഴയെല്ലാം കൂടി കളക്ട് ചെയ്തുകൊണ്ട് വന്ന് അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണൊക്കെ ഇട്ടിട്ട്, അല്ലെങ്കിൽ നേരിട്ട് തന്നെ അതൊക്കെ ഒന്ന് അവിഞ്ഞു വരുമ്പോൾ അവിടെ കൃഷി ചെയ്തിരിക്കുന്നു ഒരു ജലാശയത്തിൽ. അപ്പം നമുക്ക് വലിയ അത്ഭുതമായിട്ട് തോന്നും. പക്ഷെ ഇതിലൊക്കെ വളരുന്ന ഉൽപ്പന്നങ്ങൾ, പ്രത്യേകിച്ച് നെല്ല്, പയറുവർഗ്ഗങ്ങൾ, ഇത് കഴിച്ചിട്ടുണ്ടെങ്കിലേ പിന്നെ കൂടുതലൊന്നും അന്വേഷിക്കേണ്ട അവരുടെ ലൈഫ്. അപ്പോൾ അതിൻ്റെ അക്യൂട്ട് ടോക്സിസിറ്റി ആയിട്ട് പറയുന്നത് ഒരു ഇമ്മീഡിയറ്റ് ഡെത്ത് ഉണ്ടാകുന്ന ആൾക്കാരിൽ 150 ppm, അതായത് പാർട്സ് പെർ മില്യൺ. 1 മില്യൺ എന്ന് പറയുന്നത് 10 ലക്ഷമാണ്. അത്രയും ചെറിയ അളവിൽ പോലും ഇത് മരണം വരെ എത്തും. പിന്നെ ഇനോർഗാനിക് ആഴ്സനിക് ഉണ്ട്, ഓർഗാനിക് ആഴ്സനിക്, രണ്ടും വിഷമാണ്. അപ്പം അതിനകത്ത് ഇനോർഗാനിക് ആഴ്സനിക് ആ ഗ്രൂപ്പിൽപ്പെട്ട അത് ഉപയോഗിച്ചപ്പോൾ 70 മൈക്രോഗ്രാം ഉണ്ടായാൽ തന്നെ 70 മുതൽ 150 വരെ മൈക്രോഗ്രാം ക്യാൻ ബി ഫേറ്റൽ, വലിയ അപകടകാരിയാണ്. അതായത് ഒരു കുട്ടിക്ക് 2 മില്ലിഗ്രാം, 1 കിലോ തൂക്കത്തിലുള്ള ഒരു കുട്ടിക്ക് 2 മില്ലിഗ്രാം ആയാൽ അപകടത്തിലേക്ക് എത്തും എന്നുള്ള കാര്യം പഠനം വ്യക്തമാക്കുന്നു. പിന്നെ അതിൻ്റെ തുടക്ക ലക്ഷണം പറയുന്നത് തൊണ്ടയിൽ ഒരു ഗിരിയിരിപ്പ്, എന്താ അമർത്തി പിടിക്കുന്ന പോലെ, പിന്നെ മിടുങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ വല്ലാത്ത ബഹളം ഉണ്ടാക്കും കുട്ടി. അതുപോലെ ഗാർലിക് ടേസ്റ്റ്, നേരത്തെ നമ്മൾ പറഞ്ഞു ഗാർലിക്കിൻ്റെ സ്മെല്ലാണ്. ഇവിടെ ഗാർലിക്കിൻ്റെ ടേസ്റ്റും കൂടെ, നമ്മുടെ വെളുത്തുള്ളിയുടെ സ്മെല്ല്, അതുപോലെ വെളുത്തുള്ളിയുടെ സ്മെല്ലോട് കൂടിയുള്ള വിയർപ്പ്, പിന്നെ ദാഹം, അമിതമായ ദാഹം, പിന്നീട് ഇൻറ്റെസ്റ്റൈനൽ പെയിൻ, വൊമിറ്റിംഗ്, പിന്നെ വയറുവേദന എന്ന് പറയുമ്പോൾ ഒരിടത്ത് മാത്രമായിട്ടല്ല, ഡിഫ്യൂസായിട്ട് മൊത്തത്തിൽ വ്യാപിച്ചിട്ടുള്ള ഒരു വയറുവേദന. പിന്നെ ഛർദ്ദലുമുണ്ട്, വയറിളക്കമുണ്ട്, മസിൽ ക്രാംസ്. അപ്പോൾ നേരത്തെ നമ്മൾ പറയാലും മസിൽസ് കയ്യിലായിരുന്നു കണ്ടിരുന്നത്, എക്സ്ട്രിമിറ്റീസിൽ, കയ്യിൽ നിന്ന് കാലിൽ. ഇതിപ്പം മസിൽ ക്രാംസ് കൂടുതലും കേന്ദ്രീകരിച്ച് നിൽക്കുന്ന വയറിലും പിന്നെ ശരീരത്തിൻ്റെ ഡിസ്റ്റൽ പാർട്ടിലേക്ക് ക്രമേണ വ്യാപിക്കുന്നു. പിന്നെ കാർഡിയക് അരിത്തീമിയാസ്. അപ്പോൾ അതിൽ പെട്ടെന്ന് തന്നെ നമ്മൾ നോക്കുമ്പോൾ ഒരു ഹൃദ്രോഗം തന്നെയാണോ, ICUയിലേക്ക് അഡ്മിറ്റ് ആക്കണോ, പിന്നെ ഇത് അങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ അത് കാണിക്കും. വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ എന്ന് പറയുന്നതൊക്കെ എമർജൻസി ആയിട്ട് രോഗിയെ അഡ്മിറ്റാക്കി ഡോക്ടർ അത്രയ്ക്കും ശ്രദ്ധാപൂർവം ചികിത്സിക്കുന്ന കാര്യമാണെന്ന് തോന്നുന്നെങ്കിലും ഇന്ന് തന്നെ കേട്ടു ഒരു ബ്ലഡ് പരിശോധിച്ചതിന് 45,000 രൂപ എത്താവുന്നതാണ്. പക്ഷെ എന്നിരുന്നാലും ഒരു ഡോക്ടറിന്റെ ഉത്തരവാദിത്തത്തിൽ അദ്ദേഹം അതിന് പരിശോധിക്കുന്നത് ആവശ്യമാണ്, പരിശോധന വേണം. അതിലും നമ്മളെല്ലാവരും യോജിക്കുന്നുണ്ട്. പക്ഷെ ചിലയിടത്ത് ഹൈ എക്സ്പ്ലോയിറ്റേഷൻ നടക്കും. ഒരു ഡിസീസ് ഡയഗ്നോസ് ചെയ്യാൻ അനവധി പ്രശ്നങ്ങളുണ്ട്. ഈ കേസൊക്കെയാണ്
അവരിൽ വലിയ ഗുരുതരം ഉണ്ടാകുന്നത്. അപ്പോൾ കോമ ആൻഡ് ഡെത്ത്, അതായത് ജന്നി ഉണ്ടായിട്ട് അതോടെ മരണത്തിലേക്ക് എത്തുന്നു. അപ്പോൾ ഇത് എങ്ങനെയാണ് ശരീരത്തിൽ കയറിയ ഈ ആഴ്സനിക്ക് പുറന്തള്ളപ്പെടുന്നത് എന്നുള്ള കാര്യം. അത് ചില സാഹചര്യങ്ങൾക്ക് കിഡ്നി വഴി 3 മുതൽ 5 ദിവസം കൊണ്ട് ഇത് പുറത്തുണ്ട്. ബ്രസ്റ്റ് മിൽക്കിലാണെങ്കിൽ അത് വളരെ ചെറിയ അംശത്തിലേക്ക് പോകും. പക്ഷെ സ്ലോ ക്വാണ്ടിറ്റി ആണെങ്കിൽ പോലും അത് വളരെ മൈന്യൂട്ടായിട്ടുള്ള അളവിൽ ഏറെ കാലമായിട്ട് കുറേശ്ശെ ആണ് ബ്രസ്റ്റ് മിൽക്കിലൂടെ എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ കുഞ്ഞിന് അത് ഉറപ്പായിട്ട് കിട്ടിയതല്ലേ. അപ്പോൾ കുഞ്ഞിനല്ലാതെ തന്നെ വായുവിലൂടെയും വെള്ളത്തിലൂടെയും പാലിലൂടെയും മറ്റുള്ള ഫുഡിലൂടെ കൊടുക്കുന്നതോടൊപ്പം തന്നെ ബ്രസ്റ്റ് മിൽക്കിൽ കൂടി ആഴ്സനിക്ക് കടന്നു പോകുന്നു. പിന്നെ പ്രോസസ് പ്ലാസൻ്റ സ്റ്റിൽബർത്ത്, അത് പൊക്കിൾ കൊടിയിലൂടെ യാതൊരു തടസ്സമില്ലാതെ ഫ്രീ ആയിട്ട്, സാധാരണ ഇതിൽ ഒരു ബാരിയർ ഉണ്ട്, ഒരു തടസ്സമുണ്ട്. ഇതല്ല, ഈ ഹെവി മെറ്റൽസിനൊന്നും യാതൊരുടെ അനുവാദം വാങ്ങണ്ട, ആരുടെ നിന്ന് താക്കോല് വാങ്ങണ്ട. അപ്പോൾ ഫ്രീ എൻട്രി ആണ്. അപ്പോൾ പ്രോസസ് പ്ലാസൻ്റ സ്റ്റിൽബർത്ത് അംഗവൈകല്യത്തോടുകൂടി നേരത്തെ പ്രസവം നടക്കും. പിന്നെ മെക്കാനിസം ഓഫ് ടോക്സിസിറ്റി, പല മെക്കാനിസം നമ്മൾ അറിയാനുണ്ടാവും. പക്ഷെ അതിന് ഒരു രീതിയിലാണ് ഇത് പറയുന്നത്, ഓക്സിഡേറ്റീവ് സ്ട്രെസ്. അപ്പോൾ അതിനകത്ത് ഓക്സിജൻ്റെ ഇഷ്യൂമായിട്ട് ബന്ധപ്പെട്ടതാണ് അത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. പിന്നെ തയോൾസ് എന്ന് പറയുന്ന ഒരു വലിയ അപകടം പിടിച്ച വസ്തുവാണ്, രക്തത്തിൽ ഉണ്ടാകുന്നതാണ്. അത് ഈ തയോൾസുമായിട്ട് അതങ്ങോട്ട് കൂട്ടിയേരും. അതിപ്പോൾ അതിൻ്റെ കെമിക്കൽ ഇൻട്രാക്ഷൻ ഫ്രീ ആയിട്ട് തമ്മിൽ നടക്കും, കുറച്ചുകൂടി പ്രശ്നങ്ങളാകും. പിന്നെ സിഗ്നൽ കാസ്കേഡ്, ഈ നമ്മളിപ്പോൾ ഓരോ ഏരിയയിലും ന്യൂറോളജിക്കൽ എക്സ്ചേഞ്ച് ഒക്കെ വരുന്നത് സിഗ്നൽ വഴിയിട്ടൊക്കെയാണ്. അപ്പോൾ ആ ഏരിയയിൽ എന്ത് വേണം നടക്കേണ്ടത്, ഒരു ബ്രെയിനിൽ ഇപ്പം ഉദാഹരണമായിട്ട് ഒരു അലേർട്ട് വരണം, അപ്പോൾ അതിനുള്ള ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ടാക്കണം. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് കൊണ്ടുപോകാനുള്ള എല്ലാ വൈകല്യങ്ങളും ഈ ആഴ്സനിക്ക് വിഷാംശമുള്ള ആൾക്കാരിൽ പറ്റാതാവും. ഇംബാലൻസ് ആൻഡ് ആൻറ്റി ഓക്സിഡൻ്റ് ലെവൽസ്, അപ്പോൾ ഇതിൻ്റെ ഈ ആൻറ്റി ഓക്സിഡൻറ്റും പിന്നെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സുമാണ് ശരിയായ രീതിയിൽ നമ്മൾ പഠനവിധേയമാക്കി മനസ്സിലാക്കിയത്. പക്ഷെ അവിടെ എല്ലാം ഇംബാലൻസ് ഉണ്ടാക്കി. ഈ ശരീരത്തിൽ ഒരു വിഷവസ്തു കടന്നിട്ടുണ്ടെങ്കിൽ അതിനെ പുറത്താക്കാൻ സഹായിക്കുന്ന വസ്തുക്കൾക്ക് ആൻറ്റി ഓക്സിഡൻറ്റ് നമുക്ക് പറയാം. അപ്പോൾ അത് നല്ല കാര്യങ്ങൾ ചെയ്യേണ്ട വസ്തുക്കൾക്കൊന്നും പ്രവർത്തിക്കാൻ പറ്റാതെ അത് നിർജീവാവസ്ഥയിലാകുകയും ചെയ്യും, നമുക്ക് ഗുരുതരമായ ഭവിഷ്യത്തുകൾ ഉണ്ടാകുകയും ചെയ്യും. പിന്നെ ട്രിഗേഴ്സ് അപ്പോപ്റ്റോസിസ്, ഇതിലും ഈ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള ഒരു പതോളജിക്കൽ ചേഞ്ചസിന് മുന്നോടിയായിട്ടുള്ള ഫിസിയോളജിക്കൽ ഇംബാലൻസ് ആണ് അവിടെ നടക്കുന്നത്. പക്ഷെ അതുകൊണ്ട് അനവധി രോഗലക്ഷണങ്ങൾക്ക് സംശയം വരാം, അതാണോ ഇതാണോ, ഡിഫറൻഷ്യൽ ഡയഗ്നോസിസിന് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ അവസാനം സെൽ ഡെത്ത്, സെല്ല് നശിക്കുമ്പോൾ അടുത്തുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും അഗ്രസീവായിട്ട് അടുത്തടുത്തോളം എല്ലാം നാശത്തിലേക്ക് എത്തിപ്പോവുകയാണ് അവിടെ സംഭവിക്കുക. പിന്നെ അച്ഛനോ അമ്മയോ കുടുംബത്തിലെ ഒരു വ്യക്തിയോ കുടുംബാംഗങ്ങളിൽ ആരെങ്കിലും പുകവലിച്ചാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഈ എത്രത്തോളം അവരുടെ കുഞ്ഞിൻ്റെ അല്ലെങ്കിൽ പാസീവ് സ്മോക്കിംഗ് ഉള്ള സമയത്ത് ഇതിൻ്റെ അഡീഷണൽ സോഴ്സായിട്ട് ഇപ്പം ബാക്കിയുള്ള ഭാഗങ്ങളിൽ കൂടി ബാക്കിയുള്ള മാർഗങ്ങളിലൂടെ ആഴ്സനിക് കടക്കാം. അതുകൂടാതെ ഈ ഒരു സാഹചര്യത്തിൽ വരുന്ന കാര്യത്തെപ്പറ്റിയാണ് ഒരു പഠനം നടത്തിയത്. WHO 1992 നടത്തിയത്. പിന്നെ അപ്ഡേറ്റ് നടക്കുന്നുണ്ട്, പക്ഷെ അത് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ അതിൽ യൂറിൻ വഴി ആഴ്സനിക്കിൻ്റെ എക്സ്ക്രീഷൻ, അതിൻ്റെ കോൺസെൻട്രേഷൻ പഠനം നടത്തി. അപ്പോൾ പുക വലിക്കാത്ത ആൾക്കാരിൽ 4.2% അതായത് മൈക്രോഗ്രാം ആണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഒരാൾ പുകവലിക്കുന്നുണ്ടെങ്കിൽ അച്ഛനോ അമ്മയോ ആരെങ്കിലും വേറൊരു വ്യക്തികളോ അതിൽപ്പെട്ട ആൾക്കാർ പുകവലിക്കുന്നുണ്ടെങ്കിൽ 5.5 മൈക്രോഗ്രാം ആണ് ശരിക്കും പറയുകയാണെങ്കിൽ അവരുടെ മൂത്രത്തിലൂടെ ആഴ്സനിക്ക് പുറന്തള്ളുന്നത്. രണ്ടുപേരും വലിക്കുന്നുണ്ടെങ്കിൽ 13.
അപ്പോൾ ഈ പാസി സ്മോക്ക് എന്ന് പറയുന്നതിൻ്റെ ഗൗരവം ഭയങ്കരമാണ്. സാധാരണ നമ്മൾക്ക് അറിയാവുന്നത് 4000-ലേറെ വിഷവസ്തുക്കളാണ് ഒരാൾ പുകവലിച്ച് കിട്ടുന്ന ആ പുക പരിശോധിച്ചപ്പോൾ കിട്ടിയത്. അത് ഭയങ്കരമാണ്. ഇതിനകത്ത് ഈ നമ്മളിപ്പോൾ പറഞ്ഞ പുകയില ആ ഒരു ചെടിയിൽ ഈ പറഞ്ഞ പോലെ ഈ 4000 ഒന്നും ഇല്ല. അതിന് കുറച്ച് പിന്നെ ഇതുണ്ട്, പിന്നെ യുറേനിയം ഒക്കെ ഉണ്ട് അതിനകത്ത്. അത്രമാത്രമേ ആൾക്ക് ഒരു സീരിയസ് ആയിട്ടുള്ളൂ. പക്ഷേ ഈ അക്രോളിൻ എന്ന് പറഞ്ഞാൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഉപയോഗിച്ച മാരക വിഷമൊക്കെ ഇതിനകത്ത് എങ്ങനെ കടന്നുകൂടും എന്നുള്ള കാര്യം ചിന്തിക്കുമ്പോൾ 53-ലേറെ കെമിക്കല് ആഡ് ചെയ്തിട്ടാണ്, ഫോർട്ടിഫൈഡ് ചെയ്തിട്ടാണ് ഒരു ചുക്ക ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ആർക്ക് വേണ്ടിയാണ് ഇത് ഉണ്ടാക്കുന്നത്? ആരെ ലക്ഷ്യം വെച്ചിട്ടാണ്? ഇപ്പോൾ പുകവലി പാടില്ല, ശിക്ഷാർഹമാണ്, ക്യാൻസറിൻ്റെ പടം ഇട്ട് കാണിക്കും. അതൊക്കെ നോക്കിയിട്ട് അയാൾ കണ്ണടച്ചിട്ട് നോക്കുകയുള്ളൂ. കണ്ണടച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇതൊന്നും തിരിഞ്ഞു നോക്കിയിട്ടുണ്ടായിരിക്കാം, പടം നോക്കാതിരുന്നിട്ടായിരിക്കും. ആ കവറിൻ്റെ പാക്കറ്റിൻ്റെ പുറത്ത് ഇതൊക്കെ പടമുണ്ട്. മൂപ്പരത് നോക്കുന്നില്ല, അത് വലിച്ചു കൊടുക്കുകയാണ്. അവരുടെ കുടുംബത്തിൽ നിന്ന് വലിക്കും, TV കണ്ടുകൊണ്ടിരിക്കും. അതിനകത്ത് ജനിക്കാൻ പോകുന്ന കുഞ്ഞുണ്ടാവും, ജനിച്ച കുട്ടികൾ തൊട്ടിൽ കിടക്കുന്നുണ്ടാവും. ഇതൊന്നും അദ്ദേഹത്തിന് വായിക്കണമെന്നില്ല. ഇപ്പം സ്ത്രീകൾക്ക് മെച്ചമല്ലേ? വിദേശ രാജ്യത്തെ സ്ത്രീകൾ നല്ല ഉഷാറാകില്ലേ? ഇനി നമ്മൾക്ക് അതിൻ്റെ ആവറേജ് ആയിട്ടുള്ള ഐറ്റംസ് എങ്ങനെയാണ് ഒരു രാജ്യത്ത് ഏതാണ്ട് ഒരു കണക്കാക്കും പരിശോധനയിൽ. അപ്പോൾ ഹ്യൂമൻ എക്സ്പോഷർ എന്നുള്ള ആണ് മാർഗം ഉപയോഗിച്ചിട്ടാണ്, അല്ല ആ സബ്ജക്റ്റിലാണ് ഒരു പഠനം നടത്തിയത്. അപ്പോൾ 20 മൈക്രോഗ്രാം ആഴ്സനിക്ക് ആവറേജ് ആയിട്ട് ഭക്ഷണത്തിലൊരു ഫുഡ് ആൻഡ് വാട്ടർ, ഭക്ഷണത്തിലും വെള്ളത്തിലും കൂടെ ഒരാളിൽ കടക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് എയർ വഴിയാണെങ്കിൽ ഒരു 0.1 മൈക്രോഗ്രാം പെർ ക്യൂബിക് മീറ്റർ അത്രയും എക്സ്പോഷർ ഒരാൾക്ക് കിട്ടും. പിന്നെ വെള്ളം കുടിക്കുന്ന ഡ്രിങ്കിങ് വാട്ടറിലാണെങ്കിൽ അത് 5 മൈക്രോഗ്രാം പെർ ലിറ്റർ ആണ്. പിന്നെ ഫുഡ് യൂഷ്വലി സാധാരണ ഫുഡിലൊക്കെ വരുന്നത് 10 മൈക്രോഗ്രാം പെർ ഡെസിലിറ്ററിൽ, അല്ലല്ലോ 10 ഗ്രാം ഇത് ഉണ്ടാക്കാം. 10 മൈക്രോഗ്രാം പെർ ഡേ ആണ് ഒരാളിൽ സാധാരണ ഭക്ഷണം കഴിക്കുന്ന ഒരാൾക്കുണ്ടാകുക. സ്പെഷ്യാലിറ്റി കൂടി ചേർത്ത് കഴിയുമ്പോൾ, ഉദാഹരണമായിട്ട് വലിയ വില കൊടുത്തിട്ടുള്ള ചില സാധനങ്ങൾ ഓർഗാനിക് വാങ്ങിച്ച് കഴിക്കുമ്പോൾ അത് ഡിഫറെൻ്റ് അളവിലേക്ക് മാറുകയാണ്. ഇതൊരു ഗൈഡ് ലൈൻസ് ആണ്, WHO ഗൈഡ് ലൈൻസ് ആണ് ആഴ്സനിക്കിന് വെള്ളത്തിലുള്ള കണക്കിന് പഠനം നടത്തിയത്. അപ്പോൾ ഏതാണ്ട് ഒരു എസ്റ്റിമേറ്റ് ആവറേജ് ഒരു രാജ്യത്ത് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഓസ്ട്രേലിയയിൽ അഡൽട്ട് മെയിലിൽ പ്രായപൂർത്തിയായ ഒരു പുരുഷനിൽ നോക്കിയപ്പോൾ 73 മൈക്രോഗ്രാം ആണ് പെർ ഡേയിൽ ഓസ്ട്രേലിയയിൽ ഒരു പുരുഷനിൽ കടന്നു പോകുന്നത്. അതേസമയം 2 വയസ്സുള്ള കുട്ടിക്കാണെങ്കിൽ 17 മൈക്രോഗ്രാമാണ് കിടക്കുക. കാനഡയിലെ തന്നെ അഡൽട്ട് മെയിലിൽ നല്ല പ്രായമുള്ള ഒരു പുരുഷനിൽ 59 മൈക്രോഗ്രാം ഒരു ദിവസം ശരീരത്തിൽ കിടക്കുന്നത്. 1 മുതൽ 4 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ 15 മൈക്രോഗ്രാമാണ്. അമേരിക്കയിലാണെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ഓസ്ട്രേലിയക്കാലും ഇത്തിരി കുറവാണ്, കാനഡക്കാലും കുറവാണ്. എന്നാലും 53 മൈക്രോഗ്രാമാണ് ഒരു ദിവസം കിടക്കുന്നത്. 1/2 വയസ്സ് മുതൽ 2 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ 28 മൈക്രോഗ്രാം. അപ്പോൾ ഈ ചെറിയ പ്രായത്തിൽ അമേരിക്കയിലുള്ള കുട്ടികളിലാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ ഇവിടെ 28 ആണെങ്കിൽ കാനഡയിൽ 15 ഉള്ളൂ, ഓസ്ട്രേലിയയിൽ 17 ഉള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അമേരിക്കയിലെല്ലാം വലിയ സൂപ്പറായിട്ട് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടെന്ന്. അവിടെയുള്ള ഫാസ്റ്റ് ഫുഡിൽ ഏതാണ്ട് ഒരു പഠനം വേറെ പറഞ്ഞിട്ടുണ്ട്, ജ്യൂസിലാണ് ഏറ്റവും കൂടുതലുള്ളത്. അവർ വലിയ ജ്യൂസ് കുടിക്കാരാണ്. അവരൊരു പിന്നെ വലിയ കടകളിൽ പോയി നോക്കുമ്പോൾ പേടിച്ചു, ഒരു 10,000-60,000 ബോട്ടിൽ കാണും ഓരോ ജ്യൂസായിട്ട്. പിന്നെ സാധാരണ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം നോക്കാം. ഇതാണ് നമ്മൾക്ക് ആഴ്സനിക് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടപ്പോഴത്തേക്ക് നമുക്ക് അറ്റാക്ക് വന്ന കാരണം ഇതൊക്കെയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ അവർ വേറെ കാര്യത്തിൽ കൊടുക്കുന്നത് നമുക്ക് പിന്നാലെ പഠിക്കാം. ഇവിടെ സാധാരണ രീതിയിൽ ഈ പിന്നെ ടോക്സിസിറ്റി യൂസ് ഈസ് ഡ്രോപ്പിംഗ് ബിക്കോസ് ഓഫ് ടോക്സിസിറ്റി. അതായത് ഈ ആഴ്സനിക്കിൻ്റെ ഉപയോഗം കുറച്ചുകൊണ്ട് വരികയാണ്. വലിയ അപകടകാരിയായ ആഴ്സനിക്കിൻ്റെ ഓരോ ദിവസം കൂടുമ്പോൾ ശ്രദ്ധാപൂർവ്വം അതിൻ്റെ അളവ് കുറയ്ക്കുകയാണ്. വുഡ് പ്രിസർവേറ്റീവ് ആണ്.
അത് അമേരിക്കയിൽ 2003 വരെ അത് ഉപയോഗിച്ച് അതിന് ശേഷം വുഡ് പ്രിസർവേറ്റീവായിട്ട് അവർ ഉപയോഗിക്കുന്നില്ല. പക്ഷേ ഇവിടെ ഇന്ത്യയിൽ മറ്റുള്ള രാജ്യത്തുള്ള കഥ എന്താ? സിലിക്കോൺ ബേസ്ഡ് കമ്പ്യൂട്ടർ ചിപ്സ്. ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. ഇതെന്തൊക്കെ കമ്പ്യൂട്ടറൊക്കെ ഇത് ഉണ്ടാക്കിയിരിക്കുന്ന നല്ല സാധനങ്ങൾ കൊണ്ടായിരിക്കും, കുഴപ്പമില്ലാത്തതൊക്കെ ആയിരിക്കും. പക്ഷെ അതിനകത്ത് സിലിക്കോൺ ബേസ്ഡ് കമ്പ്യൂട്ടർ ചിപ്സിനകത്ത് ആർസനിക് ഉണ്ട്. മാനുഫാക്ചറിങ് ഓഫ് ഗ്ലാസ്, ഇപ്പം ആന ചവിട്ടിയാലും ഒടിയാത്ത ഗ്ലാസ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ആപ്പിൾ മൊബൈൽ എന്താ കാണിക്കുന്നത്? ഒരു വലിയൊരു വണ്ടി കയറ്റി ഇറക്കുകയല്ലേ. അപ്പോൾ അത്രയ്ക്കുള്ള ഗ്ലാസ്സുകൾ തയ്യാറാക്കാൻ ഇത് ആഴ്സനിക്കിൻ്റെ പ്രധാന സാധനമാണ്. അത്രയും ടഫൻ ചെയ്യാൻ ലോറിയിലോ അല്ലെങ്കിൽ കാറിലോ അല്ലെങ്കിൽ പിന്നെ ബസ്സുകളിലൊക്കെ എന്ത് ഭയങ്കര ഗ്ലാസ്സുകളാണത്. അപ്പം നമ്മൾ വിചാരിക്കും ഗ്ലാസിൻ്റെ അടുത്തൊക്കെ പോയിരുന്നു കഴിഞ്ഞാൽ ഒരു തരം ബുദ്ധിമുട്ട് ആർക്കും ഉണ്ടാവണമെന്ന് തോന്നുന്നില്ല പെട്ടെന്ന്. പക്ഷെ ക്രമേണ ഒരു എമിനേഷൻസ് ഒക്കെ അവിടെ ഉണ്ടാവും ഈ ചൂട് കൊണ്ടൊക്കെ. ഫീഡ് അഡിക്റ്റീവ് പോൾട്രി ആൻഡ് സ്വൈൻ. അടുത്ത തമാശ. ഇപ്പൊ ഇതിനെന്തിനാണ് ആഴ്സനിക് കൊടുക്കുന്നത്? കോഴിക്ക് ആഴ്സനിക് കൊടുക്കാതെ മുട്ട ഇടാൻ പറ്റില്ലേ? അപ്പൊ ഇതിന്റെ എന്ത് ഉദ്ദേശങ്ങളുണ്ട് അതിനെ? പിന്നെ പണ്ട് ഈ ആഴ്സനിക്ക് കുതിരയുടെ പുറത്ത് പിന്നെ പെരട്ടുക, അത് നല്ല അതിന്റെ സ്കിന്നും അതിന്റെ ബോഡിയൊക്കെ സൂപ്പർ ഷൈനി വേണ്ടിയാണ് ഇതിന്റെ വലിയ ഉപയോഗം പണ്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഒരു സംഭാവന പോലെ അല്ലെങ്കിൽ ഒരു മിടുക്കായിട്ട് കരുതിയിരുന്നു ഇത്തരം കുതിരയൊക്കെ ആഴ്സനിക്കൊക്കെ പുരട്ടി തടവി പുറത്തിറക്കുക എന്നുള്ളത്. ഇപ്പോഴിതാ നമ്മൾ കേൾക്കുന്നുണ്ട് പോൾട്രിയിലും പിന്നെ പന്നികളിലും സ്വാഭാവികമായിട്ടും ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ലൂക്കീമിയയ്ക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മരുന്നാണ്. 20-ലേറെ വർഷങ്ങൾ മുതൽ 50 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ആഴ്സനിക്ക് നമ്മുടെ ഈ അന്നത്തെ അലോപ്പതി ഇന്നത്തെ മോഡേൺ മെഡിസിനും ആശ്ചര്യമായിട്ട് ക്രമമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളെ കുറ്റം പറഞ്ഞിരിക്കുന്ന ഒരു അത് തന്നെ. പിന്നെ നമുക്ക് ഹോമിയോപ്പതി മരുന്നുണ്ടാക്കുന്ന കാര്യം എടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഹോമിയോപ്പതി മെഡിക്കേഷൻ മേ കണ്ടെയ്ൻ ആഴ്സനിക്. അതിപ്പോ ആഴ്സനിക്ക് 6x താഴെ ആരും തന്നെ കൊടുക്കരുത്. അതൊരു നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഒരിക്കലും അങ്ങനെ കൊടുക്കാൻ പാടില്ല. കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ ടോക്സിസിറ്റി ഡെവലപ്പ് ചെയ്യും. പിന്നെ പെസ്റ്റിസൈഡ് മുൻകാലങ്ങളിലും ഇപ്പോഴും അതീവ രഹസ്യമായിട്ട് ഒരു പരാജയം വന്നു കഴിഞ്ഞാൽ അടുത്തതിന് ഞങ്ങൾ വേറൊരു ബ്രാൻഡ് ഇറക്കിയിട്ടുണ്ട്, നല്ലതാണ്, ഫോറിനാണെന്ന് അങ്ങോട്ടൊക്കെ പറഞ്ഞെടുത്ത് കർഷകരിൽ നിന്ന് ലൈനിൽ നിർത്തിക്കുന്ന പണിയാണ് ഈ ആഴ്സനിക്കിനകത്ത്. പണ്ട് ഇതിന്റെ ലെഡും ആഴ്സനിക്കും ചേർത്തിട്ടാണ് മുന്തിരിക്കൊക്കെ അടിച്ചിരുന്നത്. ഒരു പ്രത്യേക രോഗം അണുക്കളും ഒക്കെ മാറണമെങ്കിൽ അത്തരം ടൈപ്പ് അടിച്ചേ പറ്റും. ഇപ്പോഴും അടിക്കുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല അതിനകത്ത് ആഴ്സനിക് ഉണ്ടോ എന്ന് ആര് പരിശോധിക്കും. ഇനി അതിലും ആഴ്സനിക്കിന്റെ ഉത്ഭവത്തെ പറ്റി പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളും അല്ലാത്തതായിട്ടൊന്നും പറയാനില്ല, എല്ലാവർക്കും അറിയാം. ഇത് ആദ്യകാലങ്ങളിലുണ്ടായ റോക്ക്, അത് ചില സ്ഥലങ്ങളിൽ ഐശ്വര്യമായിട്ട് ആഴ്സനിക്കും കൂടെ പറ്റിപ്പിടിച്ച് എന്താണ് ആഴ്സനിക്കിന്റെ പാറ എന്ന് വരെ പറയാം, അത്ര രീതിയിലായിട്ടുണ്ട്. പിന്നെ ആ പാറയിൽ മണ്ണ് പൊടിഞ്ഞു വരുമ്പോൾ സ്വാഭാവികമായിട്ടും പൊടിഞ്ഞു വരുമ്പോൾ മണ്ണിലേക്ക് വരും. അപ്പോൾ മണ്ണിലേക്ക് ഇതുണ്ടാകുന്നു. പിന്നെ വെള്ളത്തിൽ, പ്രത്യേകിച്ച് കിണറിലാണ് പറഞ്ഞിരിക്കുന്നത് ആഴ്സനിക്. നമ്മൾ ഇന്നലെ പറഞ്ഞു കിണറിലെ ലെഡ് കുറവാണ്, ഏതാണ്ട് ശുദ്ധമെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇവിടെ ആഴ്സനിക് കിണർ വെള്ളത്തിലായി. ഒരു രീതിയിൽ നമ്മളെ കഷ്ടപ്പെടുകയില്ല എന്നുള്ള മട്ടിലാണ്. ബൈ പ്രൊഡക്റ്റ് നമുക്ക് സ്വാഭാവികമായിട്ട് ഇതിൻ്റെ സ്മെൽറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് കോപ്പറിനും ലെഡിനും സിങ്കിനും അതിൻ്റെ ആവശ്യമുള്ള രീതിയിൽ ഉൽപ്പന്നം ഉണ്ടാക്കാൻ വേണ്ടി സ്മെൽറ്റിംഗ് പർപ്പസിന് വേണ്ടി നമ്മൾക്ക് ഈ ആഴ്സനിക് ഉപയോഗിക്കുന്നുണ്ട് അതിന്. അങ്ങനെ ഈ ഒരു വർഷം 62,000 ടണ്ണ് ആഴ്സനിക്കാണ് ഈ സ്മെൽറ്റിംഗ് പ്രൊസീജിയറിലൂടെ എമിറ്റ് ചെയ്യുന്നത്. ബാക്കിയുമായിട്ട് പോകുന്നത് അത് നമ്മൾക്ക് ശ്വസിക്കാം, മൃഗങ്ങൾക്ക് ശ്വസിക്കാം, പിന്നെ അവിടെയുള്ള വൃക്ഷലതാദികൾക്ക് ശ്വസിക്കാം, അല്ലെങ്കിൽ ഇന്ത്യക്കിനകത്ത് അങ്ങനെയൊക്കെ വരാമല്ലോ. ആ പരിസരത്തെ ഒരു കുഞ്ഞ് ഉണ്ടായിരിക്കാം, ഗർഭിണി ഉണ്ടായിരിക്കാം, ഇവർ എല്ലാവർക്കും ഇത് ബാധിച്ചിരിക്കും ഉറപ്പല്ലേ. അതായത് ഇത് മിനിമം ഇത് വർഷങ്ങൾക്ക് മുമ്പ് നോക്കണം. 2003 ഒരു പഠനമാണ് 62,000. അപ്പൊ ഇപ്പോഴോ 6,22,000 ആയിരുന്നിരിക്കും. ആ ഉറപ്പല്ലേ. 2003 കഴിഞ്ഞിട്ട് അതിന്റെ ഉപയോഗങ്ങളൊക്കെ കൂടുകയാണ്.
ബേണിംഗ് ഫോസിൽ ഫ്യൂവൽ, ആരും ഉപയോഗിക്കരുത്, ആരും ഇതൊന്നും കത്തിക്കരുത്, എണ്ണ അതൊക്കെ അപകടകാരി എന്ന് പറയുമ്പോൾ ഇപ്പം കപ്പലൊക്കെ വരണ്ടേ, അപ്പോൾ അത് ക്രൂഡ് ഓയിൽ, അത് ലെഡ് നല്ല സൂപ്പർ അളവിൽ. അപ്പോൾ ഒരിക്കൽ പോലും ജീവനുണ്ടെങ്കിൽ ഒരു 10 കിലോമീറ്റർ പരിസരത്തൊന്നും ഈ റിഫൈനറി അടുത്തൊന്നും പോയി ആരും താമസിക്കരുത്. പിന്നെ മാനുഫാക്ചറിങ് പെസ്റ്റിസൈഡ്സ്, കീടനാശിനി ഉണ്ടാക്കാൻ വേണ്ടി ആഴ്സനിക് ഉപയോഗിക്കുന്നുണ്ട്. ഫുഡ് പ്രിസർവേറ്റീവ്സ് നമ്മൾ നേരത്തെ പരിശോധിച്ചാണ്. അങ്ങനെ ടോട്ടൽ എമിഷൻ ടു എയർ ഇൻ 1990 പറഞ്ഞിരിക്കുന്നത് 575 ടണ്ണാണ്. അപ്പോൾ യൂറോപ്യൻ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാകുന്ന എക്സ്പോഷർ. അപ്പോൾ പിന്നെ നമുക്ക് അവസാനമായിട്ട് ഇൻഫർസിലേക്ക് എത്താം, എന്തുകൊണ്ട് കൊറോണ വൈറസ് കത്തിക്കളിക്കുന്നതാണ്. ഇനി സാധാരണ പ്രധാനപ്പെട്ട ഏതൊക്കെ ഏരിയയിലാണ് കാര്യമായിട്ട് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്? അപ്പോൾ നേരത്തെ മനസ്സിലാക്കിയ കാര്യം തന്നെ, എന്നാലും വീണ്ടും ഒന്നുകൂടെ സമഗ്രമായ രീതിയിൽ നോക്കാം. സ്കിന്നിൽ അത് പല രീതിയിലുള്ള ക്യാൻസർ, പിന്നെ കളർ ഉണ്ടാക്കുന്നു, ന്യൂറോസ്തീനിയ, അത് ടച്ച് സെൻസേഷൻ, തൊട്ടാലൊന്നും അറിയാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ സ്കിന്നിൽ ഏതാണ്ട് ഒരു 10-20 രോഗലക്ഷണങ്ങളാണ് ആശനിക്കുണ്ടാകും. നെർവസ് സിസ്റ്റം, അത് നമുക്ക് സാധാരണ പറയാം തരിപ്പ്, അല്ലെങ്കിൽ കോച്ച് വലിക്കുന്നു, പിന്നെ പുകച്ചിൽ, വേണ്ടതുപോലെ നമ്മൾ ആഗ്രഹിച്ച പോലെ ഓർക്കാൻ പറ്റുന്നില്ല, മറവി, ദേഷ്യം, അസ്വസ്ഥതകൾ, ഡിപ്രഷന്, ആത്മഹത്യാ താല്പര്യം, കംപ്ലീറ്റ് പ്രശ്നങ്ങൾ അങ്ങനെ ബന്ധപ്പെട്ട്. പിന്നെ റെസ്പിറേറ്ററി, ഇപ്പോൾ കൊറോണയെ പറ്റി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതെല്ലാം അതിനകത്ത് തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. അതിനേക്കാൾ വഷളായ രീതിയിൽ ആസ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ആസ്മ ഉണ്ടാക്കുന്ന ഒരു സാധനം ഇത്. ഈ ആഴ്സനിക്കൊക്കെ പിന്നെ തയ്യാറാക്കി എടുക്കുന്ന രാജ്യങ്ങളുണ്ട്. സ്മെൽറ്റിംഗ് പർപ്പസ് ഉപയോഗിച്ചിട്ട് അങ്ങനെ എമിനേഷൻ വരാം, വായുവിലൂടെ കലർന്നു വരാം. അല്ലാതെ ഈ മൈനിങ് ഉണ്ട് നേരിട്ട് തന്നെ. ആ ഭാഗത്തൊക്കെ പരിസരത്ത് താമസിക്കുന്ന മൈനിങ് ജോലിയിൽ ഏർപ്പെട്ട അച്ഛനമ്മമാര് അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ എല്ലാവരും ഈ ശ്വസിച്ചു വിടുന്നതിനകത്ത് അവർക്ക് വെട്ടൊരാളെ ഐഡന്റിഫൈ, നീ പച്ചുള്ളി തിന്നിട്ട് വന്ന, അല്ല സോറി പിന്നെ വെളുത്തുള്ളി തിന്നിട്ട് വന്നെന്നുള്ള ആരോപണമൊക്കെ വരുമ്പോഴാണ് അങ്ങനെയൊന്നുമില്ല, ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിതരായിട്ട് അവർ ഹോസ്പിറ്റലിൽ പോകും. പക്ഷെ കണ്ടാലും പരിശോധിച്ചാലും മരുന്ന് കഴിച്ചാലൊന്നും അറിയില്ല. എന്തെങ്കിലും ലോഷൻ വായിൽ കൊണ്ടാലൊന്നും ആർക്കും പ്രശ്നമില്ല, രുചിയും ഉണ്ടാകും, മറ്റേ വിയർപ്പിലൂടെ സ്മെല്ലും ഉണ്ടാകും. അതോടൊപ്പം തന്നെ അനവധി രോഗങ്ങൾ, ആസ്മ ഉൾപ്പെടെ ശ്വാസകോശത്തെ ബന്ധപ്പെട്ട വലിയ വലിയ കൺസ്ട്രക്ഷനൊക്കെ വരിക. അപ്പോഴാണ് ഇവർ ഓപ്പറേഷൻ ചെയ്യുന്നത്. പിന്നെ നല്ല കോംപ്ലിക്കേഷൻസ് ഇതൊക്കെ ഉണ്ടാകും ആസ്മ. അതെല്ലാം ഈ ഇത്തരം ആൾക്കാരിൽ ഉണ്ടാവും, ഒക്കുപേഷണൽ ഡിസീസിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. അതുപോലെ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തെയാണ് ബാധിക്കുന്നത്. അപ്പോൾ നെർവസ് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, കാർഡിയോവാസ്കുലർ സിസ്റ്റം. അപ്പോൾ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, പിന്നെ നാഡീനരമ്പുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾ മുഴുവനും കാർഡിയോവാസ്കുലർ, പിന്നെ രക്തക്കുഴൽ രോഗങ്ങളും ഹൃദ്രോഗങ്ങളും കൂടെ ചേർന്നിട്ട്, പിന്നെ ലിവർ, കിഡ്നി, ബ്ലാഡർ ആൻഡ് പ്രോസ്റ്റേറ്റ്. അപ്പോൾ ഇനി ബാക്കി എന്താ അവശേഷിക്കുന്ന? ഏതെങ്കിലും അവയവമുണ്ടോ? എൻഡോക്രൈൻ സിസ്റ്റം. പിന്നെ ഇനി ഏത് സിസ്റ്റമാണ് ഇത് ബാധിക്കാത്തത്? മഷിട്ട് നോക്കിയാലും ഒരു അവയവത്തെ കിട്ടില്ല. പിന്നെ പ്രധാനമായിട്ട് വരേണ്ടത് കണ്ടല്ലേ, ഇമ്മ്യൂൺ സിസ്റ്റം. എന്താണ് നമ്മുടെ രാജ്യത്ത് ഒരു ആൾക്കാരുടെ പഠനവും ഈ സ്റ്റേജിലേക്ക് എത്തി നിന്നിട്ട് മറ്റുള്ള എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് സിസ്റ്റം നമുക്ക് ഉപയോഗപ്പെടുത്താമെന്ന് ചിന്തിക്കാത്ത, വേറെ നിങ്ങൾക്കറിയാവുന്ന വാക്കുകളൊക്കെ നിങ്ങൾ ചേർത്ത് വായിച്ചോളൂ. അങ്ങനെയുള്ള ആൾക്കാരാണ്. അവരുടെ കൂട്ടത്തിലാണ് നമ്മൾക്ക് ജീവിക്കേണ്ട സാഹചര്യം വന്നത്, ഗതികേട് വന്നത്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാനൊക്കും? കാത്തിരിക്കാം. എൻഡോക്രൈൻ സിസ്റ്റം, അതുപോലെ ഡെവലപ്മെൻറ്റ് പ്രോസസ്സ്. അത് ഒരു അച്ഛനും അമ്മയും വിചാരിക്കും, അയ്യോ എൻ്റെ കുഞ്ഞ് നന്നായിരിക്കില്ല, കാരണം അമ്മയുടെ ക്വാളിറ്റി ഉണ്ട്, അച്ഛൻ്റെ ക്വാളിറ്റി ഉണ്ട്. നടക്കത്തില്ല. അവിടെയാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റവും ബാക്കിയുള്ള എല്ലാ ഡിഫറൻറ്റ് സിസ്റ്റം കൂടി ഒന്ന് ഏകോപിച്ചിട്ട് ഒരു കുഞ്ഞിനെ നമ്മുടെ കയ്യിലേക്ക് തരുന്നത്. അപ്പോൾ നന്നായിരിക്കുന്നതിൻ്റെ കാലം മാറിപ്പോയി. അപ്പോൾ എന്താണ് ഇങ്ങനെ? ഇനി അടുത്തൊരു പ്രശ്നം, ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണെന്ന് പലർക്കും പറയാൻ പറ്റും. പക്ഷെ സത്യമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യക്കാരും ആണ്, എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ അത്ര ഉപയോഗിക്കില്ല കേട്ടോ. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ അരി ഉപയോഗിക്കുന്നത്. അതുപോലെ ബ്രസീലും അരി ആഹാരം. പിന്നെ UK
അമ്മമാരൊക്കെ എന്താ കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് നല്ല ഈ അരി കൊടുക്കുക, അരി നുറുക്ക് അത് കൊണ്ടിട്ട് പിന്നെ റൈസ് വാട്ടർ പോലെ ആക്കിയിട്ട് അവർ കൊടുക്കുന്നത്. അത് നല്ലൊരു ടോളറബിൾ ആണ്. മറ്റുള്ള കൊടുത്തിട്ടുള്ള അലർജി പ്രശ്നങ്ങളൊക്കെ വന്ന് അനുഭവത്തിലൂടെ ബോധ്യപ്പെട്ടിട്ട് നമ്മുടെ അരി വാങ്ങിച്ചിട്ട് പിന്നീടല്ലേ കാര്യം മനസ്സിലാകുന്നത് അരിക്കകത്ത് നല്ല ആഴ്സനിക് ഉണ്ട്. അപ്പം അവർ വേർതിരിച്ച് നോക്കി ബ്രൗൺ അരിയും വെള്ള അരിയും. അപ്പോൾ ഈ ആദ്യമൊക്കെ പറഞ്ഞിരിക്കും ബ്രൗൺ അരിയിലാണ്, നമ്മുടെ പാലക്കാട് മട്ട പോലുള്ള അരിയിലാണ് ഏറ്റവും കൂടുതൽ ആഴ്സനിക് അവർ കണ്ടെത്തിയത്. പിന്നീടുള്ള പഠനം നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വൈറ്റ് റൈസിലും ആഴ്സനിക് ഉണ്ടെന്നായി. അപ്പോൾ പിന്നെ ഏത് അരിയാണ് വേണ്ടതെന്നുള്ള ചിന്ത വന്നപ്പോഴത്തേക്കാണ് നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാനിലത്തെ അരിക്കാണ് സൂപ്പർ വില അവർ കൊടുക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വിലയുള്ള ഒരു അരി പാകിസ്ഥാൻകാരാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ തൊട്ടടുത്തിരിക്കുന്ന ബംഗ്ലാദേശിലും തല തല കറങ്ങും. അപ്പോൾ ഇന്ത്യയിൽ ഉള്ള അരിയിലും കുഴപ്പമുണ്ട്. അപ്പോൾ ബസുമതി അരിയാണ് നമ്മൾ കഴിക്കേണ്ടത്, അതിനകത്ത് ആഴ്സനിക് ഇല്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളിപ്പോൾ ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ എന്തൊക്കെ കഴിക്കാം, അത് കുഴപ്പമൊന്നുമില്ല. അരി പിന്നെ എന്താ കാര്യം, കഞ്ഞിവെള്ളം കുടിച്ചോളൂ, നല്ലതല്ലേ. എന്നാൽ ഈ കഞ്ഞിവെള്ളത്തിനകത്തുള്ളത് ഏറ്റവും കൂടുതലുള്ള ക്വാണ്ടിറ്റി ആയിട്ട് അതിനകത്ത് വരും, അതിൻ്റെ സത്തെല്ലാം കുറി വരും. പക്ഷെ പണ്ട് ആൾക്കാർ ഇത് പറഞ്ഞിരുന്നത് നല്ലതായിരുന്നു. എന്താ ഇത്, കാലം മാറിയില്ലേ? കാലം മാറിയപ്പം കോലം മാറി. കാരണം അന്നത്തെ മണ്ണ് വളരെ പരിശുദ്ധമായ മണ്ണായിരുന്നു. ഈ നമ്മുടെ കർഷകരുണ്ട്, അവർ കൃഷി സ്ഥലത്തേക്ക് ഇറങ്ങി തോന്നിവാസം കാണിച്ച് അടിച്ച് ശരിപ്പെട്ടു. ഇപ്പോഴത്തേക്കോ അവർക്കും പറയാൻ അറിയത്തില്ല, ഇറങ്ങിയവനും അറിയില്ല എന്ത് കാട്ടിക്കൂട്ടണം, എന്തൊക്കെ വേസ്റ്റുകളാണ് കൊണ്ടിടുന്നത്. എല്ലാം വേസ്റ്റ് പേപ്പറോ അല്ലെങ്കിൽ പിന്നെ ഇത് പ്ലാസ്റ്റിക് എല്ലാം കത്തിച്ച് കുറച്ച് അവിടെ ഇവിടുന്ന് കിട്ടുന്ന സാധനങ്ങൾ വേസ്റ്റ് എല്ലാം പൊതിഞ്ഞത് പെസ്റ്റിസൈഡ് അതിൻ്റെ വാട്ട സൈഡ് എടുത്ത് ദൂരെ എറിയല്ലേ, പറമ്പിലേക്കല്ലേ, വയലിലേക്കല്ലേ പോകുന്നത്, വെള്ളക്കെട്ടിലേക്കല്ലേ എറിയുന്നത്. അത്രയൊക്കെ നമ്മൾക്ക് വിദ്യാഭ്യാസം വന്നിട്ടുണ്ട്. അതാണ് നമ്മൾ കാണിക്കുന്നത് വൈകല്യങ്ങൾ. പക്ഷെ നമ്മളെപ്പോലുള്ള എല്ലാവർക്കും ഈ പെസ്റ്റിസൈഡുകൾ കൈകാര്യം ചെയ്യേണ്ട അവസരം കിട്ടിയിട്ടില്ല. അത് പകരം കർഷകർ ചെയ്തോളൂ. അല്ലെങ്കിൽ വീട്ടിലെ പ്രായമുള്ള ആളുകൾ, ചില മുത്തച്ഛന്മാരും മുത്തശ്ശിമാരും ഒരു വേസ്റ്റ് അവിടെ കൊണ്ടിരുന്നത്, പിന്നെ പെസ്റ്റിസൈഡ് വാങ്ങിച്ചൊരു പാട്ട അവിടെ ഉണ്ട്, നീ ഇവിടെയാണ് ഇടുന്നതെന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് അങ്ങോട്ട് വലിച്ചെറിയും, എൻ്റെ പറമ്പിൽ ആകാം. അപ്പം അവിടെയൊക്കെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അവിടെ നെല്ല് വളർത്തിയാൽ പ്രത്യേകിച്ച് ഏതിന് വലിക്കാനുള്ള കഴിവുണ്ട്. പക്ഷെ നെൽച്ചെടിക്ക് ഈ ഹെവി മെറ്റൽസ് വലിക്കാനും ആഴ്സനിക് വലിക്കാനും പ്രത്യേക അറിവുണ്ട്, അതിന് കഴിയുന്നുള്ളതാണ് സത്യം. കാരണം അതിന് ചില കെമിക്കൽസ് അതിന് പിന്നെ പ്രത്യേക ഗ്രൂപ്പിൽപ്പെട്ട ഹോർമോൺസും എൻസൈംസും കോ എൻസൈംസും ആ ചെടിയിലുണ്ട്. അതുകൊണ്ടാണ് അത് വലിക്കുന്നത്. ഫ്ലഡ് കണ്ടീഷൻ ഇപ്പോൾ അതിൻ്റെ യമുന ബ്രഹ്മപുത്ര എല്ലാം കര കഴിഞ്ഞ് ഒഴിയാണ്. അപ്പോൾ ഏതാണ്ട് ഒരു 8-9 പിന്നെ ഡിസ്ട്രിക്റ്റിൽ, അല്ല സോറി ഡിസ്ട്രിക്റ്റ് എന്ന് പറയാൻ പറ്റില്ല, സ്റ്റേറ്റിൽ വരെ അവിടുത്തെ വേസ്റ്റ് വെള്ളം, നമുക്ക് വേസ്റ്റ് വെള്ളം എന്ന് പറയാൻ പറ്റില്ല, അവിടെ നിന്നൊക്കെ വീഴുന്ന നല്ല വെള്ളം. പക്ഷെ ഓൺ ദ വേ ഇതെല്ലാ കുരുമാരുകളും അതിനകത്ത് കിടക്കും. ആ വെള്ളം ഒഴിച്ച് വളർത്തുക, അല്ലെങ്കിൽ മണ്ണിൽ നേരത്തെ തന്നെ അടിഞ്ഞുകൂടിയ ആഴ്സനിക്കുള്ള മണ്ണിൽ രണ്ടാമതും കൃഷി ചെയ്യുക. തീർച്ചയായിട്ടും അതിൻ്റെ നെല്ല് ഒലിച്ചെടുക്കും. പ്രത്യേകിച്ച് കേരളീയർക്ക് ഈ അരി ആഹാരമൊക്കെ അന്യനാട്ടിൽ നിന്ന്, പ്രത്യേകിച്ച് ആന്ധ്ര അരി എന്ന് പേരില്ലേ, ആന്ധ്ര പിന്നെ അല്ലെങ്കിൽ പിന്നെ ഇവിടെ ബംഗാള്, ഉത്തർപ്രദേശ്, ഒറീസ, ഗുജറാത്ത്, ഇങ്ങനെയുള്ള 8-9 സ്റ്റേറ്റിൽ നിന്നാണ് ഈ നമുക്ക് അരി ഉൽപ്പന്നങ്ങളും ധാന്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം ആഴ്സനിക് സാച്ചുറേറ്റഡ് വെള്ളമാണ് അവിടെ മുക്കി കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമുക്ക് ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല. ഇനി നമ്മളിവിടെ ഉൽപ്പാദിപ്പിച്ചാലും കഥ ഇത് തന്നെയാണ്. ഞാൻ പിന്നീട് ഒരു സെക്ഷനിലേക്ക് വരാം, നമ്മുടെ പുഴയിലുള്ള വെള്ളത്തിൻ്റെ പിന്നെ ഐശ്വര്യം. അപ്പോൾ നേരത്തെ നമ്മൾ മനസ്സിലാക്കിയത് അക്യൂട്ടായിട്ട് പെട്ടെന്നുണ്ടാകുന്ന സാഹചര്യത്തിൽ എന്തൊക്കെയാണ് കുഴപ്പങ്ങൾ. ഇപ്പോൾ നമുക്ക് ലോങ് റൺ കുറേ കാലം നമുക്ക് ആഴ്സനിക്ക് നമ്മുടെ ശരീരത്തിൽ കയറിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താണ്, നമ്മൾ ആരാകും, എന്തൊക്കെ രോഗം നമുക്ക് പിടിക്കുന്നു. ഇതിപ്പോൾ നോക്കുകയാണെങ്കിൽ എല്ലാ രോഗവും ഉണ്ട്. മലയാളികളിൽ മുഴുവൻ രോഗം നമുക്കുണ്ടല്ലോ. ഡോക്ടർമാർ, വലിയ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരെല്ലാവരും കുറ്റം പറയുകയാണ്, അവന് ഇതൊന്നും ശ്രദ്ധിക്കത്തില്ല, എക്സസൈസ് ചെയ്യത്തില്ല, ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. ഇത് മുഴുവൻ ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. ഇവർക്ക് എങ്ങനെ ഇത് കിട്ടിയ അധികാരമുണ്ട് ഇങ്ങനെ പറയാൻ? ദൈവ സാന്നിധ്യത്തിലും കണ്ടുപോയവരാണോ എന്നറിയില്ല. ഈ സാഹചര്യങ്ങളോട് നിലനിർത്തിക്കൊണ്ട് അവർക്ക് എല്ലാ ലൈസൻസും കൊടുക്കുന്ന മോഡേൺ മെഡിസിൻ്റെ ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഈ പെസ്റ്റിസൈഡിന് ലൈസൻസ് കൊടുക്കേണ്ടത്.
പെസ്റ്റിസൈഡ് എവിടെയാണ് സൂക്ഷിക്കേണ്ടത്, എങ്ങനെ സൂക്ഷിക്കണം എന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ പിന്നെ ഫുഡ് എന്താ ക്വാളിറ്റി ഉണ്ടാകണം എന്നതിനെ പറ്റിയുള്ളതൊക്കെ ഉണ്ട്. ഇത് എല്ലാം ലിങ്ക് ചെയ്തില്ല, അത് പലയിടത്ത് സ്കാറ്റേർഡ് ആണ്. വിദ്യാർത്ഥികൾ വേറെ രീതിയിൽ അവരെ പഠിപ്പിച്ചു വിടും. ഇതൊക്കെ ഒരു സ്പെഷ്യാലിറ്റി സബ്ജക്റ്റായിട്ട് ലിങ്ക് ചെയ്ത് വരണം, ഇന്റർ ഡിസിപ്ലിനറി സബ്ജക്റ്റാക്കി അതിനകത്ത് ഹോമിയോപ്പതി, ആയുർവേദം, സിദ്ധം, യുനാനി മരുന്നിന് എന്ത് കോൺട്രിബ്യൂഷൻ ചെയ്യാമെന്നുള്ള കാര്യം പരിശോധിക്കേണ്ട സമയം കഴിഞ്ഞ്, ഇംപ്ലിമെൻ്റ് ചെയ്ത സമയം കഴിഞ്ഞ്. ഇപ്പോൾ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് ഒരു ഇന്ത്യയുടെ ഒരു പ്രോഗ്രാം ഉണ്ട്. അത് ഏതാണ്ട് ഒരു 12-13 വർഷമായി ഇതുവരെ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതിനകത്ത് ലോങ് ടേം എക്സ്പോഷർ ഉണ്ടാകുന്നത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ കാര്യങ്ങൾക്ക് തന്നെ അത് ക്യാൻസറും സ്കിൻ ഡിസീസും, ക്യാൻസർ എല്ലാ അവയവത്തെയും ബാധിച്ചിരിക്കും. പിന്നെ അതുപോലെ തന്നെ കാർഡിയോവാസ്കുലർ ഡിസീസ് നേരത്തെ ഡയബറ്റിസ് ഉണ്ടാക്കുക, അതാണ് തമാശ. പിന്നെ ചൈൽഡ്ഹുഡ് എക്സ്പോഷറിൽ നമ്മൾ നേരത്തെ മനസ്സിലാക്കി അതിൽ പിന്നെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്, അതിനൊക്കെ ലക്ഷക്കണക്കിന് പിന്നെ നമ്മുടെ കൗൺസിലേഴ്സിന് വെച്ചിട്ടുണ്ട്. ഇതിപ്പം ആരാണ് ഇതുവരെ നേരെയാക്കുന്നത്? കൗൺസിലേഴ്സ് വന്ന് കുറച്ച് പൈസ സമ്പാദിച്ചോട്ടെ, അവർ ജീവിച്ചോട്ടെ എന്നൊരു ചിന്താഗതിക്കാരനാണ്. പക്ഷേ ഇതിൻ്റെ ആവശ്യമില്ല, ഇത് അപകടത്തിലേക്ക് എത്തുന്നത്. ഹോമിയോപ്പതി ഡോക്ടറെ കൺസൾട്ട് കഴിഞ്ഞാൽ 1000 കൺസൾട്ടേഷൻ നടത്തി പരാജയപ്പെട്ട കേസിലും ഒരു ഹോമിയോപ്പതി ഡോക്ടർക്ക് ഒരു മരുന്ന് കൊടുത്തിട്ട് അവനെ നേർവഴിയിലേക്ക് എത്തിക്കാം. എന്നോട് ഒരു പണ്ടൊരിക്കൽ പേഷ്യൻ്റ് ചോദിക്കുക, എൻ്റെ അമ്മയുമായിട്ട് വലിയ ഗുസ്തി, അച്ഛൻ മരിച്ചുപോയി. അപ്പോൾ അച്ഛൻ മരിച്ച സ്കൂട്ടർ ആക്സിഡൻറ്റിലാണ്. അപ്പോൾ ഈ കുഞ്ഞും കൂടെ കണ്ടവരും കേട്ടവരും എല്ലാവരും പറയണം, എന്താ നിനക്ക് മനസ്സിലായില്ലേ, ആ കുഞ്ഞിൻ്റെ മുമ്പിൽ ഇരുന്നിട്ടല്ല അച്ഛൻ പടഞ്ഞു മരിച്ചത്, നിനക്കത് മാറ്റിക്കൂടായിരുന്നു, ആരും ഇല്ലായിരുന്നോ, ആ കുഞ്ഞിനെ അത് കാണാനുള്ള അവസരം വന്നില്ലേ, സാഹചര്യം ഉണ്ടായില്ല, അതുകൊണ്ടില്ല അത് അങ്ങനെ പെരുമാറുന്നത്. അവസാനം ഒരിക്കൽ നിർബന്ധിതനായിട്ട് എൻ്റെ അടുത്ത് വന്നു. അപ്പം ആ പയ്യൻ എനിക്ക് വന്നപാട് തന്നെ എൻ്റെ അടുത്തേക്ക്, എടോ തനിക്ക് എന്താ പരിപാടിയാ, എന്നെ ഉപദേശിക്കാൻ പോവാ? ഞാനങ്ങ് സ്തംഭിച്ചു പോയി. അപ്പോൾ ഞാൻ പറയും, മോനവിടെ ഇരിക്കാനൊന്നും വന്നില്ല. അവൻ എൻ്റെ കയർത്തി സംസാരിക്കുക. അവസാനം ഞാൻ അമ്മയെ പുറത്താക്കിയിട്ട് പറഞ്ഞു, മോനെ എന്തിനാ ഇവിടെ വന്നത്? അമ്മയാണ് വലിച്ചഴിച്ചെന്നെ കൊണ്ടുവന്നത്. ഇതാണ് അവർക്ക് സ്വഭാവം, വേറെ ഒരു പരിപാടിയും അവർക്ക് അറിയത്തില്ല. എന്നെ നേരെ എനിക്ക് വേറെ ആരെങ്കിലും നല്ല കൊള്ളാവുന്ന സ്കൂളിൽ എന്നെ പഠിപ്പിക്കും. എന്നെ വിരോധമുള്ള ശത്രുക്കളുള്ള കുട്ടികളുള്ള സ്കൂളിലാണ് ഈ അമ്മ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, കുറേ കാര്യങ്ങൾ ചോദിച്ചു. പറയും, സാറേ അമ്മയെ പിടിച്ചൊന്ന് ഉപദേശിക്കാവോ? അത് കേട്ടപാട് മോനെ നീ പുറത്തിരിക്കുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ ഉടനെ തന്നെ പറയും, എന്തൊക്കെയാണ് സാർ ഉദ്ദേശിച്ചത്, നന്നായി ഞാൻ രക്ഷപ്പെടുവോ? ഇല്ല, അമ്മയുടെ അടുത്ത് പറയാത്ത കാര്യം കൂടെ പറയും. അമ്മയെ ശരിക്കും പണ്ട് പറഞ്ഞടാ, നിനക്ക് ഈ സാഹചര്യം വന്നപ്പോൾ ശരിക്കും മനസ്സിലാക്കാൻ കഴിവുള്ള ഒരാളുടെ അടുത്ത് കൊണ്ടുപോയാലും ഒന്നാമത്തെ തെറ്റ്. ഇനി നിനക്കൊന്നും പേടിക്കണ്ട. ഇപ്പം ഞാൻ നിനക്ക് ഒരു മരുന്ന് തരാൻ നിനക്ക് പറഞ്ഞു വിട്ടായിരുന്നു. അല്ല, ഏതായാലും ഇവിടെ വരെ വന്നില്ലേ. അങ്ങനെ അവനെ കൊടുത്ത മരുന്ന് ഒരു 2 ഡോസാണ് കൊടുത്തിരിക്കുന്നത്. 2 മാസത്തിൽ ഒരിക്കൽ കൂടെ വന്നു. പിറ്റേ മാസം വരാൻ പറഞ്ഞപ്പോൾ അമ്മയെടുത്ത് പറയാം, അമ്മ പോയാൽ മതി, എനിക്ക് കുറേ പഠിക്കാനുണ്ട്, ട്യൂഷന് പോകാനുണ്ട്. എന്ത് മര്യാദക്കാരനായി ആ ആഴ്സനിക്കാരൻ്റെ കൊടുത്തത്. കാരണം അയാളുടെ സാഹചര്യം, അയാൾ കഴിച്ച ഫുഡുകൾ, ഇവൻ ഭയങ്കര പെശകായി. കണ്ടതും കടിയതൊക്കെയാണ് വാങ്ങിച്ചു തിന്നുന്നത്, വെല്ലു വിളിച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ ഭക്ഷണത്തിലൂടെ, ഈ പറഞ്ഞ ആഹാരത്തിലൂടെ അല്ലെങ്കിൽ പാനീയത്തിലൂടെ എന്ത് ജ്യൂസ് കുടിക്കുന്നുണ്ട് അറിയോ? ഒരു ദിവസം 4 ലിറ്റർ ഇതൊക്കെ ജ്യൂസ് കുടിച്ചുള്ളതെന്ന് പറയുന്നത്. എന്തെങ്കിലും ജ്യൂസ് കുടിക്കുന്നത്? അത് ഞാൻ ഓരോ മണിക്കൂറോട്ട് മാറി മാറി കുടിക്കും. അവസാനം ചോദിക്കുക, ഇതും കയറിയൊന്നും കയറി പറഞ്ഞിട്ട് പിന്നെ എന്നെ വഷളാക്കരുത്. എൻ്റെ വിധം കണ്ടോ, അറിയാവോ? എന്താ ചെയ്യുക, ഇങ്ങനെയുള്ളവർക്ക് കൗൺസിലിംഗ് കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ വേറെ 2 നേരത്തേക്ക് മരുന്ന് കൊടുത്തിട്ട് സെക്കൻഡ് ടൈമിൽ വന്നപ്പോൾ അമ്മയോട് പറഞ്ഞു വിട്ടിരിക്കുന്നു, മോൻ ഇങ്ങനെ പറഞ്ഞു, അതായത് കൊള്ളാവുന്ന കൗൺസിലറിനെ കാണിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും ഗതികേട് വരുമോ? സ്കൂളിൽ 6 സ്കൂളാണ് മാറിയത്. എല്ലാവരും ഇവനെ തൊഴിച്ച് അടിച്ച് എന്തോ ഒരു പ്രശ്നക്കാരനാണെന്നറിയോ. അങ്ങനെ നമുക്ക് കൗൺസിലിംഗ് എന്താ വേണോ? എത്ര കോടികൾ രൂപ കൗൺസിലിംഗ് ചെയ്യണോ? കൗൺസിലിംഗ് ചെയ്ത് കുട്ടികളെ വഷളാക്കണോ? ഇത് ആര് പരിശോധിക്കും, ആര് പറയും, ആരുടെ വാക്കുകളാണ്, ആരുടെ സൈഡിലാണ് ഈ ആൾക്കാർ നിൽക്കുന്നത് എല്ലാം കണ്ടറിയാം. പിന്നീട് നമ്മുടെ തലച്ചോറിൽ എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. ശരീരത്തിൻ്റെ കാര്യങ്ങളാണ് ന്യൂറോളജി അല്ലെങ്കിൽ നെർവസ് സിസ്റ്റം എന്ന് മാത്രമേ നോക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ടോക്സിക് എഫക്റ്റ് ആയത് ഉണ്ടാക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്
ഇത് സെൽ ഇൻ സെൽ, ആ ഇൻവോൾവ്മെന്റ് നടക്കുന്ന ആ സിഗ്നലിംഗ് പ്രൊസീജിയർ തലച്ചോറിനുള്ളിൽ തടസ്സമുണ്ടാകും, അല്ലെങ്കിൽ നടക്കത്തില്ല, ബ്ലോക്കാണ്. അപ്പം നോർമലായിട്ട് ഒരു മനുഷ്യൻ ചിന്തിക്കുക, പ്രവർത്തിക്കുക, അതൊന്നും ഇവിടെ നടക്കത്തില്ല. അപ്പോൾ അതിൽ ഈ എലികളിലാണ് ഇവർ പഠനം നടത്തിയത്, പ്രത്യേകിച്ച് നന്നായ രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തു. അപ്പോൾ ഇതിൽ ഇത് വേറെ നോക്കുക, ഓരോ ഏരിയയിലും അത് സെല്ലിൽ നിന്നൊക്കെയാണല്ലോ പറയുന്നത്, സെൽ ടു സെൽ ഇൻട്രാക്ഷൻ നടക്കുന്നില്ല. പക്ഷേ എലികളിൽ നടത്തിയ പഠനത്തിൽ ഇതിൻ്റെ ഈ ഡോപ്പാമിനും സെറട്ടോണിനും ഉൽപാദന നടപടിക്രമങ്ങളിൽ വൈകല്യം കണ്ടു. അതായത് ഈ വളരെ കൂടിയത് പ്രത്യേക ഏരിയയിൽ ആ ഡോപ്പാമിനും സെറട്ടോണിനും ഉണ്ടാകുന്നതിൻ്റെ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വന്നതാണ്. അപ്പോൾ അത് എലികളിലാണ് പഠനം നടത്തിയത്. മനുഷ്യരിൽ നടക്കുന്നുണ്ട്, അതിനിപ്പം അവർക്കുള്ള സാങ്കേതിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ടായിരിക്കും ചെയ്യാത്തത്, അല്ലെങ്കിൽ പ്രതീക്ഷ ഉണ്ടാകും നമുക്ക് ചെയ്യാവുന്നത് കാര്യം. ചുരുക്കത്തിൽ പറയാം, ഡോപ്പാമിൻ കൂടിക്കഴിഞ്ഞാലുള്ള അവസ്ഥ അതാണ് നമ്മളിപ്പോൾ നാട്ടുഭാഷയിൽ പറയുകയാണെങ്കിൽ ഈ കർഷകർക്കറിയാതെ ഒരു ഒരു പന്നിയെ നമ്മൾ വെടിവെച്ചാൽ അത് ജീവനും കൊണ്ട് ഒരു പരാക്കം നടത്തും. അതേ മട്ടിലേക്ക് ഡോപ്പാമിൻ കൂടിയ ആൾക്കാർ ചെയ്യും. ഡോപ്പാമിൻ തീരെ കുറഞ്ഞാലോ അതും ചെറിയ നികൃഷ്ട സ്വഭാവങ്ങളെല്ലാം കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു ഗുണവുമില്ല, പക്ഷേ ദോഷമായേ ചെയ്യത്തുള്ളൂ, വൃത്തകടേ ചെയ്യത്തുള്ളൂ. അപ്പോൾ സെറട്ടോണിൻ എന്നുള്ള കാര്യം നമുക്ക് ബോഡിയിൽ ആവശ്യമുള്ളതാണ്. പക്ഷെ അത് കൂടിക്കഴിഞ്ഞാൽ നല്ല നല്ല പിന്നെ സാമൂഹിക പ്രശ്നങ്ങളിൽ ഇവർ ഈ തന്നെ രണ്ട് കൂട്ടരും ഭംഗിയായ രീതിയിലുണ്ടാക്കും. നിങ്ങൾ അവരെയൊക്കെ ജയിലിൽ പുതുതായിട്ട് ഉണ്ടാക്കിയിടണം, അവരെയൊക്കെ അകത്ത് നിർത്താനോ അല്ലെങ്കിൽ തളച്ചിടാനോ. പിന്നെ മെറ്റാബോളിസിൽ തകരാറുണ്ടാകും. പിന്നെ നോർഎപ്പിനെഫ്രിക് ലെവല്, പിന്നെ ബ്രെയിനിൽ ഓരോ റീജിയണിലും നേരത്തെ പറഞ്ഞതിൻ്റെ കാര്യം തന്നെ, ഓരോരോ സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി ചിന്തിച്ച് വഷളാകണ്ട. പക്ഷെ അനുഭവം നോക്കുമ്പോൾ എല്ലാവരും പെശകായിരിക്കും. പക്ഷെ ഇത് കുറയുന്ന ഒരു സാഹചര്യം ഇതിനകത്തില്ല. വിച്ച് ഡിസീസ് ഇൻ ദ കേസ് ഓഫ് ക്രോണിക് ആഴ്സനിക് ടോക്സിസിറ്റി, എന്ത് അസുഖങ്ങളാണ് ക്രോണിക് ആഴ്സനിക്? നേരത്തെ പറഞ്ഞ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യുന്നേ ഉള്ളൂ. ഇവിടെ പല നാട്ടിൽ പല സാഹചര്യത്തിലുണ്ടായ പല ഏരിയയിൽ പല സ്ഥലത്ത് വെച്ചാൽ അതിനകത്ത് പ്രൊഡക്ഷൻ സെൻറ്റർ, മൈനിങ് സെൻറ്റർ, അല്ലെങ്കിൽ അമിതമായ പിന്നെ ആഴ്സനിക് കണ്ടന്റ് ഉള്ള വെള്ളം കുടിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഓരോ രാജ്യത്തും നടന്ന പഠനത്തിനകത്ത് വന്നതാണ്. അപ്പോൾ വ്യക്തമാകുന്നത് എന്ത് അസുഖവും ഇതുണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ലിവർ ക്യാൻസറാണ്, അപ്പോൾ ലിവർ മാറ്റി വയ്ക്കാൻ ധാരാളം അവസരം ഉണ്ടാകും, ആൾക്കാരുണ്ട്, മിടുക്കന്മാരുണ്ട്, പണം കൊടുക്കാൻ ആൾക്കാരുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഹൗ വി ക്യാൻ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് റിപ്പീറ്റായിട്ട് നമ്മൾ പറയുന്നതല്ലാതെ അത് ഉൾക്കൊണ്ട് മനസ്സിലാക്കി പോകാൻ പറ്റത്തില്ല. ഇപ്പോൾ പ്രോസ്റ്റേറ്റ് ക്യാൻസറൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ കാട്ടിക്കൂട്ടുന്നത്, എത്ര ആൾക്കാർ നമുക്ക് സങ്കടം തോന്നും ഇപ്പോൾ ഇവരെയൊക്കെ കാണുമ്പോൾ. ഞാൻ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഞാൻ ഫ്രീ ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കുന്നത്. കാരണം അവരുടെ പണം എല്ലാം തീർന്നു. പിന്നെ ഇനി എൻ്റെ അടുത്ത് വന്ന് പണം ആദ്യം വിളിച്ച് പറയും, സുഹൃത്തുക്കളാരും പറഞ്ഞു പോകും, ദയവായിട്ട് എനിക്കൊരു സ്വഭാവ വൈകല്യമുണ്ട്, ഞാൻ നിങ്ങളുടെ നിന്ന് പൈസ വാങ്ങില്ല. പലരും വരാതിരിക്കുന്നുണ്ട്, അത് അവരുടെ താല്പര്യം, ദയവായിട്ട്. ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടി സുഹൃത്തുക്കളോട് പറയട്ടെ. സ്പൈനൽ ഇഞ്ചുറി, മരത്തിലായാലും ആക്സിഡൻറ്റിലൂടെ ആയാലും നട്ടെല്ല് തകർന്ന് അങ്ങനെ മുകളിലോട്ട് തന്നെ കിടക്കുന്ന ആൾക്കാർ, എത്ര ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടും യാതൊരു ഗുണമില്ലാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയുക. അവർക്കൊരു ഒരു പരിഗണന ഞാൻ കൊടുത്തിട്ട് ഫ്രീ ട്രീറ്റ്മെൻറ്റ്. പിന്നെ ദൂരെയുള്ളവർക്ക് ഇവിടെ ആരും കുടുംബക്കാരൊന്നും വരാൻ പറ്റിയില്ലെങ്കിൽ പോസ്റ്റലായിട്ട് അത് അയച്ചു കൊടുക്കണം. രജിസ്റ്റേർഡ് പോസ്റ്റായിട്ട് അയക്കുന്നത് അവർക്ക് മനസ്സുണ്ടെങ്കിൽ പൈസ തരട്ടെ. പക്ഷേ എനിക്കൊരു 500 ആൾക്കാരായി കഴിഞ്ഞാൽ എനിക്ക് വലിയൊരു ചിലവ് വരും, പോസ്റ്റലായിട്ട് മാത്രം. പിന്നെ പോസ്റ്റ് അയച്ച് കൊണ്ടു കൊടുക്കാനുള്ള ചിലവ്. അപ്പോൾ അതുകൊണ്ട് അത്തരം കേസിൽ ധൈര്യമായിട്ട് പറഞ്ഞോളൂ. അങ്ങനെ ഞാൻ 2-3 കേസിൽ ഞാൻ അങ്ങനെ ഗുണം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം എത്ര പേരുണ്ട് നിങ്ങൾക്കറിയാവുന്നത്? അങ്ങനെ ഒന്ന് പറഞ്ഞാൽ. ഓക്കെ. ക്യാൻസർ ഓഫ് ദി സ്കിന്ന്, ലങ്സ്, ബ്ലാഡർ, പിന്നെ അതുമായിട്ട് വേറെ ഒരുപാട് രോഗങ്ങൾ. അതൊക്കെ നമ്മൾക്ക് ആഴ്സനിക്കിൻ്റെ ദോഷം കൊണ്ട് വരാവുന്ന രോഗത്തെ കൂടാതെ മറ്റേ ലെഡ്, മെർക്കുറി, കാഡ്മിയം, സിങ്ക്, കോബാൾട്ട്, അതുകൊണ്ടല്ലോ ഇതെല്ലാം കൂടി ചേർന്ന് കഴിയുമ്പോൾ പിന്നെ ബ്ലോക്കായി, അവിടെ ഒരു പ്രശ്നം നടക്കത്തില്ല. അപ്പോൾ അതിന് നമ്മൾക്ക് സിസ്റ്റമാറ്റിക്, ഇപ്പോൾ ബ്ലഡിൽ നമ്മൾ ഹെവി മെറ്റൽസ് പരിശോധിക്കാൻ ഭയങ്കര ചിലവാണ്. അപ്പോൾ അത് നമ്മളിപ്പോൾ ഏറ്റവും കൂടിയിരിക്കുന്ന ഹെവി മെറ്റൽസിന് മരുന്ന് കൊടുത്തിട്ട് ഒരു പക്ഷേ അതിൻ്റെ കോംപ്ലിമെൻ്ററി മരുന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് 2-3 ഹെവി മെറ്റൽസ് കുറയ്ക്കാൻ പറ്റും.
അതല്ല എങ്കിൽ ഒരു കംപ്ലൈൻറ്റ് മാറി, പ്രശ്നങ്ങളെല്ലാം അവർക്ക് ഏറെ മാറി. എന്നാലും സാറേ ഒരു കംപ്ലൈൻറ്റ് മാറിയിട്ടില്ല, അതിനും കൂടി മരുന്ന് തരണം പറയുമ്പോൾ അപ്പോൾ നമ്മൾക്ക് മറ്റേ പൈലറ്റിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിട്ട്. അപ്പോൾ ഞാൻ ഒരാൾക്ക് ബ്ലഡിലെ ലെഡ് ലെവല് 32 മൈക്രോഗ്രാമാണ്. ശരിക്കും പറയുകയാണെങ്കിൽ അത് 10ൽ കുറവ്. അപ്പം സാറേ സൗണ്ട് ഇത്തിരി കൂടെ കൂട്ടി പറയണം, സൗണ്ട് വളരെ കുറവ് സാർ. ഓ സോറി താങ്ക് യു. സാറിന്റെ ഫേസ് മൂക്കിന് മുകളിലോട്ടാണ് കാണുന്നത്. കുറച്ചുകൂടി ആ ക്യാമറ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം സാർ. ഓക്കെ എല്ലാം നല്ല കാര്യത്തിനും. നമ്മൾ താടിയും കൂടി ഒന്ന് കണ്ടോട്ടെ. നല്ല കോളിത്തിലാണ് ഇരിക്കുന്നത്. എന്റെ തല എനിക്ക് കാണാൻ പറ്റില്ലല്ലോ. അത് കൊള്ളാം, അത് മതി. ഓക്കെ താങ്ക് യു. അപ്പോൾ നമ്മളിപ്പോൾ പല രോഗങ്ങൾക്കും ഒരു മരുന്നെന്നുള്ള ഒരു പേരുദോഷം നമുക്ക് ഉണ്ടാക്കുന്ന സാഹചര്യം ഇപ്പം വരുന്നത് അല്ലേ. പണ്ട് ഹോമിയോ കോളേജിലെ ഒരു എക്സ്റ്റേണൽ എക്സാമിനറായിട്ട് ഒരാൾ വരും. അപ്പോൾ കുട്ടികളൊക്കെ പേടിച്ചിട്ടൊക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടൊക്കെയാണ് കേസ് എടുത്തിരിക്കുന്നത്. ഭവ്യതയോടും നിൽക്കും. ഇദ്ദേഹം ചൂടാകുകയാണ്. സകലർക്കും ആഴ്സനിക്ക കൊടുക്കാന്നാണ് നിങ്ങൾ പഠിപ്പിച്ചത്. അപ്പോൾ കുട്ടികളൊക്കെ പേടിച്ചു. ശരിയല്ല. അപ്പോൾ ഞാൻ എഴുതി, ഡോക്ടറെ നിങ്ങൾക്ക് ഈ കാര്യത്തിൽ നിങ്ങൾക്ക് ഇടപെടാനുള്ള ധൈര്യം ഇങ്ങനെ തോന്നിയത്, ആഴ്സനിക് കൊടുക്കേണ്ട കേസിലാണ് ഇവിടെ ആഴ്സനിക് കൊടുത്തിരിക്കുന്നത്. അതിനെന്താ മറുപടി? അതുകൊണ്ട് കുട്ടികളെ ആരോപിച്ചാൽ മതിയോ? ഒരു അല്പമെങ്കിലും ഇടപെട്ട് മാർക്ക് ഏതെങ്കിലും അനുസരിച്ചുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ ഫോളോ ചെയ്യുന്നതാണ് പറഞ്ഞു. അപ്പോൾ അവൾക്ക് വലിയൊരു പരിഭവമായി. അയാളെങ്ങോട്ട് മാറി നിന്നിട്ട് എൻ്റെ അടുത്ത് കുറേ സംസാരിക്കും. അപ്പോൾ ഇനി ഒരക്ഷരം മിണ്ടണ്ട. ഇവിടുത്തെ കോളേജിൽ ഈ കേസ് ആഴ്സനിക്ക് തന്നെ, യാതൊരു സംശയമില്ല. കാരണം അപ്പോൾ ഇപ്പം മനസ്സിലാകുന്നുണ്ടല്ലോ എന്തുകൊണ്ട് മിക്ക കേസിലും ഏതാണ്ട് 90% കേസിൽ, ആസ്മയ്ക്കാണെങ്കിൽ 100+ ആൾക്കാരിലാണ് ആഴ്സനിക്ക് എഫക്റ്റീവ് ആകുന്നത്. അല്ലെങ്കിൽ എല്ലാവരും സാധാരണ ആൾക്കാർ പറയേണ്ട ആഴ്സനിക്ക് കൊടുത്താൽ അല്ലെങ്കിൽ ആസ്മ ക്യൂർ ചെയ്യാൻ പറ്റില്ല എന്ന്. എൻ്റെ ബ്രദർ എന്നെക്കാളും 3 വയസ്സ് കൂടുതലാണ്. എനിക്കിപ്പോൾ 71 വയസ്സ്. സത്യം പറയുകയാണെങ്കിൽ വളരെ തരക്കേടില്ലാത്ത എന്നെക്കാളും വലിയ ഉഷാറായിട്ടൊക്കെ ഇപ്പോൾ കഴിയുന്നത്. അദ്ദേഹത്തിന് ആസ്മ ഉണ്ടായി. ഇപ്പോൾ ഞാൻ സെക്കൻഡ് ഇയർ കഴിഞ്ഞിട്ട് തേർഡ് ഇയറിലെ പരീക്ഷൻ്റെ റിസൾട്ട് നോക്കിയിരിക്കുക. അപ്പോൾ വന്നപ്പം തന്നെ ഇത്തിരി മരുന്ന് കുപ്പിയായിട്ടൊക്കെയാണ് വന്നത് വീട്ടിൽ. അപ്പോൾ വന്നപ്പോൾ തന്നെ ഇയാൾ ഭയങ്കരമായിട്ട് ആസ്മ വിളിച്ചിരുന്നു. അപ്പം മദർ തന്നെ പേടിക്കുന്ന ഒരു കാര്യം ചെയ്യും, 10,000 6 കിലോമീറ്റർ അകലെ പോയിട്ട് അക്കാലത്ത് ടാക്സി പിടിക്കണമെങ്കിൽ അവിടെ പോകണം. അപ്പോൾ ഒരു വൈദ്യരുണ്ട്. ആ വൈദ്യരെടുത്ത് പോയാൽ നമുക്ക് വലിയ വിശ്വാസമാണ് ആയുർവേദ മരുന്ന് കൊടുക്കാൻ. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ വലിയ കഷ്ടപ്പാടാണ്. എന്തോ ഒരു സൗണ്ടിലാണ് അയാൾ വിളിക്കുന്നത്. കുടുംബത്തിലെ 4 ഫാമിലിപ്പെട്ടവർക്ക്, 4 ഫാമിലിയുടെ മുഴുവൻ 8-9 മക്കളുള്ള കുടുംബത്തിൽ അവരിൽ തന്നെ 90% ആൾക്കാർക്ക് ആസ്മയുണ്ട്. എൻ്റെ അച്ഛന് പോലും, എൻ്റെ ഫാദറിന് ഞങ്ങൾ അത്താന്ന് പറയും, താക്ക് പോലും ആസ്മയുണ്ട്. എന്നിട്ട് ഇയാൾക്ക് അന്ന് രോഗം മാറി. പക്ഷേ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അമ്മ പറയാം, വണ്ടി പിടിച്ചിട്ടോ നമുക്ക് വൈദ്യശാലയൊക്കെ പോകണം. അപ്പം ഞാൻ പറയാം, ഇയാളുടെ രോഗം മാറിയില്ലെങ്കിൽ ഞാൻ ഹോമിയോപ്പതി പഠിത്തം നിർത്തുമെന്ന്. അപ്പം അമ്മ പറയാം, അങ്ങനെ നീയൊന്നും വലിയ വെല്ലുവിളിച്ചൊന്ന് എന്നെ മയക്കണ്ട, വണ്ടി പിടിച്ചിട്ട് വന്നു. എന്തായാലും ഒരു കാര്യം ചെയ്യാം, 8 മണിക്ക് വരെ നമുക്ക് നോക്കാം. അതോടുകൂടി അയാളുടെ രോഗം എത്ര ഐശ്വര്യമായിട്ട് മാറി. അപ്പം പിന്നീട് ഞാൻ ആലോചിക്കുക, ഈ ആസ്മ രോഗത്തിന് ഇത് മാറ്റാൻ പറ്റുമോ? അത് അന്ന് ആശനിക്കാൽപ്പം എൻ്റെ രാഗപ്പാട് വലിയ പൊട്ടസിറ്റ് കൊണ്ടില്ല. ഇപ്പം ലൈഫ് ടൈം ആയിട്ട് ആസ്മയില്ല. അപ്പോൾ എന്തൊക്കെയാണ് ഹോമിയോപ്പതിക്ക് ചെയ്യാൻ പറ്റുന്നുള്ള ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. പലർക്കും ആസ്മ കഴിക്കുമ്പോൾ അത് ക്രോണിക് ഡിസീസാണ്, അങ്ങനെ വേണം, ആൻറ്റി മയസ്മാറ്റിക് കൊടുക്കണം, അതൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ ഇത് തന്നെ ആഴ്സനിക്കാൽപ്പം എന്ന് പറഞ്ഞാൽ എല്ലാ മയസും കവർ ചെയ്ത് വരുന്നതല്ലേ. അങ്ങനെ ഒരു അനുഭവം ഉള്ളത് ഞാൻ കാഷ്വലായിട്ട് പറഞ്ഞു പോയതാണ്. ഇനിയിപ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ ഈ ഭക്ഷണ പദാർത്ഥത്തിൽ കൂടി നമ്മൾ അങ്ങനെ വരും ഇങ്ങനെ വരും എന്നൊക്കെ പറഞ്ഞല്ലോ.
പിന്നാലെ നമ്മൾ കുറച്ച് കാര്യത്തിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. എന്നാലും ഇത് ഞാനൊരു ഫൈറ്റോ റെമഡിയേഷൻ അന്ന് കഴിഞ്ഞ ആഴ്ച ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു. എന്ത് തിന്നാലും എന്ത് തൊട്ടാലും എന്ത് കഴിച്ചാലും സംഗതി എലിമെന്റിലെ അല്ലേ, പണ്ടുള്ള കഥ ഓർക്കുന്നുണ്ട്. ഒരു വൈദ്യൻ്റെ അടുത്ത് കുടുംബ വൈദ്യം പഠിക്കാൻ വേണ്ടി ഒരു കുട്ടി പോയി. അത് ഒരു 2-3 കൊല്ലം കഴിഞ്ഞപ്പോൾ വൈദ്യരെ ഇനി ഞാൻ എൻ്റെ കാര്യമായിട്ടൊന്ന് പോയിട്ട് സ്വന്തമായിട്ട് ഒരു പ്രാക്ടീസ് തുടങ്ങട്ടെ, നീ എല്ലാം പഠിച്ചോ? 3 കൊല്ലമായിട്ട് പഠിച്ചില്ലേ? ഒരു കാര്യം ചെയ്യ്, മരം നല്ലാത്ത ഒരു ചെടി പറിച്ചോണ്ടോ. വൈദ്യരുടെ അധ്യാപകന്റെ നിർദ്ദേശമാണ്. ഇയാൾക്ക് എവിടെ കിട്ടാന്? പറിച്ചോണ്ട് വന്നു. അത് ഇന്ന മരുന്നാണ്, ഇന്ന രോഗത്തിന് കൊടുക്കാം. ചുരുക്കത്തിൽ അയാൾക്ക് ഭ്രാന്ത് പിടിച്ച മട്ടില്ല, കുരുവാല് പിടിച്ച പോലെ ആയിപ്പോയി. അതുമാതിരിയാണ് ഈ ഹെവി മെറ്റൽസ് ഇല്ലാത്ത എന്തെങ്കിലും സാധനം നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക, ശ്രമിച്ചു നോക്ക്. അപ്പൊ നമ്മുടെ ക്യാരറ്റ് എല്ലാവർക്കും വലിയ ഇഷ്ടമുള്ള സാധനമാണ്. പച്ചക്ക് തിന്നുകയാണ്, പുഴുങ്ങുക, ജ്യൂസ് അടിച്ച് കുടിക്കുക. ഇപ്പോൾ ഈ ടെക് പാർട്ടിക്കാർക്കൊക്കെ വലിയ ഇൻട്രസ്റ്റാണ്. അവരുടെ സ്ഥാപനത്തിന്റെ അടുത്ത് ഒരു കച്ചവടക്കാരനുണ്ടാവും. അവനങ്ങോട്ട് ജ്യൂസ് അടിച്ച് അവനെ പിന്നെ ലിറ്റർ കണക്കിന് 1000 ലിറ്റർ വരെ ചെലവാക്കുന്ന ആൾക്കാരുണ്ടെന്നാണ് പറയുന്നത്. ബോംബെ, കൽക്കട്ട, പിന്നെ പൂനെ ഭാഗങ്ങളിലൊക്കെ. അപ്പോൾ ഇവർ അടിക്കുന്നതൊക്കെ ക്യാരറ്റിന്റെ ജ്യൂസാണ്. ക്യാരറ്റ് കുടിച്ച അനുഭവം നമുക്ക് നോക്കാം, കുടിച്ചവരുടെ ഗതികേട്. അപ്പോൾ റൂട്ട് വെജിറ്റബിൾ ആണ് പ്രത്യേകിച്ച് വരുന്നതിനകത്ത്. പിന്നെ ബീറ്റ്റൂട്ട് ഉണ്ട്, ടർണിപ്പ് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, പിന്നെ റാഡിഷ്, പൊട്ടറ്റോ, ഇതെല്ലാം റൂട്ട് വെജിറ്റബിൾ ഗ്രൂപ്പിൽ പെടുന്നതാണ്. അതിനൊക്കെയാണ് അതിൻ്റെ തൊലിയിൽ ആണ് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ ഉള്ളത്. മറ്റേ ഇന്റേണലൊക്കെ ഉണ്ട്, എന്നാലും ഉണ്ട്. അപ്പം പല ആളുകൾ ഇപ്പം എന്താ ചെയ്യുക, അതിനൊന്നും സമയമൊന്നുമില്ല, പൊളിച്ചെടുക്കാൻ സമയമൊന്നുമില്ല. ഇതെല്ലാം കൂടി ഒന്ന് വെച്ചിട്ട് അടിയാണ്. അപ്പോൾ നല്ല മെഷീൻ ഉണ്ടല്ലോ, തൊലിയിലേക്ക് പ്രശ്നമാകും. പക്ഷെ അപൂർവമായിട്ട് ചില നല്ല കാര്യമുള്ളത്, കാൽസ്യം കൂടുതലുള്ളത് കൊണ്ട് അത്യാവശ്യം എൻ്റെ പല്ലും നഖമൊക്കെ നന്നായിരിക്കും എന്നുള്ള ധാരണയിൽ, എല്ലൊക്കെ ബലം ഉണ്ടാകുന്ന ധാരണയിൽ അതും അംഗീകരിക്കും. പക്ഷെ അപകടം നടക്കുന്നത് അതിൻ്റെ തൊലിയിലാണ് കുഴപ്പം. പിന്നെ അത് തൊലി ഇരിച്ച് കളഞ്ഞിട്ട് എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ പറയുന്നു. അത് പിന്നെ ഇത്തിരി വാഷ് ചെയ്യാൻ വേണ്ടി കെമിക്കൽ ലിക്വിഡ് ഉണ്ട്. ഞാൻ ചോദിക്കുകയാണ്, ഇതെല്ലാം വാഷ് ചെയ്ത് കഴിഞ്ഞ് ലിക്വിഡൊക്കെ ഉപയോഗിച്ചിട്ട് കഴിഞ്ഞിട്ട് അതൊന്ന് ലാബിലൊന്ന് ടെസ്റ്റ് ചെയ്യാറുണ്ട്? ഈ ഉൽപ്പാദിപ്പിച്ചവരും അല്ലെങ്കിൽ പുകഴ്ത്തി പറഞ്ഞു നടക്കുന്നവരും പ്രസംഗിക്കുന്നവരും ആ വാഷ് ചെയ്ത് പച്ചക്കറികളൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന ലിക്വിഡുണ്ട്. ആ ലിക്വിഡെല്ലാം കഴിച്ച് നിങ്ങൾ 10 ദിവസം 15 ദിവസം ഇതിൽ വെച്ച് ഉപയോഗിച്ചോളൂ. എന്നിട്ട് ആ വ്യക്തിയുടെ പിന്നെ ശരീരത്തിലുള്ള മൂത്രം പരിശോധിച്ചാൽ അത്ര ആഴ്ചയിലേക്ക് കിട്ടി, അല്ലെങ്കിൽ പിന്നെ ഈ ഫുഡ് കഴിച്ചിട്ട് അയാൾക്ക് മാനസിക രോഗം എന്തൊക്കെ ഉണ്ടായി എന്നുള്ള ഒരു പഠനം വിധേയമാക്കട്ടെ. ഇതൊന്നും പരസ്യത്തിന്റെ ഭാഗത്തിൽ നമ്മൾ വീണു പോകുന്ന, പ്രത്യേകിച്ച് മലയാളികൾ. അപ്പോൾ ഇതൊക്കെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഉപയോഗിച്ചാൽ നന്നാവും എന്നാണ് പറഞ്ഞു വന്നിരിക്കുന്നത്. എല്ലാവർക്കും നമുക്ക് നോക്കാം. പിന്നെ എന്ത് ഡ്രൈ ഫ്രൂട്ട്സും ഡ്രൈ നട്ട്സിനൊക്കെ, അല്ലെങ്കിൽ നട്ട്സിനൊക്കെ വലിയ പ്രാധാന്യമാണ്. അത്ര ആൾക്കാർ ഇരുന്നിട്ടാണ് ഇടത് കൈ കൊണ്ട് ഇത് വായിലിട്ട് കറക്കിക്കൊണ്ടിരിക്കുക. ഒരു ദിവസം ഇങ്ങനെ ഒരു 150 മുതൽ 500 ഗ്രാം വരെ നട്ട്സ് ഉപയോഗിക്കുന്ന ആൾക്കാർ എനിക്കറിയാം. അപ്പോൾ ഇതിനകത്ത് ആർസനിക് ഉണ്ടാക്കുന്നത് ഹയർ ഓർ നോൺ പ്രോസസ്ഡ് നട്ട്. അപ്പോൾ നമുക്ക് ഈ അത് പ്രോസസ്സ് ചെയ്തൊക്കെയാണ് ഇത്തിരി ഉപ്പൊക്കെ ചേർത്ത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്പൈസസ് ഒക്കെ ചേർത്തിട്ടൊക്കെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അത് ആൾക്കാർ കൂടുതൽ ഇഷ്ടം കാണിക്കുന്നത്. അങ്ങനെ ഉള്ളതും അല്ലാത്തതും കൂടി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കണക്കാണ്, എല്ലാം ഒരേപോലെ കുഴപ്പക്കാരാണ്. അപ്പോൾ കാഷ്യൂ ആയാലും ആൽമണ്ട് ആയാലും പൈനട്ട്സ് ആണെങ്കിലും വാൾനട്ട് ആണെങ്കിലും ഇത് ഒരേ കാറ്റഗറിപ്പെട്ട. പിന്നീട് മറ്റൊരു കാര്യം ഓർക്കേണ്ടത്, ഇതിനകത്ത് ഈ ഡോപ്പാമിൻ അളവ് കൂടുതൽ ഉണ്ടാക്കും ഇതൊക്കെ. അപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, ഡോപ്പാമിൻ ഒരു ലെവലിൽ കവിഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റുള്ള ഒരു ലെവലിലേക്ക് എത്തുകയാണ്. പിന്നെ സോർട്ടഡ് ആയാലും പീനട്ട് ആയാലും കുഴപ്പമാണ്. പിന്നെ ഇവിടെ സൺഫ്ലവർ സീഡിനെ പറ്റി നേരത്തെ നമ്മൾ സൂചിപ്പിച്ചത്, ലെഡ് ഏറ്റവും കൂടുതൽ വലിച്ചെടുക്കുന്നതാണ്. അതിനേക്കാളും ലെഡും ആഴ്സനിക്കൊക്കെ വലിച്ചെടുക്കും. ഏറ്റവും കൂടുതൽ യുറേനിയം വലിച്ചെടുക്കുന്നതാണ് സൺഫ്ലവർ. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നത് കാരണം അത്രയ്ക്ക് അപകടകാരി ആയതുകൊണ്ടാണ്. ചെർണോബിൽ ട്രാജഡിയിൽ എത്ര 12 വർഷം കഴിഞ്ഞിട്ടും പുഴയിൽ ഒരു മീനൊന്നും വളരുന്നില്ല. മീൻ തിന്നവർക്കെല്ലാം നല്ല കുഴപ്പമുണ്ടാകുന്നുണ്ട്. അപ്പോൾ യുറേനിയം ധാരാളം അതിനകത്തുണ്ടായിരുന്നു. ചില സ്ഥലത്ത് പുല്ല് വളരുന്നില്ല. ഈ ചെടികൾക്കൊക്കെ വെള്ളം ഉപയോഗിക്കുമ്പോൾ അവിടെയെല്ലാം കുഴപ്പമാകുന്നു.
അങ്ങനെ ഏതോ ഒരു നല്ല മനുഷ്യൻ, പേര് എത്ര ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടില്ല, അവര് ഈ യുറേനിയം വലിച്ചെടുക്കാൻ കൊള്ളാവുന്ന ചെടിയാണെന്നെങ്കിലും മനസ്സിലാക്കിയിട്ടാണ് ഈ പറഞ്ഞ പോലെ സൺഫ്ലവർ, സൂര്യകാന്തി നട്ട് വളർത്തിയിട്ട് അത് പിഴുത് ഒരു വേരൊക്കെ ധാരാളമായപ്പോഴത്തേക്ക് മറ്റേ ചങ്ങാടത്തിൽ പഴയ വള്ളത്തിലൊക്കെ ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് ഫ്ലോട്ട് ചെയ്യും. അതങ്ങനെ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ 80% യുറേനിയം വലിച്ചെടുത്തെന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഒന്ന് തിരിഞ്ഞ് ചെന്ന് മുന്നോട്ട് പോകേണ്ട കാര്യമില്ല, പിന്നിലോട്ടൊന്ന് ചിന്തിക്കുക. ഈ യുറേനിയം ഇത്രയും അപകടകാരിയായ ഈ സൺഫ്ലവർ ഓയിൽ അല്ലേ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് സൺഫ്ലവർ ഓയിലിനകത്ത് യുറേനിയം ഉണ്ടെന്ന് പരിശോധിച്ച് തരുന്ന ലാബ് ഉണ്ടെങ്കിൽ ഞാൻ 1,00,000 രൂപ വരെ മുടക്കാൻ ഞാൻ തയ്യാറാണ്. നിങ്ങളൊരു ലാബ് എനിക്ക് ചൂണ്ടിക്കാണിക്കുക. എന്നിട്ട് ഞാനത് വേറെ രീതിയിൽ നിന്ന് പരീക്ഷിച്ചു. യുറേനിയം നൈട്രിക്ക മരുന്ന് അതിനകത്ത് നമ്മളെ ടെക്സ്റ്റ് ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ മലയാളികളുടെ മുഴുവൻ രോഗം മാറ്റാൻ ആ ഒരു മരുന്ന് മതി, അല്ലെങ്കിൽ വരാതിരിക്കാൻ. അത്ര നെഫ്രോട്ടിക് സിൻഡ്രോം അടിച്ച് ലിവർ ഡിജനറേറ്റ് ചെയ്ത ആൾക്ക്, അത്തരം ആൾക്കാർക്ക് നിങ്ങൾ യുറേനിയം നൈട്രിക്ക ഒരു 30, അതിൻ്റെ കറക്റ്റ് ഡ്യൂറേഷൻ നമുക്ക് എഴുതി കിട്ടിയിട്ടില്ല, ബുക്കിൽ ബോറിക്കൽ കാണുന്നില്ല. എന്നിരുന്നാലും ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങൾ ഒരു 2 ഡോസ് രാവിലെ വൈകിട്ട് 30 കൊടുക്കുക. പിന്നീട് അത് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് ആഴ്സനിക് ആൻഡ് 200 വൺസ് ഇൻ എ മന്ത് ഒരു ഡോസ് കൊടുത്തു നോക്കുക. അപ്പോൾ ഇയാൾ നെഫ്രോട്ടിക് സിൻഡ്രോം അടിച്ച് നിനക്ക് നീരെല്ലാം വലിഞ്ഞ് സന്തോഷമായി ഓടിച്ചാടി കളിച്ചൊക്കെ നടക്കുന്ന ഒരു സാഹചര്യം വരും. പക്ഷേ നമ്മൾക്ക് യുറേനിയം ടെസ്റ്റ് ചെയ്യണ്ടേ? അതെങ്ങനെ പറ്റും? ഞാൻ പറഞ്ഞിരിക്കുക, അങ്ങനെ ഏതെങ്കിലും ലാബ് ഉണ്ടെങ്കിൽ. ഇപ്പം എനിക്ക് പിന്നെ മദിനിയുടെ റൂമിൻ്റെ അടുത്ത് വേറൊരു റൂം എനിക്ക് കെട്ടിത്തരും, അവരുടെ സർക്കാർ. എനിക്ക് അവിടെ പോയി കിടക്കാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് യുറേനിയം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ആരാകും? അവർ എന്നെ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത്? അതാണ് ഡിഫൻസ് ലാബിലെങ്കിലും നമ്മൾക്ക് എങ്ങനെയെങ്കിലും ഒരു പരീക്ഷണമായിട്ട് ഹോമിയോപ്പതി മരുന്ന് കഴിച്ച ആൾക്കാരിൽ എത്ര യുറേനിയം കുറയുന്നു. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഒരു പെൻഷനൊക്കെ പറ്റി കഴിയുമ്പോൾ കുറച്ച് ഫ്രീ ടൈം കിട്ടിയപ്പോൾ ഞാൻ കുറച്ച് TV കാണാനൊക്കെ ഒരു അവസരം കിട്ടി. അപ്പോൾ ഈ പറഞ്ഞ പോലെ കുരുമാലുകളൊക്കെ ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ച് കഴിച്ചു. എന്നാലും അത്ര മധുരമുള്ളതും ക്രീം ഉള്ളതും ഞാൻ കഴിക്കില്ല. ബാക്കിയുള്ള ഒരു 5 ഐറ്റം കഴിച്ചിട്ട് ഒരു 30-32 പോയിൻ്റാണ് എനിക്ക് ബ്ലഡ് ഷുഗർ റേസ് ചെയ്യുന്നത്. അതിൻ്റെ പിറ്റേന്ന് ഞാൻ യുറേനിയം നൈട്രിക്ക വെറുതെ ഒരു നാക്കിലൊന്ന് ഉപ്പുടത്തേ ഉള്ളൂ, അത്രയും മൈന്യൂട്ട് ക്വാണ്ടിറ്റി. അതിൻ്റെ പിറ്റേന്ന് നോക്കുമ്പോൾ കൂടിയ ക്വാണ്ടിറ്റി എല്ലാം കുറഞ്ഞു. കണ്ണൊക്കെ ഒന്ന് ഐശ്വര്യമായിട്ട് കാണാൻ ആയി, മറ്റേതാണെങ്കിൽ കണ്ണിന് വല പിടിച്ചു പോരൊക്കെ. അപ്പം ചുരുക്കത്തിൽ എന്താണ് നമ്മുടെ യുറേനിയം നൈട്രിക് എന്നുള്ള മരുന്നും യൂറിയ എത്ര മേഖലയിലാണ് വാരി കൊടുക്കുന്നത്? അതിനകത്ത് നമ്മുടെ ഹോമിയോയിലെ കൊട്ടൻഡൈസ്ഡ് യൂറിയ എന്നുള്ളൊരു മരുന്നുണ്ടല്ലോ, അത് കൊടുക്കുക. അപ്പോൾ ഇന്നലെ മത്സ്യത്തിൻ്റെ കാര്യം പറഞ്ഞു. അതുപോലെ എന്ത് ടോക്സിക്കോളജിക്കൽ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഹോമിയോപ്പതിക്കാരനല്ലേ അതിനുള്ള അവസരമുള്ളൂ, ചികിത്സിക്കാൻ യോഗ്യതയുള്ളൂ, എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊക്കെ അടുത്ത് വരണം, ഇത് ചെയ്യാൻ ഇൻ്റർ ഡിസിപ്ലിനറി പ്രോഗ്രാം ചെയ്യണം. എന്നാലേ നമ്മുടെ മാന്യത കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോഴാണ് ഹോമിയോപ്പതിക്കാരൻ്റെ കൂട്ടത്തിൽ സപ്പോർട്ട് ചെയ്യാൻ ലക്ഷമല്ല കോടി. ഇപ്പോൾ നമ്മൾ ബ്ലഡിൽ ഒരു പരിശോധന നടത്തി കഴിക്കുമ്പോൾ അവർക്ക് തെളിവായിട്ട് കൊടുക്കാം. സിമ്പിളല്ലേ? ഓരോരുത്തർ എവിഡൻസ് എന്ന് ചോദിക്കല്ലേ, അല്ലെങ്കിൽ പിന്നെ പ്ലാസിബോ അല്ലേ? ഇപ്പോൾ നടക്കല്ലേ, പൂരമല്ലേ? ഇവരെ കഴിഞ്ഞിട്ട് ലൈനിലേക്ക് പിടിച്ചിട്ട് ഒന്ന് കാണിച്ചു കൊടുക്കണം. അയാളുടെ ബ്ലഡിൽ പിന്നെ എന്തെങ്കിലും അസൂയ ഉണ്ടാക്കുന്ന മരുന്ന് അല്ല, പോട്ടെ, അസൂയ ഉണ്ടാക്കുന്ന മരുന്ന് നമുക്കുണ്ട്, അസൂയ ഉണ്ടാക്കുന്ന കെമിക്കൽ എന്താണെന്ന് പോകാൻ കണ്ടുപിടിച്ചിട്ട് വരട്ടെ. എന്നിട്ട് നമ്മൾ മരുന്ന് കൊടുത്തിട്ട് ആ കെമിക്കൽ കുറച്ച് കാണിക്കണം, അപ്പോഴെങ്കിലും ആ മരുന്ന് നന്നാവുമെന്ന് നോക്കാം. ഇനി അതൊന്നും വേണ്ട, ഇവർ ഗ്രൂപ്പ് ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ട് നമ്മൾ കുറച്ച് സൾഫറിൻ്റെ 1 പൊട്ടൻഷ്യം എടുത്തിട്ട് അവർ ജസ്റ്റ് കൊതുകിനെ അടിക്കാനാണെന്ന് പറഞ്ഞിട്ട് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് പോരെ, അത് മതി, അവർ നന്നാവും. കാരണം സൾഫർ ടെക്സ്റ്റ് ബുക്ക് പറഞ്ഞിരിക്കുന്ന എന്ത് രോഗത്തിന്? ഫനറ്റിസം മാറ്റാൻ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന മരുന്നാണ്. പെപ്പറേറ്റ് നോക്കുക. അപ്പോൾ ഫനറ്റിസം, ഇവർ ഫനറ്റിക് ആയതുകൊണ്ടല്ലേ ഈ ഗതികേട് വരുന്നത്. എന്തിനാണ് നമ്മുടെ എനർജി വേസ്റ്റ് ആക്കുന്നത്? ലീവ് ദം അലോൺ ആൻഡ് ഡു ദെയർ വർക്ക്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. പക്ഷെ നമുക്ക് സമയമില്ലെന്ന് പറഞ്ഞ് എസ്കേപ്പ് ചെയ്യുന്നു, അത് പറ്റില്ല. എല്ലാവരും വേണം. ഇനി ഇവിടെ നമുക്ക്
ഈ ചില ചെടികൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ആഴ്സനിക്കിനെ വലിച്ചെടുക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞ വേറെ ചെടി ചെറിയ ചെറിയ ചെടികളാണ്. ഇവിടെ ഈ ടീറിസ് വിറ്റേറ്റ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടുഭാഷയിൽ പറയുന്ന പിന്നെ പന്നൽ ചെടി, ഫേൺ, വലിയ ചില സ്ഥലത്തൊക്കെ ഈ ജലാശയമുള്ള അല്ലെങ്കിൽ മാർഷി പ്ലേസിലൊക്കെ ഇത് ഭയങ്കരമായിട്ട് വളർന്നിരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താ? അവിടെ ആഴ്സനിക് ഉള്ളതുകൊണ്ടാണ് ആശാൻ അവിടെ പറ്റിക്കൂടി അവിടെ വളരുന്നത്. അപ്പം അങ്ങനെ വെള്ളത്തിലുള്ള ആഴ്സനിക് വലിച്ചെടുക്കാനും മണ്ണിലുള്ള ആഴ്സനിക് വലിച്ചെടുക്കാനും ഈ ഫേൺ വർഗത്തിൽപ്പെട്ടത്. അതിപ്പോൾ അന്ന് അവർ ചൈനീസ് ബ്രേക്ക് ഫേൺ എന്നാണ് പറയുക. ഒരുപക്ഷെ ചൈനയിൽ നിന്ന് അങ്ങോട്ട് പട്ടക്കാളിൽ കൊണ്ടുവന്നായിരിക്കാം. എന്തായാലും അതിന് നല്ലൊരു ഓമന പേര് കിട്ടി. പക്ഷേ ചൈനയെ നമ്മൾ കുറ്റം പറയുന്നുണ്ടെങ്കിലും ആ ഫേണിൻ്റെ പേര് അങ്ങനെ തന്നെയായി. നമ്മുടെ സാധാരണ ഈ വെള്ളമൊക്കെ പോകുന്ന വഴിയിൽ അരുവിയുടെ സൈഡിൽ മാർഷി പ്ലേസിൽ ഒന്നും അല്ലെങ്കിൽ കിണറിൻ്റെ അകത്ത് ഇതൊക്കെ കാണുന്നില്ലേ? അപ്പം കിണറിനകത്ത് ഇത് കാണണമെങ്കിൽ എന്താ? ധാരാളം വളരണമെങ്കിൽ ഇപ്പം നേരത്തെ നമ്മൾ സൂചിപ്പിച്ച് കിണറ്റിലെ വെള്ളത്തിൽ ആഴ്സനിക് ഉണ്ടെന്ന്. അപ്പോൾ അത് വെള്ളം ലിറ്റ് ചെയ്യുമ്പോൾ അത് സൈഡിലേക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്യുമല്ലോ. അതുകൂടാതെ മണ്ണിലും ആഴ്സനിക് ഉണ്ട്. കിണർ വെട്ടി പാറ്റി താഴ്ത്തു കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ സൈഡിലുള്ള ചവിട്ടി ഇറങ്ങുന്ന പടിയിൽ ഒക്കെ ഈ ആഴ്സനിക്കിൻ്റെ ഉണ്ട്. അതുകൂടാതെ ഈ വെള്ളം സ്പില്ല് ചെയ്തിട്ട് അതും പറ്റിയിരിക്കും. അപ്പോൾ ചുരുക്കത്തിൽ അവിടെ നല്ല വളമാണ്. അപ്പോൾ ഫേണിനെ പറ്റി മനസ്സിലായിട്ടുണ്ടല്ലോ. ശരി, അത് ഒരു പഠനം നടത്തിയപ്പോൾ യൂറോപ്പ് മുഴുക്കെ അത് നോക്കിയിട്ടുണ്ട്. ആഫ്രിക്കയിൽ, ഓസ്ട്രേലിയയിൽ അവിടെ അതിനൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ ഹൈ ക്വാണ്ടിറ്റി ടോക്സിക് എലിമെൻ്റ് ആയിട്ടുള്ള ആഴ്സനിക്കിന് വലിച്ചെടുക്കാൻ അതിന് കഴിവുണ്ടെന്നുള്ള കാര്യം ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഇത് 2019 ഒരു അപ്ഡേറ്റിംഗ് വരെയാണ്. അപ്പോൾ പണ്ട് നടക്കുന്ന ഇങ്ങനെ പഠനം ഉണ്ടെങ്കിലും അപ്ഡേറ്റിംഗ് നടന്നു കഴിഞ്ഞു. ഏറ്റവും ഉഷാർ. ഇത് നമ്മൾ നേരത്തെ വായിച്ചതാണ്. എന്തായാലും അത് ഓരോരോ രാജ്യങ്ങളിൽ നടത്തിയ പഠന കാര്യങ്ങളൊക്കെയാണ്. പല ഡിസീസുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ ഹാർട്ട് ഡിസീസ് എന്ന് മാത്രം പറഞ്ഞാൽ ശരിയായിട്ടുള്ള സിസ്റ്റമിക് പതോളജിക്കൽ കണ്ടീഷൻസ് വരെ അത് നമ്മൾ കാണുന്നുണ്ട്, പഠനം നടത്തുന്നുണ്ട്. ആഴ്സനിക് ഇൻഡ്യൂസ്ഡ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ, ഇപ്പോൾ കാർഡിയോവാസ്കുലർ ഡിസീസിൻ്റെ മൊത്തത്തിൽ പറയുകയും ചെയ്തു. പിന്നെ ഡയബറ്റിസ് ഉണ്ടാക്കുന്നുണ്ട്, ഡെവലപ്മെൻറ്റൽ ഡിഫക്റ്റ് ശ്രദ്ധിച്ചു, ഡയബറ്റിസ്, പൾമിനറി ഡിസീസസ്. ഇപ്പോൾ നമ്മുടെ കൊറോണയിലേക്കും തിരിച്ചു പോകാല്ലേ. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണിത്? സ്പൈക്ക് പ്രോട്ടീനകത്ത് ആരെങ്കിലും നേരെ പരിശോധിച്ചിട്ടുണ്ട് എന്താണെന്ന്? അത് ഈ ചൈനക്കാരുമാരെന്തിനാണ് ഏതാണ്ട് 12 സ്റ്റേറ്റിൽ പിന്നെ എത്രയോ ഡിസ്ട്രിക്റ്റിലും അവിടെ അറ്റ്മോസ്ഫിയറിക്കിൽ ഉള്ളതും പിന്നെ അവിടെ വെള്ളത്തിലും മണ്ണിലും ഉള്ള ലെഡ് പഠനവിധേയമാക്കിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയാ? നമുക്ക് തന്നെ മനസ്സിലാവില്ല എന്തിനു വേണ്ടിയാണെന്ന്. ഇതൊക്കെ നമ്മൾ നേരത്തെ WHO ഒക്കെ ഇതിനകത്ത് കാരണം ആണായിട്ട് പറയുന്നുണ്ട് 10 മൈക്രോഗ്രാം ആഴ്സനിക്ക് 1 ലിറ്ററിലാണ് മിനിമം. അത് താന്ന് നീക്കണം. പക്ഷേ ഗൈഡ് ലൈൻസ് ഒക്കെ അവർ 1000 പ്രാവശ്യം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ സംഗതി നടക്കത്തില്ല. പ്രാക്ടിക്കലായിട്ട് ബുദ്ധിമുട്ടാണെന്ന് അവർ തന്നെ പറയുന്നു. ഡ്രിങ്കിങ് വാട്ടറിൽ പിന്നെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയത് ബംഗ്ലാദേശിലാണ്. എന്നിട്ട് ഇപ്പോഴും അവതാളത്തിൽ കിടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ആഴ്സനിക് കോൺസെൻട്രേഷൻ ആസ് റീസണബിളി ബി പോസിബിൾ ആൻഡ് ബിലോ ദി ഗൈഡ് ലൈൻസ്. അപ്പം 10 മൈക്രോഗ്രാം ആഴ്സനിക്കാണ് പിന്നെ 1 ലിറ്റർ വെള്ളത്തിൽ അവരൊരു മിനിമം പറിച്ചിരിക്കുന്നത്. സോറി അല്ല, ഒരു ലിമിറ്റ്. പക്ഷെ അതിൽ നിന്നും കുറച്ചുള്ളതാണ് പറയുന്നത്. ആസ് റീസണബിളി പോസിബിൾ. അതിന് ഏറ്റവും നമ്മൾ പറഞ്ഞതിനേക്കാളിലും അതിനും വീണ്ടും താഴത്തെ ഒരു മിനിമം അളവിലെങ്കിലും നിർത്തണമെന്നാണ് WHO അവസാനം പറഞ്ഞു വെച്ചിരിക്കുന്നത്.
million of people around the world are exposed to arsenic at concentration much higher than the guidelines of value. അപ്പോൾ 100 മൈക്രോഗ്രാം ഒരു ലിറ്ററിൽ വരെ എത്തിയിട്ടുണ്ടെന്ന് പറയുന്നത്. ലക്ഷക്കണക്കിന് ആൾക്കാർ ഇതുപോലെ ആഴ്സനിക്ക് കലർന്ന വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. ഇനി നമ്മൾ ഇപ്പോൾ ഒരു ബ്രേക്ക് ചെയ്തൊക്കെ വേണമല്ലേ, ഒരു 5 മിനിറ്റ് ഒരു ബ്രേക്ക് എടുത്തോളൂ. പിന്നെ അപ്പോൾ നിങ്ങൾക്ക് ഇതിനേറെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങളിപ്പോൾ ഒരു 1 man show ആയിട്ട് പോകണ്ട, അതിനകത്ത് കുറച്ച് ഐഡിയാസ് ഒക്കെ ഇട്ട് ഇതൊക്കെ വായിച്ച് നോക്കിയിട്ട് ഒന്ന് ഫോളോ അപ്പ് ചെയ്തോളൂ. 11:45 ആകുമ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം സാർ. ആട്ടോ, അല്ല ഞാനിപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് ഞാൻ ഇപ്പോൾ വരാം. യെസ് സാർ, യെസ് സാർ. ഓക്കെ പ്ലീസ്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു ടേബിൾ കാണിച്ചിട്ടുണ്ട്. അത് നമുക്ക് 2000, 2001, 2002 തിരുവനന്തപുരം, പുനലൂർ, കൊല്ലം, ആറ്റിങ്ങൽ ഈ ഭാഗങ്ങളിൽ ഒരു 6-നും 60 വയസ്സിനിടയിൽ പ്രായമുള്ള സ്ത്രീ പുരുഷന്മാരുടെ പല കാറ്റഗറിപ്പെട്ട ആൾക്കാർ. പക്ഷേ പ്രഗ്നൻസി ടൈമിൽ ഇത് ബ്ലഡിലെ ലെഡ് ലെവൽ പരിശോധിക്കാൻ പെർമിഷൻ ഡയറക്ടർ അന്ന് ഡോക്ടർ രാജിനും കുറച്ച് സമയത്തുണ്ടായിരുന്നു, അനുവദിച്ചില്ല. അവർ ഗവൺമെൻറ് പെർമിഷൻ വേണമെന്ന് എഴുതി. ഗവൺമെൻറ് തിരിച്ച് DMEക്ക് എഴുതി. DMEക്ക് തിരിച്ച് മറുപടി വന്നു. അത് എനിക്ക് എൻ്റെ ഒപ്പീനിയൻ ആണ്. ചുരുക്കത്തിലിട്ട് തത്തിക്കളിക്കുകയാണ്. 2002 അവസാനമായപ്പോഴും സെക്രട്ടറിയിൽ നിന്ന് കത്ത് വരുന്നു, അത് ഫൈനലായിട്ടുള്ള ഒപ്പീനിയൻ ഞാൻ പറയണം. അപ്പോൾ ഞാൻ വെച്ച് മതിയാക്കി. കാരണം 3 വർഷം കൊണ്ട് ഒരു ഉത്തരവിറക്കാൻ ഇവർക്ക് പറ്റിയിട്ടില്ലെങ്കിൽ ഇത് ആർക്ക് വേണ്ടി എന്നുള്ള ചിന്താഗതി എനിക്ക് വന്നു. കാരണം എനിക്ക് റിപ്പോർട്ട് കൊടുക്കേണ്ട സമയം കഴിഞ്ഞു. 1 ഗഡു പണമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. 2 ഗഡു സമയത്ത് ഈ ഭരണകർത്താക്കളുടെ തോന്നിവാസം കൊണ്ട് എനിക്ക് പറ്റിയില്ല. അത്രയും ലക്ഷം രൂപയാണ് എൻ്റെ കയ്യിൽ നിന്ന് ചിലവായത്. മൊത്തം 21,20,000 തന്നത്. 10 ലക്ഷം രൂപയാണ് ആദ്യം തന്നത്. പക്ഷേ റീജിയണൽ റിസർച്ച് ലാബിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സപ്പോർട്ട് വേണം, പിന്നെ കോളേജിലെ ഇൻസ്റ്റിറ്റ്യൂഷൻ സപ്പോർട്ട് 15% ആണ് 2 കോളേജിലായിട്ട്. അപ്പോൾ 30% പോയി. 10 ലക്ഷത്തിന് 30 പോയി. ബാക്കിയുള്ളതാണ് എൻ്റെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കേണ്ടത്. അവർ കൈന്നിട്ട് ചിലവാക്കി. പക്ഷേ അതെനിക്ക് പഠനം ഞാൻ പൂർത്തിയാക്കി. അതൊരു കാര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ ഇൻഡിക്കേഷൻ വന്നത് ആഴ്സനിക്കാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, തിരുവനന്തപുരത്ത് ആഴ്സനിക് ആൽബ് 200 കൊടുത്തപ്പോൾ കൊല്ലത്ത് ഒരാൾക്കും പുനലൂരിൽ ഒരാൾക്കും. അപ്പോൾ 200 പൊട്ടൻസി എനിക്ക് 2 ആൾക്കാരിൽ മാത്രമേ കൊടുക്കാൻ സാധിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ ഞാൻ പരിഗണിച്ചിട്ടുള്ളൂ. അപ്പോൾ ആഴ്സനിക് ആൽബ് വണ്ണം തിരുവനന്തപുരത്ത് 41 ആൾക്കാരിൽ, ആറ്റിങ്ങലിൽ 19 ആൾക്കാരിലും, കൊല്ലത്ത് 15 ആൾക്കാരിലും, പുനലൂരിൽ 22 ആൾക്കാരിലും, അങ്ങനെ മൊത്തം 97 ആൾക്കാരിൽ ആഴ്സനിക് ആൽബ് വണ്ണം വന്ന് കൊടുക്കാൻ പറ്റി. 10 ആണെങ്കിൽ 7, 18, 10, 7 അങ്ങനെ 42 പേർക്കാണ് പറ്റിയത്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ 149 ആൾക്കാരിലാണ് ആഴ്സനിക് ആൽബ് 2 തരം പൊട്ടസ്യായിട്ട് കൊടുത്തത്. വണ്ണം കൂടുതലുണ്ട്. അപ്പോൾ ബാക്കിയുള്ള എല്ലാം ലൈക്കോപോഡിയം 200, 1M, 10M, പ്ലംബം മെറ്റ് 200. അത് തിരുവനന്തപുരത്ത് പ്ലംബം മെറ്റ് 200 29 ആൾക്കാരിൽ, ആറ്റിങ്ങൽ 16, കൊല്ലത്ത് 9, പുനലൂരിൽ 4, അങ്ങനെ മൊത്തം 58 ആൾക്കാരിലാണ്. ഈ മൊത്തം രോഗികൾ എനിക്ക് 484 ആൾക്കാരിലാണ് എനിക്ക് 2ാമതും 3ാമതും കൂടി ബ്ലഡ് എടുക്കാൻ പറ്റിയത്. കാരണം ഫസ്റ്റ് ടൈമിൽ ഏതാണ്ട് 3 വർഷത്തെ പീരീഡിൽ കുറേ ആൾക്കാർ ഡ്രോപ്പ് ഔട്ട് ആയിപ്പോയി. കാരണം അവർക്ക് പഠനം വേറെ കോളേജിലൊക്കെ ആയി, സ്കൂളിലായി, ഇങ്ങനെ മാറ്റമൊക്കെ വന്നു, സുനാമിയായി, പിന്നെ എയ്ഡ്സിൻ്റെ ഇഷ്യൂ അവിടെ ഉണ്ടായി. ഇഞ്ചക്ഷൻ ബ്ലഡ് എടുക്കാനൊന്നും സംഭവിച്ചിട്ടില്ല. എന്നിരുന്നാലും തട്ടിമുട്ടിയൊക്കെ ഇത്രയൊക്കെ ആക്കി. പിന്നെ അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഇൻഡിക്കേഷൻ വന്നത് ആഴ്സനിക് ആൽബാണ്. അപ്പം നമ്മളിവിടെ ഒരു ആഴ്സനിക് ആൽബ് ഈ രോഗത്തിന് സെലക്ട് ചെയ്തത്. ഇതിന് മുമ്പും അട്ടപ്പാടിയിൽ കോളറാക്കി ആഴ്സനിക് ആൽബ് കൊടുത്തത് 22 വർഷമായിട്ട് നമ്മൾ പല പ്രാവശ്യം അറിഞ്ഞതാണ്. പിന്നെ കോളറ വന്നിട്ടില്ലല്ലോ. ടൈഫോയിഡിന് വേണ്ടി ആഴ്സനിക് ആൽബ് 200 കൊടുത്തത് ഫോർട്ട് കൊച്ചിയിൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ
ചിന്നിനം ആർട്സ് കാസർഗോഡ് സെർബറം മലേറിയയ്ക്ക് കൊടുത്തത്. അതിനു മുമ്പൊക്കെ കോഴിക്കോട്ട് പിന്നെ ഇസ്മയിൽ സേഠ് സാർ ഉണ്ടായിരുന്നപ്പം ഞാൻ തിരുവനന്തപുരത്തായിരുന്നു. അപ്പോൾ ഇവിടെ കൊടുത്തത് 13 ലക്ഷത്തിലേറെ ആൾക്കാർക്കാണ് അന്ന് ഫോസ്ഫറസാണ് കൊടുത്തത്. അപ്പോൾ ചെലിഡോണിയും ഫോസ്ഫറസും ആണെന്നൊരു ഇൻഡിക്കേഷനായിട്ട് വന്നത്. അപ്പോൾ മൊത്തത്തിൽ ടെക്സ്റ്റ് ബുക്ക് പറയാവുന്നതിൽ പിന്നെ അപ്പോൾ അതിന് കോറിക്ക് തന്നെയുണ്ട് ബീൽസ് ഡിസീസിന് ആഴ്സനിക് ആൽബം ഫോസ്ഫറസും പറഞ്ഞിരിക്കുന്നത്. അപ്പം അന്നത്തെ ഇൻഡിക്കേഷൻ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയും ഇതാണ് ഇപ്പോൾ പറയുന്നത് കുടുപ്പളം. അങ്ങനെ 13 ലക്ഷത്തിലേറെ ആൾക്കാർക്ക് കോഴിക്കോട് നടന്ന സംഭവത്തിന് ഈ പിന്നെ എലിപ്പനി ബീൽസ് ഡിസീസിന് സക്സസ് റേറ്റ് ആയിരുന്നു. പിന്നെ ഈ ഒളവണ്ണ പഞ്ചായത്തിലും ഇപ്പോൾ കൊടുത്തത് ഇപ്പറ്റോറിയ നമ്മുടെ ഡെങ്കി അതിനൊക്കെയാണ് സമയത്ത്. അപ്പോൾ ചുരുക്കത്തിൽ ഇവിടെ ഒരു പരാജയം വന്നിട്ടില്ല. ഇത്രയും പോസിറ്റീവായിട്ട് റിസൾട്ട് കിട്ടിയ സാഹചര്യത്തിൽ പോലും അട്ടപ്പാടിയിലെ കോളറ വന്ന് വിജയിപ്പിച്ചത് അന്ന് നായനാർ സാറായിരുന്നു ഉണ്ടായിരുന്നു അന്ന് മുഖ്യൻ. തിരുവനന്തപുരത്ത് പിന്നെ കോളേജിലെ പ്രിൻസിപ്പാളെ എന്നെയും വിളിച്ചിട്ട് സ്പെഷ്യൽ മന്ത്രിസഭ കൂടി ആദരിക്കുകയും ചെയ്തൊരു സാഹചര്യത്തിൽ അതേ ഇടതുപക്ഷ ചിന്താഗതിയുള്ള ആൾക്കാരാണ് ഇങ്ങനെ ജനത്തെ മാറ്റി നിർത്തിയിരിക്കുന്നത്. ജനത്തെ നമ്മളായിട്ട് വലിയൊരു ഗ്യാപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഹോമിയോപ്പതിക്കാരും പിന്നെ ഗവൺമെൻറ് അടുക്കണ്ട അല്ലെങ്കിൽ അകന്ന് നിന്നാൽ മതി എന്നുള്ള ചിന്താഗതി ഉണ്ടായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരും ഉറപ്പാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പല മരുന്നും സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫോസ്ഫറസ് ഒക്കെ 8 പേരിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിനായിട്ട് തന്നെ വർക്കൗട്ട് കൊടുത്തിരിക്കുന്നത്. അതാണ് റെപ്പർട്ടറി നോക്കിയിരിക്കുന്നത് കൊടുത്തു. പിന്നീട് ഇവിടെ ഒരു ചെറിയൊരു കമ്പാരിസൺ ഉണ്ട്. ഇവിടെ നോക്കുമ്പോൾ ചില കേസിൽ മരുന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ റീജിയണിൽ നോക്കുമ്പോൾ ബ്ലഡ് ബിഫോർ ട്രീറ്റ്മെൻറ്റ് ചെറിയ ഷേറിൻ്റെ കണ്ണ് കാണിച്ചു. ബിഫോർ ട്രീറ്റ്മെൻറ്റ് നോക്കുമ്പോൾ 0.7. അത് ആഫ്റ്റർ ട്രീറ്റ്മെൻറ്റ് 4.8 ആയി. അതുപോലെ ചില കേസിലൊക്കെ ഇപ്പോൾ ഉദാഹരണമായിട്ട് 5.2 ആയിരുന്നു ബിഫോർ ട്രീറ്റ്മെൻറ്റ്. നമ്മൾ ബ്ലഡ് ലെവൽ പരിശോധിച്ച ശേഷമാണ് മരുന്ന് കൊടുക്കുക. 5.2 ആയിരുന്നത് 3.9 ആയിട്ട് കുറഞ്ഞു. 1.5 ആയിരുന്നത് 1.3 ആയിട്ട് കുറഞ്ഞു. പിന്നെ 1.8 ആയിരുന്നത് 0 ആയിട്ട് കുറഞ്ഞു. 0.8 ആയിരുന്നത് 0 ആയിട്ട് കുറഞ്ഞു. അങ്ങനെ വേറൊരു 0 ആയിട്ട് കുറഞ്ഞു. ഇവിടെ 0.9 ആയിരുന്നത് 9.4 ആയിട്ട് വർദ്ധിച്ചു. അപ്പോൾ ഇവിടെ 2-3 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹോമിയോപ്പതി അഗ്രവേഷൻ എന്നുള്ളത് അത് നമ്മൾ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. അല്ലെങ്കിൽ മിക്ക ഡോക്ടറും ഒബ്സർവേഷൻ നടത്തുന്ന ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ ഒരു കെമിക്കൽ ഒരു ബ്ലഡിൽ ഒരു ഹെവി മെറ്റൽസ് കൂടി കുറഞ്ഞതായിട്ടാണ് നമ്മൾ കാണുന്നത് ഭൂരിപക്ഷ കേസിലും. അതേസമയം വർദ്ധിച്ചതായിട്ടും കാണുന്നു. അപ്പോൾ അവിടെ ഹോമിയോപ്പതി അഗ്രവേഷൻ എന്ന് പറയുമ്പോൾ ഈ സാഹചര്യമുണ്ട്. ഒന്നാമത് ഈ എല്ലാ സാഹചര്യങ്ങളും എക്സ്പോസ് ചെയ്തിട്ടാണ്. നേരത്തെ നമ്മളിവിടെ സൂചിപ്പിച്ചു, അച്ഛനും അമ്മയ്ക്കും ഈ എക്സ്പോഷറുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ മക്കൾക്ക് ഇതുപോലുള്ള കുഴപ്പമുണ്ടാകുന്നു. അത് നമ്മൾ പഠനവിധമാക്കിയിട്ടുണ്ടല്ലോ, അത് തെളിഞ്ഞിട്ടുണ്ട്. അതിവിടെ നമ്മൾ വേറൊരിടത്ത് പോയിന്റ് ചെയ്തിട്ടുണ്ട്. അച്ഛനോ അമ്മയ്ക്കോ ലെഡുമായിട്ടുള്ള എക്സ്പോഷർ ഉണ്ടായിരുന്നോ, ഒരു മെക്കാനിക്കായിരുന്നോ, ഈയം പൂശുന്നവരായിരുന്നോ, ഇത് നമ്മൾ അറിയേണ്ട ഒരു സത്യം ഞാൻ പറയാം. ഏതായാലും പണം അടച്ച് നമ്മളിവിടെ കയറിയല്ലോ, ഒരു സത്യം അറിയണമല്ലോ. നല്ലപോലെ ചാരായം കുടിക്കുന്നവർ ബ്ലഡ് ലെവൽ ഉണ്ടായിട്ടില്ല. ഈയം പൂശുന്ന ആൾക്കാർക്ക് ധാരാളം ബ്ലഡ് കയറാൻ സാധ്യതയുണ്ടല്ലോ. നമ്മുടെ ഈയം പൂശുന്ന ഒരു ചടങ്ങ് പിന്നെ ചെമ്പ് പാത്രങ്ങളൊക്കെ. അങ്ങനെ തിരുവനന്തപുരത്ത് ചാലയിൽ ഒരു ഗ്രൂപ്പുണ്ട്, 10-28 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ്. അതുപോലെ കൊല്ലത്ത് ഞങ്ങൾ അടുത്ത് അന്വേഷിച്ചു പോയി. ഓരോ ഏരിയയിലുള്ള ആൾക്കാരിൽ വ്യത്യസ്ത സാഹചര്യത്തിൽ അവിടുത്തെ ജീവിത രീതിയിൽ ഇവരുടെ ബ്ലഡ് ലെവൽ എത്രയാണ്. കൊല്ലത്ത് ഒരു ടീമുണ്ട്, അവർ 36 പേരങ്ങളുണ്ടായിരുന്നു. ആ ഒരു ടീമിൽ ഏതാണ്ട് ഭൂരിപക്ഷം ആൾക്കാർ വന്നു. അപ്പോൾ ഇത് കമ്പയർ ചെയ്തപ്പോൾ അവരുടെ ബ്ലഡിലെ ലെഡ് ലെവലുകൾക്ക് സാധാരണ ആളുകളെക്കാളും വളരെ വളരെ കുറവാണ്. അപ്പം ഞാൻ നേരിട്ട് അവിടെ പോയി.
ആ, അല്ല എന്താ സാറേ, നിങ്ങളുടെ ആൾക്കാരൊക്കെ വന്നിരുന്നു. ആ ആ സാറിനെ ഇപ്പോൾ കാണാൻ പറ്റി. അല്ല, ഞാൻ അന്വേഷിക്കാൻ വന്നത് വേറെ കാര്യത്തിലാണ്. എന്നോട് തമാശ പോലെ ഉത്തരം തന്നാൽ മതി കേട്ടോ. ഇവിടെ ചാരം കുടിക്കാത്തവരാരെങ്കിലും ഉണ്ടോ? അവർ ചിരിച്ചിട്ട് പറയാം, ഉം, എന്താ എക്സൈസ് വേണ്ടിട്ട് പണി കൊടുക്കാനാണോ? അല്ല, ഞാൻ മനസ്സിലാക്കിയിട്ട് ഞങ്ങളൊക്കെ വിചാരിച്ചു ഈ ചാരം കുടിക്കുന്ന ആൾക്കാരിലൊക്കെ ഈ ലെഡിൻ്റെ അളവും മറ്റുള്ള കുഴപ്പങ്ങളൊക്കെ കൂടുതലായിരിക്കും. ആഹാ, അതെന്താ? എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയാം, നിങ്ങൾ അതിൻ്റെ നേതാവല്ലേ, അല്ലെങ്കിൽ മൂശാരി, അതായത് അവിടുത്തെ ഒരു ടീം ഹെഡിനെയാണ് പിന്നെ മൂശാരി എന്നൊക്കെ പറഞ്ഞു. ആ, ആ, അല്ല സാർ, പിന്നെ സാറെന്ന് ഇതിൽ വിളിക്കൊന്നും വേണ്ട, നിങ്ങൾ മൂശാരി എന്ന് വിളിച്ചാൽ മതി എന്നായി. അപ്പം ഞാൻ ചോദിച്ചത്, ഇല്ലെന്നേ, ഞങ്ങൾക്ക് ഇതിന് കിട്ടിയില്ല. ഞങ്ങൾക്ക് ഓരോ ദിവസം ഞങ്ങൾ 1-1.5 ലിറ്റർ വരെ കുടിക്കണം. അതിൽ പൈസ കിട്ടുമ്പോൾ നമ്മൾ കൂടുതൽ കുടിക്കും, അത് വേറെ കാര്യം. അപ്പോഴാണ് ഇതിന് സത്യം മനസ്സിലാക്കുന്നത്. ഈ മദ്യം ബ്ലഡിലെ ലെഡ് ലെവൽ റെഗുലേറ്റ് ചെയ്യാൻ കൊള്ളാവുന്നത്. അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വായിച്ച് പഠിക്കാനില്ല, സ്വന്തം അനുഭവത്തിലൂടെ അത് ബോധ്യപ്പെട്ടതാണ്. അതുകൊണ്ട് എല്ലാവരും കുടിയന്മാരായി മാറണമെന്ന് ഞാൻ പറയുന്നില്ല. കുടിക്കുന്നവർ ഭാഗ്യവന്മാരാ, ലെഡ് കുറഞ്ഞിരിക്കും. അതുകൊണ്ട് മറ്റുള്ള രോഗങ്ങൾ കുറഞ്ഞിരിക്കും. അപ്പം ലെഡിന് രോഗം ചികിത്സയ്ക്ക് ലെഡിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടി കൊടുത്ത മരുന്നാണ് ആഴ്സനിക്. അവർക്ക് എക്സ്പോഷർ വേറെ ആഴ്സനിക് കിട്ടും, അതുകൊണ്ട് വേറെ രോഗങ്ങൾ ഉണ്ടാകാം. പക്ഷേ ഈ ഒരു വലിയൊരു സത്യം കൂടി എനിക്ക് ആ നാട്ടുകാർ എന്നെ പഠിപ്പിച്ചു തന്നു. അപ്പോൾ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, നമുക്ക് ചില തോതിൽ ഈ വലിയ ഗ്യാപ്പിലാണ് പോകുന്നത്. കാരണം ഒരു ഏരിയയിൽ ബ്ലഡ് എടുത്തിട്ട് പരിശോധിച്ച് കിട്ടണമെങ്കിൽ 30 ദിവസമെങ്കിലും ആ ഒരു ഗ്രൂപ്പിൽ വേണം. ആ 30 ദിവസത്തെ ഗ്യാപ്പ് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഓരോ ഏരിയ സെലക്ട് ചെയ്യുന്നത്. അന്നത്തെ വാർഡായിട്ട് ഇത്രയും ആൾക്കാർക്ക് സ്കാറ്റേഡ് ആയിട്ട് കിടക്കില്ലേ. അപ്പോൾ മെക്കാനിക്കിനെ മാത്രം തിരഞ്ഞു പിടിച്ച് വേറെ അയാളെ കിട്ടത്തില്ല. പിന്നെ അയാൾക്ക് തോട്ടം തൊഴിലാളിയാണെങ്കിൽ അയാളെ കിട്ടത്തില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നമുണ്ട്. അപ്പോൾ ഇത് സംഭവിച്ചത് പല കാറ്റഗറിപ്പെട്ട ആളെ തിരഞ്ഞു പിടിച്ചിട്ട് നമ്മൾ നോക്കിയത് കൊണ്ടാണ്. അത് വേറൊരു ചാർട്ടിനകത്തുണ്ട്, ഏതൊക്കെ കാറ്റഗറിപ്പെട്ട ആൾക്കാരെ നമ്മൾ നോക്കി. അപ്പം നമുക്കിപ്പോൾ അറിയേണ്ടത്, ഈ ആഴ്സനിക്ക് കൊടുത്തിട്ട് ഗുണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏതടുത്തും നമുക്ക് വെല്ലുവിളിച്ചുകൊണ്ട് പറയാം. പക്ഷെ നമ്മൾ സെക്രട്ടേറിയറ്റിൻ്റെ പടി കയറ്റത്തില്ല. അതിന് നമുക്ക് വേറെ വിദ്യ എൻ്റെ മനസ്സിലുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ 1 മാസത്തിനുള്ളിൽ ഒരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞത് കൊണ്ടാണ്. അപ്പോൾ അതിനകത്ത് ബാക്കിയുള്ള ആളുകളും കൂടി ഒന്ന് അറിയാൻ വേണ്ടിയാണ് എന്തിനാണ് ഈ ആഴ്സനിക്ക് ഇമാർ കൊടുക്കുന്നത്. ആഴ്സനിക്ക് ഇത്ര വലിയ വിഷമുള്ളതൊക്കെയാണ്. അത് മരത്തിൻ്റെ കേട് മാറ്റാനുള്ളത്, ഈ പിന്നെ പ്രാണിയെ കൊല്ലാൻ, അങ്ങനെയുള്ള അപകടം പിടിച്ച സാധനം കൊണ്ടിട്ട് മനുഷ്യന് കൊടുത്തിട്ട് കുഴപ്പം കാണിക്കുന്നതല്ലേ എന്നുള്ള ആക്ഷേപമുണ്ട്. ഇത് സാധാരണ സത്യം പറയുകയാണെങ്കിൽ കേൾക്കുന്നവർ അംഗീകരിച്ചോളൂ. പക്ഷെ ഇവിടെ ഇത് ബ്ലഡിലെ ലെഡ് ലെവലും കൂടെ കുറയ്ക്കാൻ ഇത്രത്തോളം കുറച്ചത് ഇന്ന മരുന്നുകളുണ്ടാകുന്നതും കൂടി അറിയുമ്പോൾ, ഇനി വേറെ തമാശ കൂടെ പറഞ്ഞുതരാം. അത് ബാക്കി മറ്റുള്ള സുഹൃത്തുക്കൾ അറിയാൻ വേണ്ടിയാണ്. ഹോമിയോപ്പതി ഡോക്ടർക്ക് വേണമെന്നില്ല, എന്നാലും ശ്രദ്ധിക്കുക. ഇപ്പോൾ 1000 ആവർത്തിച്ച മരുന്ന് ആഴ്സനിക് ആൽബ് 1000 ആവർത്തിച്ചത്, അത് ഇത്ര ആൾക്കാർക്ക് നമ്മൾ 97 കൊടുത്തു. അതിലെ ബ്ലഡ് ലെവൽ കുറഞ്ഞ കഥ വേറെ ഉണ്ട്. ഇപ്പോൾ എനിക്ക് 2 ആഴ്ചയ്ക്കും 24 ദിവസത്തിനുള്ള മാക്സിമം ഒരു ചാർട്ടിനകത്ത് ഇട്ടില്ല. അപ്പോൾ ആ ചുരുങ്ങിയ സമയം കൊണ്ട് കുറയുന്നതെങ്കിൽ ബ്ലഡിലെ ലെഡ് കുറയുന്നു. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഒരാൾക്ക് 32 മൈക്രോഗ്രാം ലെഡിലുണ്ട്. അച്ഛനെയും അമ്മയും ഇനി അവനെ അറിയാത്ത ഭാഷയില്ല, ലോകത്ത് ഒരു ഡിക്ഷണറിയിൽ അവൻ പറയുന്ന വാക്കില്ല. അങ്ങനെയുള്ള ഒരു സ്വഭാവക്കാരൻ എന്നോട് വരെ പറയാണ്, നോക്കുമ്പോൾ ഇനി തനിക്ക് ഞാൻ എത്ര പണം ഉണ്ടാക്കി തരുള്ളൂ, ഈ വാക്കാണ് എന്നോട് ആദ്യമേ പറയുന്നത്. പക്ഷെ അയാൾ തന്നെ ആരും അറിയാതെ പോയിട്ട് രണ്ടാമത് റിപ്പീറ്റ് ചെയ്ത് 8.2 കുറഞ്ഞു. ഇപ്പോൾ പയ്യൻ നല്ല അന്തസ്സായ രീതിയിൽ ഒരു സ്വന്തമായിട്ട് പിന്നെ ഈ ഇതിൻ്റെ കമ്പ്യൂട്ടറൊക്കെ എല്ലാം കളഞ്ഞിട്ട് കമ്പ്യൂട്ടർ ആക്സസറീസ് ഇപ്പോൾ നടത്തുന്നു. സോൾഡറിങ് ഒക്കെ ആയിരുന്നു എൻ്റെ പണി. ഏത് തല്ലിപ്പൊളി കമ്പ്യൂട്ടർ കൊണ്ട് കൊടുത്താലും അവൻ നന്നാക്കി തരും. പക്ഷേ അവൻ്റെ ചാർജ് നീട്ടുള്ള ബോധം കൊടുക്കും. നിനക്ക് സംഭാവന കിട്ടിയില്ലേ, സൂക്ഷിക്കേണ്ടതല്ലേ, എനിക്കിതാ 2 ലക്ഷം രൂപ. ഇങ്ങനെയാണ് അവൻ്റെ ഭാഗ്യം. അത്രയ്ക്ക് ഒരുതരം ക്രിമിനൽ സ്വഭാവമായിരുന്നു, ആൻറ്റി സോഷ്യൽ. അച്ഛനും അമ്മയും നാട്ടുകാരെ പറ്റി അവൻ തെറി പറഞ്ഞ ഒരു കുന്നുകളയും. പക്ഷെ ഇപ്പം എന്താ സൂപ്പർ മര്യാദ. 32 ആള് 8.2 കുറഞ്ഞില്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് കുറയ്ക്കാൻ പറ്റുമായിരുന്നു കൊണ്ട് തന്നെ. അപ്പോൾ ഈ ആഴ്സനിക് ആയപ്പോൾ അവിടെ ഇൻഡിക്കേഷൻ വന്നതിൻ്റെ പിന്നിലുള്ള പിന്നിലേക്ക് പോകുമ്പോൾ ഈ ഹെവി മെറ്റൽ ടോക്സൈഡ് ഏറ്റവും പ്രധാനപ്പെട്ട ലെഡും ഇപ്പം നമ്മൾ സംസാരിക്കുന്ന ആഴ്സനിക്കും, ഇത് രണ്ടും ഇല്ലാത്ത ഏതെങ്കിലും ഒരു മനുഷ്യന്
ജനിച്ച് വീണ് അല്ലെ ഇൻട്രായൂട്രൽ ലൈഫിൽ തന്നെ. അപ്പം ഒരു പരീക്ഷണം നടന്നിട്ടുണ്ട് സിൻസിനാറ്റിയിൽ, അമേരിക്കയിൽ, പഠനവിധേയമാക്കി. അത് പൊക്കിൾ കൊടിയിൽ നിന്ന് തന്നെ ബ്ലഡ് ശേഖരിച്ചു. അതിലുള്ള ലെഡ് ലെവൽ കൂടിയ ആൾക്കാരെ മുഴുവൻ ഒരു പഠനവിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് 40, 42, 30 വയസ്സിന് പ്രായം ആകുമ്പോഴൊക്കെ, അല്ലെങ്കിൽ വല്ലാത്ത ക്രിമിനൽ സ്വഭാവം കാണിച്ചവരൊക്കെ ഈ റെക്കോർഡ് അവർ പരിശോധിച്ചു. അപ്പോൾ ഏറ്റവും കൂടുതൽ ബ്ലഡിൽ ലെഡ് ലെവൽ ഉള്ളവർ കൂടുതൽ അക്രമാസക്തി, ക്രിമിനൽ റിപ്പീറ്റഡ് ആയിട്ട് ക്രിമിനാലിറ്റിയിൽ പിടിക്കപ്പെട്ടു. അത് പഠനമൊക്കെ നടന്നിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ക്രിമിനൽ സ്വഭാവം, അതോടൊപ്പം തന്നെ ആൻറ്റി സോഷ്യൽ ആക്ടിവിസം, ഈ മുഖം മുദ്രയായിട്ട് നടക്കുന്നവരെല്ലാവരെയും നമുക്ക് മനസ്സിലാക്കാവുന്നത് ഇത്തരം വിഷമുള്ളവരാണ്. അതിനോടൊപ്പം ആഴ്സനിക്കും കൂടി ആയിക്കഴിഞ്ഞാലും ആഴ്സനിക്കത്തിൻ്റെ ടോക്സിസിറ്റി കുറയ്ക്കാൻ ആഴ്സനിക്കിന് കഴിവുണ്ടെന്നുള്ള ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഫാക്ടറാണ്. അത് നമ്മൾ തെളിയിക്കാൻ ലാഭില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഇവിടെ നമുക്ക് അനുമാനിക്കാം, ആഴ്സനിക്കിൻ്റെ ഹൈ പൊട്ടൻസ് കൊടുക്കുമ്പോൾ ആഴ്സനിക്കിൻ്റെ ലോ പൊട്ടൻസ് ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ മെറ്റീരിയൽ ആയിട്ട് കടന്നുകൂടിയ ആഴ്സനിക്കിൻ്റെ ദോഷം മാറ്റാൻ സാധിക്കുന്നുള്ള കാര്യം അടിവരയിട്ട് ആണയിട്ട് പറയാൻ യോഗ്യതയുള്ളവരാണ് ഹോമിയോപ്പതി ഡോക്ടർമാർ. അപ്പോൾ അത് രണ്ട് കേസിൽ, രണ്ട് മേജർ ഹെവി മെറ്റൽസ് കുറയ്ക്കാനും ഇപ്പം നമ്മൾ പേടിച്ചുകൊണ്ടിരിക്കുന്ന കൊറോണയെ, ഇനി ഹോമിയോപ്പതിക്കാർക്ക് എന്താണ് പേടിക്കാനുള്ളത്? ആധികാരികമായിട്ട് തെളിയിച്ച മരുന്ന് സെൻട്രൽ കൗൺസിൽ ഓഫ് റിസർച്ച് ഇൻ ഹോമിയോപ്പതി ഇനി 100% എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? 80-ന് മുകളിൽ എന്തെങ്കിലും റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് 100% തന്നെയാണ്. നമ്മൾ സാക്ഷരതയുടെ കേസിൽ നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയല്ലേ. അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിയൊക്കെ എന്താ ഇത് 100% എന്ന് പറയാൻ എന്താ പടി, അംഗീകരിക്കാൻ എന്താ പടി? അപ്പോൾ അതിനെയൊക്കെ അങ്ങോട്ട് ചവിട്ടി എറിഞ്ഞിട്ട് വരട്ടെ, ഞങ്ങൾക്ക് കുറച്ച് എന്താ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനുണ്ട്. അതൊരു വെയിറ്റ്. ശരി, ജനങ്ങൾ ഇനി ഇറങ്ങും താമസിയാതെ. ജനങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നാൽ ജനങ്ങൾ ദുരിതം ഒഴിവായി കിട്ടി. അപ്പോൾ ഇതിൽ ആധികാരികത ഇവിടെയാണ് വന്നത്. ആഴ്സനിക്കാൻ ചുമ്മാതെ ഒരു ദിവ്യൻ ഒരാൾ പറഞ്ഞത് എല്ലാവരും അംഗീകരിച്ചിട്ട് പോകുന്നതല്ല. അതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രീയത ഒരുപക്ഷെ ഈ സെൻട്രൽ കൗൺസിൽ ഓഫ് റിസർച്ച് ഇൻ ഹോമിയോപ്പതിയിലെ സബ്ജക്ട് എക്സ്പേർട്സ് അറിഞ്ഞിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരു പണി നടന്നിട്ടുള്ള കാര്യം. അപ്പം ഇത് തന്നെ ഈ ലോകത്ത് എവിടെയും ഈ കൊറോണ അല്ല, ഇനി വരാൻ പോകുന്ന എത്രയാണ്? 830 ലക്ഷം കോടി, 380 ലക്ഷം കോടി വൈറസും കൊണ്ടാണ് ഞാൻ നടക്കുന്നത്. എൻ്റെ ശരീരത്തിന് സുരക്ഷിതമാണ്. കാരണം സൈഡ് എഫക്റ്റ് ഉണ്ടാക്കുന്ന ആഴ്സനിക്കൊക്കെ എന്നെ ബാധിക്കത്തില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നമ്മളെല്ലാവരും കഴിക്കത്തില്ല ആഴ്സനിക്കാർക്ക്. അപ്പോൾ ഞാനിപ്പം വണ്ണം പൊട്ടൻസിയൊക്കെ ഇടയ്ക്കുള്ള സമയത്ത് കഴിക്കുക. എനിക്കൊരു ഉറക്കം നഷ്ടപ്പെടുന്ന സ്വഭാവമുണ്ട്. ലേറ്റായിട്ട് കിടന്നാൽ ഉറക്കം വരില്ല. ഈ ഒരു തോന്നിവാസം കൊണ്ടേ ഉള്ളതാണ്. അന്നേരം ഞാൻ 74 തന്നെ ആഴ്സനിക്കാർക്ക് എൻ്റെ മരുന്നായിട്ട് ഞാൻ ഉപയോഗിച്ച ആളാണ്. അപ്പോൾ അതിനുള്ള വൈകല്യങ്ങൾ സ്വാഭാവികമായിട്ട് കുറയാനും കാരണം അതാണ്. ആഴ്സനിക്കിന് ഒരുപാട് വേറെ അപകടം പിടിച്ച വൈകല്യങ്ങളൊക്കെ ഉണ്ട്. സിംറ്റംസ് വായിച്ചാൽ അറിയാം. അതൊന്ന് സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഒരു ടെൻഷനോ ഒരു ബേജാറോ ഒരാളെ പറ്റിക്കണമെന്നോ പണമോഹോ ഒന്നും ഇല്ല. അത് ഇതുകൊണ്ട് തന്നെയാണ്. ആഴ്സനിക്കാർക്ക് കഴിച്ചതുകൊണ്ടാകണമെന്നുള്ള 100% വിശ്വസിക്കാം. ടെക്സ്റ്റ് ബുക്കിൽ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇത്തരം സ്വഭാവമില്ല ആളുകൾ സമൂഹത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തുള്ള സർക്കാർ ഡിസ്പെൻസറി, സർക്കാർ ആശുപത്രി, അല്ലെങ്കിൽ ആരുമില്ലെങ്കിൽ കിട്ടുന്നില്ലെങ്കിൽ ദൂരെയാണെങ്കിൽ നിങ്ങളുടെ അയൽക്കാരനായ ഹോമിയോ ഡോക്ടറെ കണ്ട് കാര്യം പറയുക, ഡോക്ടറെ എനിക്ക് ഇത്തിരി അത്യാഗ്രഹമുണ്ട് കേട്ടോ. എനിക്ക് മാത്രമല്ല, എൻ്റെ ഭാര്യയുണ്ട്, അവിടുന്ന് കണ്ടുപിടിച്ച് ഞാൻ എനിക്ക് ഒരു 500 സാരി വാരിച്ചിട്ടാലും ദാരിദ്ര്യം പറയും, എനിക്ക് സാരി തന്നില്ലേ എന്ന്. അവർക്കൊക്കെയാണ് വേണ്ടത് ഈ ആഴ്സനിക്കാർക്ക്. എന്തൊക്കെ ചെയ്യാൻ പറ്റും ആഴ്സനിക്കാർക്ക് കൊണ്ട്? അത് നമുക്ക് ആളുകൾ വരട്ടെ, ആളുകളുടെ സ്വരൂപതെല്ലാം ശരിയാക്കാം. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. ഒരു കാര്യം കൂടെ പറയാം. ഈ ആഴ്സനിക്കാരിൽ നിന്നുള്ള മരുന്ന് ഓരോരുത്തരും 5 ദിവസം 7 ദിവസം കൂടുമ്പോൾ അങ്ങോട്ട് കഴിപ്പിക്കുക. ജനത്തിന് ഇതെന്താ അറിയാം, ഒരിക്കലും ചെയ്യരുത്. നാനോ പാർട്ടികളുള്ള ഈ 1000 ആവർത്തിച്ച മരുന്നിനകത്ത് ഒന്നിന് ശേഷം 9999 പൂജ്യം ഇട്ടാൽ കിട്ടുന്ന സംഖ്യയിൽ ഒരു അംശം മാത്രമേ ഉള്ളൂ നമ്മളെ പേടിപ്പിച്ച ഈ വിഷം, ആഴ്സനസ് ഓക്സൈഡ്. ഈ ആഴ്സനസ് ഓക്സൈഡ് കൊണ്ടിട്ട് അവർ എന്തൊക്കെയാ അത്ഭുതങ്ങൾ ചെയ്യുന്നത്. കീമോതെറാപ്പിക്ക് 95% കീമോതെറാപ്പിയിൽ ആഴ്സനിക്കിട്ടുണ്ട്. പിന്നെ ഒരു പ്രത്യേക ക്യാൻസർ, ലുക്കീമിയ, അതിനുവേണ്ടി ഇതാ കൊടുക്കുന്ന ഇഞ്ചക്ഷൻ അടിച്ച് കയറ്റുന്നുണ്ട്. ഏതാണ്ട് 241 സൈഡ് എഫക്റ്റ് അസലായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ അവർക്ക് ചെയ്യാം, നമ്മൾ ആ കുറ്റക്കാരൻ. അത് അവരുടെ രീതി. അത് ജനങ്ങളാണ് നോക്കി നിയന്ത്രിക്കേണ്ട, സർക്കാർ ഇത് ഇടപെടില്ല.
അപ്പോൾ പിന്നെ ഇവിടെയാണെങ്കിൽ 2 മൈക്രോഗ്രാം ഇൻ ഡയമീറ്ററിൽ ആ വായുവിലുള്ള വെള്ളം വായു മലിനീകരണത്തിന് ഈ ആഴ്സനിക്ക് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുള്ള കാര്യമാണ്. ഇപ്പോൾ ഇനോർഗാനിക് ഫോമിലാണ് കാണുന്നത്. അത് ഏതായാലും രണ്ടും ഇനോർഗാനിക് ആണെങ്കിലും ഓർഗാനിക് ആണെങ്കിലും ഈക്വലൻ്റ് ആയിട്ട് റെസ്പോൺസിബിൾ ആണ്. അപ്പോൾ ഈ പൊല്യൂഷനെ പറ്റി ലോകത്തിൽ 1ാം സ്ഥാനം കിട്ടിയ റെക്കോർഡൊക്കെ നമുക്കുണ്ട്. ഡ്രിങ്കിങ് വാട്ടറിനകത്തുകൊണ്ട് 10 മൈക്രോഗ്രാം പെർ ലിറ്ററിൽ കൂടാൻ പാടില്ല. പക്ഷെ ഇനി അവർ തന്നെ തോറ്റിരിക്കുകയാണ്, ഇത് സാധ്യമല്ലാത്ത കാര്യം. ഇനി അടുത്തൊരു സെക്ഷനിൽ അത് ഒരു ചോദ്യത്തിൻ്റെ ടൈമായി താങ്കൾ പറഞ്ഞു. ഇനി ചില ചെടികളിലൊക്കെ പറയുന്നുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചതാണ്. പുതിയ ആൾക്കാരെ അടുത്ത ടൈമിൽ ഞാൻ കാണിച്ചു തരാം. മണ്ണിൽ വളരുന്ന ചില ചെടികളുണ്ട്, നല്ല ഐശ്വര്യമായിട്ട്. ആ ചെടികളിൽ ഏതാനും ചില ചെടികളെ ഉപയോഗിച്ചിട്ട് ഈ പറഞ്ഞ വിഷങ്ങളെല്ലാം നമുക്ക് അബ്സോർവ് ചെയ്തെടുക്കാം. അതുപോലെ വെള്ളത്തിലും പ്രത്യേക ചെടികളുണ്ട്, അത് ഉപയോഗിച്ചിട്ട് ഹെവി മെറ്റൽസ് ഒക്കെ അബ്സോർവ് ചെയ്യാം. പക്ഷെ അബ്സോർവ് ചെയ്ത ചെടികൾ അവിടെ അടുത്ത പറമ്പിൽ കൊണ്ട് വലിച്ചെറിയരുത്. ആ ഉത്തരവാദിത്വം കാണിക്കണം. ഉണക്കി പൊടിച്ചിട്ട് ഡ്രമ്മിലാക്കിയിട്ട് കടലിൽ പോകുമ്പോൾ അവിടെ കൊണ്ട് കളയണം. അത്രയും ഒരു ഉപകാരം കൂടെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നാടിനെ നന്നാക്കാനും ഓരോരുത്തർക്കും വലിയ സ്ഥാനങ്ങൾ അത് അംഗീകരിക്കാം. ഇപ്പം എയർ പൊല്യൂഷന് മരങ്ങൾ നട്ടുപിടിപ്പിക്കുക, അതേ ഒരു സോഴ്സുള്ളൂ, അല്ല വേറെ മാർഗ്ഗമില്ല. അവിടെ പോയിട്ട് സിറിഞ്ച് വെച്ചിട്ട് ലെഡ് ഞാൻ വലിച്ചെടുത്തു എന്ന് പറയാൻ അവിടെ പറ്റുകയില്ല. അതുകൊണ്ട് ദയവായിട്ട് മരം നട്ടുപിടിപ്പിക്കുന്ന യജ്ഞത്തിൽ കൂടെ കൂടണം. കഴിഞ്ഞ വർഷത്തെ UN പ്രോഗ്രാം എന്ന് പറയുന്നത് പിന്നെ ഇത് വൃക്ഷലതാദികളുടെ ആരോഗ്യ സംരക്ഷണം, ഹെൽത്ത് ഓഫ് ദി പ്ലാന്റ് ഹെൽത്ത്. അപ്പോഴാണ്. പക്ഷെ നമ്മളതിന് മുമ്പ് തന്നെ നമ്മൾ വിഷയം അവതരിപ്പിച്ചിട്ടുണ്ട്. സകല ജന്തുജീവികളുടെ സംരക്ഷണമാണ് ഹോമിയോപ്പതി കൊണ്ട് സാധിക്കുമെന്നും അത് നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്നതാണ്. അത് നമ്മുടെ പ്രഖ്യാപിത ലക്ഷ്യം തന്നെയാണ്. അപ്പോൾ അത് മറ്റുള്ള സുഹൃത്തുക്കളോട് പങ്കുവയ്ക്കുന്ന ഒരു കാര്യം കൂടി ഞങ്ങൾ ഇതിൻ്റെ ഒപ്പം ചെയ്തോട്ടെ. ഏതായാലും ഇനി അടുത്ത് നമുക്ക് ചോദ്യോത്തരത്തിലേക്ക് കടക്കാം. പിന്നെ എല്ലാവരും അത് ആക്റ്റീവായിട്ട് ഇടപെടണം എന്നുള്ള അഭ്യർത്ഥന. ഓക്കെ, ശ്രദ്ധിച്ചതിന് ഇത്ര നേരം പല ഐഡിയാസും ഒക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാകും. അതൊക്കെ എനിക്ക് കേൾക്കാനും എനിക്ക് അറിയാവുന്ന ചോദ്യങ്ങളെ ഉത്തരം പറയാനും തയ്യാറാണ്. പ്ലീസ് ഓരോരുത്തർ ഹാൻഡ് റേസ് ചെയ്തിട്ട് ചോദിക്കുക. പേര് വിളിക്കുന്നില്ല, കാരണം ഹാൻഡ് റേസിങ് ചെയ്തതിൻ്റെ ഇത് സെക്ഷൻ ബ്ലോക്ക് ആയിരിക്കുക. ഈ ഫൈറ്റോ റെമഡിയേഷൻ്റെ ആണ്. അപ്പോൾ അത് ഉദാഹരണമായിട്ട് ചോദിച്ചോളൂ കേട്ടോ, ഞാനിത് കണക്കാക്കുന്നതാണ്. ഇതല്ലേ ആഴ്സനിക്, ഈ ചെടി കടുക് ചെടിയാണ്. അപ്പോൾ അതിനകത്ത് ആഴ്സനിക്കിനെ കൂടാതെ ലെഡ്, മെർക്കുറി, യുറേനിയം, കോപ്പർ, കാഡ്മിയം, സിങ്ക്, നിക്കൽ, ഇതെല്ലാം നമ്മളെ തലയും ശരീരത്തിൻ്റെ ഒരു ഭാഗവും വിടാതെ തകർക്കുന്നതാണ്. ഇത്രയും സാധനങ്ങൾ. സംഗതി എന്താ, ഒരു കടുകില്ലാത്ത പ്രത്യേകിച്ച് ഈ പിന്നെ അമ്മമാരും സഹോദരിമാരും കൊണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണേ. കടുക്. പിന്നെ നമ്മുടെ യുറേനിയം ഏത് പൊട്ടൻസിയാണ് ഉപയോഗിച്ചത്? ഞാൻ അന്ന് ഉപയോഗിക്കുന്നത് 30 എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഞാൻ 1, 10, 50 ഒക്കെ വാങ്ങിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ? കാരണം ഞാൻ ഉപയോഗിക്കും. കാരണം ഈ കുട്ടികൾ ഉള്ളത് കൊണ്ട് അവര് അതെല്ലാം എന്നെ കൊണ്ട് എന്നെ തീറ്റിപ്പിക്കും. അപ്പൊ ബേക്കറി ഐറ്റം വാങ്ങുന്ന മുഴുവനും എന്നെ തീറ്റിക്കും. ഞാൻ എന്നാലും ആ ചെറിയ എന്റെ കുട്ടിയുണ്ട്, 8 വയസ്സുണ്ട്, അവള് ഇങ്ങനെ ഒരു അത് ഏത് പൊട്ടൻസിയും ഒരേപോലെയാണ്, യാതൊരു സംശയമില്ല. പക്ഷെ അതിന്റെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷന് നമ്മുടെ സാധാരണ ഇതിൽ ബോറിക് ഡ്രഗ് റിലേഷൻഷിപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തില്ല. നമ്മൾ കണ്ടെത്തണം. ഒരിക്കൽ ടബാക്ക് എന്നുള്ളൊരു മരുന്ന് വെർട്ടിഗയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ ഡ്യൂറേഷൻ ഇല്ലാത്തൊരു 19 ദിവസം
നാം 3 പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ഒബ്സർവ് ചെയ്തു. കറക്റ്റ് 18, 20. അപ്പോൾ ഞാൻ 19 ദിവസമാക്കി ഫിക്സ് ചെയ്തു. ആ ആൾക്ക് 19 ദിവസം കൂടുമ്പോൾ പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു ഡോസ് കഴിക്കുക, ഇല്ലെങ്കിൽ മറക്കാൻ പറയും. 3-4 മാസം കഴിയുമ്പോൾ പ്രശ്നം എന്ന് പറയും, അപ്പോൾ വീണ്ടും കഴിക്കാൻ പറയും. അപ്പോൾ അങ്ങനെ ടൊബാക്കത്തിൻ്റെ ഒരു ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ എൻ്റെ ഒരു ഒബ്സർവേഷൻ നടന്നു. അതേപോലെ താങ്കളും ബാക്കിയുള്ള സുഹൃത്തുക്കളും എല്ലാവരും കൂടി ഓരോ പൊട്ടൻഷ്യലിലേക്ക് കൊടുത്ത മരുന്നിൻ്റെ എഫക്റ്റ് എന്ന് തീർന്നു. അതാണ് എൻ്റെ അടുത്ത ഡോസിൻ്റെ ടൈം. അങ്ങനെ നോട്ട് ചെയ്താൽ നമുക്ക് വേറൊരു അതിൻ്റെ ആംഗിളിലേക്ക് ചിന്തിച്ച് ജൂനിയേഴ്സിനും മറ്റുള്ളവർക്കും എല്ലാം സപ്പോർട്ട് കൊടുക്കാം. ഓക്കെ. ഡോക്ടറെ തോമസ് ഹിയർ. ആ ഡോക്ടറെ, നമ്മൾ ഈ ജൈവ കൃഷിയിലെ ആ നമ്മൾ ടൊബാക്കോ ഡിക്കോഷൻ നമ്മൾ സാധാരണ ഉപയോഗിക്കാറുണ്ട്. ജപ്പാൻകാരത് ബാൻ ചെയ്തിട്ടുണ്ട്. ടൊബാക്കോ നമ്മൾ പ്രാണികൾക്കെതിരെ ടൊബാക്കോ ഡിക്കോഷൻസ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒഴിക്കുമ്പോൾ ആർസനിക് അബ്സോർപ്ഷന് കൂടാൻ സാധ്യതയുണ്ടോ? ടൊബാക്കോ എന്ന് വെച്ചാൽ നമ്മൾ ഈ പുകവലിയുടെ കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഓർക്കുന്നത്. ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഈ ടൊബാക്കോ ഡിക്കോക്ഷൻ ചെടിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ആർസനിക്കിന്റെ അക്യുമുലേഷൻ കൂടാൻ സാധ്യതയുണ്ടോ? അതൊന്ന്. രണ്ടാമത്തെ ചോദ്യം, ഇനി അപദേശാൽ ഈ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് ഇടുക്കി പോലെയുള്ള വളരെ നല്ല മണ്ണില്, സാധാരണ കമ്പാരിറ്റീവ്ലി നല്ല മണ്ണില്, അവിടെയും ചില ഉൽപ്പന്നങ്ങളില് നമുക്ക് ആർസനിക്കിന്റെ കണ്ടാമിനേഷൻ കണ്ടെത്തുന്നുണ്ട്. പ്രത്യേകിച്ച് കുരുമുളകൊക്കെ നമ്മൾ എക്സ്പോർട്ടിന് അനലൈസ് ചെയ്യുമ്പോൾ ചെറിയ ആർസനിക്കിന്റെ, അപ്പോ അത് എവിടുന്ന സോഴ്സ് നമുക്ക് മനസ്സിലാകുന്നേ ഇല്ല. കാരണം ചില വേറെ വെളിയിൽ നിന്ന് വെള്ളം ഒഴിക്കുന്നില്ല, അങ്ങനത്തെ ഒന്നുമില്ല. അപ്പം അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആർസനിക് നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും പ്രിഫറബിൾ ആർസനിക് കൂടുതലായിട്ടുള്ള വാട്ടർ പ്ലാന്റ് ഫേണ് പറഞ്ഞതുപോലെ ഏതെങ്കിലും ചെടികളുണ്ടോ നമുക്ക് ഇങ്ങനെയുള്ള മേഖലയിൽ നട്ടുപിടിപ്പിക്കാൻ? അതുകൊണ്ട് ആർസനിക്കിന്റെ ലെവല് ചെടിയിൽ കുറയാൻ അല്ലെങ്കിൽ അതിന്റെ ഉൽപാദനത്തിൽ കുറയാൻ സാധ്യതയുണ്ടോ എന്നുള്ളതായിരുന്നു എന്റെ ചോദ്യം. അങ്ങനെ 2 ചോദ്യം. ഇപ്പൊ ആദ്യത്തെ എന്ന് പറയുമ്പോൾ താങ്കൾ പറഞ്ഞു നല്ല മണ്ണെന്ന്. എനിക്ക് ചിരിയാ വരുന്നത്. എന്നോട് എന്നെ കുറ്റം പറയില്ലേ. അവിടുത്തെ ഉൽപ്പാദിപ്പിച്ച ഒരു ഏലക്ക ലാബറട്ടറിയിൽ പരിശോധിച്ചു. എനിക്ക് ആളുകൾ ഇങ്ങനെ ഗ്രാമത്തിലൊക്കെ പോകുമ്പോൾ പിന്നെ ഞാൻ ചോദിച്ചു വാങ്ങും, അത് ഇപ്പം നിങ്ങൾ എങ്ങനെയാണ് ചെയ്തത്? ഇത് സത്യം പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് തിന്നാൻ പറ്റിയ സാറിന് ഞങ്ങളൊരു 100 ഗ്രാം ഞങ്ങൾ തരട്ടെ, അപ്പോൾ നമ്മുടെ സന്തോഷം വാങ്ങും. അതിൽ ഞാൻ കൊണ്ട് പരിശോധിച്ചപ്പോൾ 488 മില്ലിഗ്രാം മാംഗനീസാണ് കണ്ടത്. അതുപോലെ 8.3 ആണെന്ന് തോന്നുന്നു ലെഡ് കണ്ടു. ആഴ്സനിക്ക് നോക്കാൻ പറ്റാത്തതുകൊണ്ട് നോക്കിയില്ല. അപ്പോൾ ഈ ഹെവി മെറ്റൽസ് മുഴുവനും നിങ്ങൾ പോലും അറിയുന്നില്ല. ഇത് ആരാണ് രഹസ്യമായിട്ടല്ല കുട്ടിച്ചാത്തം കൊണ്ട് ഇടുന്നതാണെന്ന് തോന്നിപ്പോകുന്നു. എന്നാൽ മഴവെള്ളം, ഇപ്പൊ നമ്മൾ എയർ പൊല്യൂഷനെ പറ്റി മനസ്സിലാക്കിയില്ലേ, അതിനകത്ത് ആഴ്സനിക്കിന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. പക്ഷേ അത് മൊത്തത്തിൽ ഒരു പഠന വിധേയമാക്കിയപ്പോൾ അന്ന് ലാബിന് സംവിധാനം ഇല്ലാത്തതുകൊണ്ട് അത് ഉൾപ്പെടുത്തിയിട്ടില്ല. അതുപോലെ ലെഡും കാഡ്മിയവും കോബാൾട്ടും നിക്കലും ക്രോമിയവും ഒക്കെ വിശകലനം ചെയ്തിട്ടുള്ള റിപ്പോർട്ടുകൾ ധാരാളം ഉണ്ട് വായു മലിനീകരണത്തിൽ. ഇത് ഞാൻ തിരഞ്ഞു നോക്കിയപ്പോഴാണ് അറിഞ്ഞത് ഈ അടുത്ത കാലത്താണ്. പക്ഷെ എല്ലാ ലാബിനും സംവിധാനം ഇല്ല, വലിയ ചിലവുള്ളതല്ലേ ആഴ്സനിക്കൊക്കെ നോക്കാൻ. ഇപ്പം ബ്ലഡില് രക്തത്തില് ഉള്ള ആൾക്കാർ കുറെ ആൾക്കാരുടെ നോക്കുമ്പോൾ അവർക്ക് 2500 മുതൽ 3200 രൂപ വരെ ഫീസ് വാങ്ങുന്ന ആഴ്സനിക്ക് നോക്കുന്നതിന് മാത്രം. അപ്പൊ ഇത്രയും വലിയ ഭാരിച്ച ചെലവ് വാങ്ങിക്കാൻ പറ്റാത്തതുകൊണ്ട് നോക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഈ കേസിൽ മണ്ണും വെള്ളവും വായുവും അശുദ്ധമായി പോയി. അപകട നിലയിലും കവിഞ്ഞു പോയി. ഇപ്പൊ WHO പറഞ്ഞ വെള്ളത്തിന്റെ കാര്യത്തിൽ ആഴ്സനിക്ക് കുറഞ്ഞൊരു വെള്ളം ഞങ്ങൾ 10 മൈക്രോഗ്രാം പെർ ഒരു ലിറ്ററിൽ പറഞ്ഞെങ്കിലും അതിലും കുറഞ്ഞത് എത്രത്തോളം കുറയ്ക്കാവോ ആഴ്സനിക്ക് കുറയ്ക്കാവോ അത്രയ്ക്കും നന്നായിരിക്കും. ലെഡ് ഇൻ എനി ഫോം ഇൻ എനി ക്വാണ്ടിറ്റി ഈസ് ഇഞ്ചൂറിയസ് എന്നാ പറയുന്നത്. ഇപ്പൊ ഞാനൊക്കെ ആ പ്രോഗ്രാം ചെയ്തുകൊണ്ട് വന്നപ്പോൾ ലിറ്ററേച്ചർ തിരഞ്ഞപ്പം 10 മൈക്രോഗ്രാം പറഞ്ഞിരിക്കുന്നത് ഒരു ഡെസി ലിറ്ററിൽ. പക്ഷെ പിന്നീട് പറയുന്നത് 0 ആക്കിയാൽ വളരെ സന്തോഷം, നടക്കത്തില്ല. അപ്പൊ അതേപോലെ ഈ ഫുഡിൽ പറഞ്ഞ തങ്ങളുടെ പച്ചക്കറിയിൽ രണ്ടാമത്തെ പോയിന്റ്, അമേരിക്കയിലേക്ക് കയറ്റി അയച്ച കുരുമുളക് തിരിച്ചു വന്നു. അപ്പോൾ
എനിക്ക് മാത്രം ഒരു ചിന്ത വന്നു, ബാക്കി ആർക്കും ഇതുവരെ ചിന്ത വന്നിരുന്നില്ല. ശാസ്ത്രജ്ഞന്മാർ വന്നിട്ടില്ല, ഈ പിന്നെ അഗ്രികൾച്ചർ എക്സ്പെർട്ട് വന്നിട്ടില്ല. ഞാൻ ലാബറട്ടറി പരിശോധിക്കാൻ കൊണ്ടുപോയപ്പോൾ അവരെന്നെ ചീത്ത പറയായിരുന്നു. നിങ്ങൾക്ക് ഈ ലെഡ് മാത്രം പരിശോധിച്ച് നിങ്ങൾക്ക് എന്തോ ചെയ്യാനാ? അതിനകത്ത് ലെഡ് കയറി നിങ്ങൾക്ക് ഞങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഞങ്ങളൊരു വർക്ക് ചെയ്യുന്നതിന് ഞങ്ങൾക്കൊരു മാനദണ്ഡം വേണ്ടേ, ബേസിക് സപ്പോർട്ട് എഴുതണ്ടേ? ഇന്ന കാരണം ഞങ്ങൾ ഇതുവരെ നോക്കിയിട്ടില്ല. ഞങ്ങൾക്കൊരു ഫയൽ പിടിക്കണമെങ്കിൽ അത് നിങ്ങൾ ചിലപ്പോൾ എത്ര പിന്നെ 800 ചില്ലുവാനും രൂപയാണ് നിങ്ങൾ തരുന്നെങ്കിലും ഞങ്ങൾക്ക് 8000 രൂപയുടെ ചിലവുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഞാൻ പണത്തിൻ്റെ കാര്യത്തില്ല തന്നത്, എനിക്കത് നോക്കി തന്ന വലിയ ഉപകാരം ഒരു സ്റ്റഡിക്ക് വേണ്ടിയാണ്. ഓ, നിങ്ങളിപ്പോൾ ഹോമിയോപ്പതി ഡോക്ടർക്ക് പഠിക്കുന്നില്ല, മറ്റൊരു ഒന്ന് ചോദിച്ചാലും പിന്നെ ഞങ്ങൾ അവരോട് വേറെ മറുപടി പറയാം. ഞാൻ പറയാം പ്ലീസ്, അയാൾ പറയാം എന്നെ തിരിച്ചു വിട്ടു. 26 കിലോമീറ്റർ വരെ ഞാൻ വെറുതെ യാത്ര ചെയ്തുപോലെ തിരിച്ചെണ്ണം. പക്ഷേ എനിക്കൊരു താല്പര്യം അതൊന്ന് പരിശോധിക്കണം. എൻഡോസൾഫാൻ വലിച്ചെടുക്കുന്ന ചെടിയെ വേണം കണ്ടുപിടിക്കണം, അത് സാറ് ഒരു ഐഡിയ തരണം എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടി MPhil കുട്ടി വന്നു. ആ നന്നായി മോളെ, എനിക്ക് നീ ഒരു സഹായം ചെയ്താൽ ഞാൻ നിനക്ക് സഹായം ചെയ്യാം. ഹെവി മെറ്റൽ എനിക്ക് എൻ്റെ ലെഡ് മാത്രം കുരുമുളകിൽ നിന്ന് പരിശോധിക്കണം. ഞാൻ നിനക്ക് ചെടിയെ പറഞ്ഞു തരാം, കരാറ് ഏറ്റോ. സാറ് വിഷമാണെങ്കിലും ഞാൻ അത് അംഗീകരിച്ചു സാർ. പിന്നെ കാസർഗോഡ് കൊണ്ടുപോയിട്ട് കുറേ ചെടികളൊക്കെ പറിച്ചുകൊണ്ട് വന്നു. അത് ചിറ്റരത എന്നുള്ള ചെടിക്കാണ് ഏറ്റവും കൂടുതൽ എൻഡോസൾഫാൻ പഠിക്കാനുള്ള യോഗ്യത എന്നുള്ളത് ശാസ്ത്രീയമായി തെളിയിച്ചാണ്. നന്ദി സൂചകമായിട്ട് ഞാൻ കൊടുത്ത കുരുമുളകും പരിശോധിച്ചു. 21.25 മില്ലിഗ്രാം ലെഡാണ് 1 കിലോ കുരുമുളക് കണ്ടത്. അത് അപ്പോൾ ആ കുട്ടി പറഞ്ഞ് സാറിൻ്റെ ഒരു പെർമിഷൻ സാറ് ചോദിച്ചിരുന്നു, സാറൊന്നും മറുപടി പറഞ്ഞില്ല. പക്ഷെ ഞാൻ ആ കെമിക്കല് വേറെ 2-3 സുഹൃത്തുക്കളിൽ കൂടി കടം വാങ്ങിച്ചിട്ട് അവരെ കൂടെ പ്രോഗ്രാം ചെയ്യുന്നൊരു കടം വാങ്ങിച്ചിട്ട് ഉപയോഗിച്ചപ്പോൾ സംഗതി ഇത്രയാണ്. അയ്യോ, അപ്പോൾ തന്നെ ഇത് പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റിനെ വിളിച്ച്, ഡോക്ടറെ വലിയൊരു അത്ഭുതമായിപ്പോയല്ലോ, വളരെ നന്ദിയുണ്ട്, ഞങ്ങൾ അങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ ഒന്നും തോന്നില്ല, പ്ലീസ് ഞങ്ങൾ അങ്ങോട്ട് വരാം, ഒന്ന് കാണാം, സംസാരിക്കാം. ഞാൻ പറയും വേണ്ട സാർ, താങ്ക്സ് എന്ന് പറഞ്ഞു. എന്നിട്ട് എങ്ങനെ ഇത് വന്നെന്ന് മനസ്സിലാക്കണം. 1.25 കൊല്ലം കൊണ്ട് ഞാനിങ്ങനെ തിരയുക, എവിടെ നിന്നാണ് ലെഡ് വന്നത്. അവസാനം പിടികിട്ടി, കോപ്പർ സൾഫേറ്റിലെ മാലിന്യമാണ് ലെഡ്. അപ്പം നിങ്ങൾ മഴവെള്ളത്തെ കുറ്റം പറയുന്നു, മണ്ണിനെ കുറ്റം പറയുന്നു, അതൊന്നും നിങ്ങൾക്ക് അറിയില്ല. പക്ഷെ കോപ്പർ സൾഫേറ്റ് നിരന്തരമായിട്ട് കിൻഡൽ കണക്കിന് അല്ലേ കേരളത്തിലോ അല്ലെങ്കിൽ ലോകം മുഴുക്ക ഉപയോഗിക്കുന്നത്. അപ്പം അതിനകത്തുള്ള ലെഡ് വരുന്നില്ലേ? അപ്പം അങ്ങനെ ഉറപ്പാക്കി. ഇനി താങ്കൾ പറഞ്ഞ പോലെ ഹോമിയോ മരുന്ന് ഉപയോഗിച്ചിട്ട് വളർത്തിയ നേന്ത്രപ്പഴം, കൊക്കോ, ബ്രിഞ്ചോൾ, പിന്നെ മഞ്ഞൾ, ഇതിനകത്ത് ലെഡില്ലാതെ കിട്ടി. അതേ ലാഭത്തിന് പരിശോധിച്ചു. നിങ്ങൾക്ക് 1 കിലോ മഞ്ഞൾപ്പൊടി ഉണ്ടാക്കാൻ 2 ലക്ഷം രൂപ മിനിമം നിങ്ങൾക്ക് കിട്ടുമല്ലോ. അങ്ങനെ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുക, നിങ്ങൾ കോടീശ്വരന്മാരാകണം. ഞങ്ങൾ പ്രാർത്ഥനയാണ്. അന്നം തരുന്ന ഒരാൾ സുഹൃത്തായതിനേക്കാളിൽ ഉപയോഗിച്ച് അന്നദാതാവാണ്. ഓരോ മതക്കാർ വിശ്വസിക്കുന്ന അതിൻ്റെ ഏറ്റവും പിന്നെ മതത്തിൻ്റെ അല്ലെങ്കിൽ താല്പര്യം അനുസരിച്ച് ചിന്തിക്കുന്നവരുടെ സുപ്രീമാണ്. പക്ഷേ നിങ്ങൾ അറിയാതെ ഈ അപകടങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. നിങ്ങൾ അറിയുന്നില്ല നിങ്ങൾ ഉൽപ്പാദിപ്പിച്ചതിന് മനുഷ്യരെ കൊല്ലുന്ന സാധനമാണെന്ന്. അപ്പോൾ അത് തിരിച്ചറിയുക. ദയവായിട്ട് ഞങ്ങൾ നിങ്ങളുടെ ഒപ്പമുണ്ട്. നിങ്ങൾക്ക് ഉൽപ്പന്നം നിങ്ങൾ ക്വാളിറ്റി ഉണ്ടാക്കി ഞങ്ങൾക്ക് തരിക. ഞങ്ങൾ ഭക്ഷിച്ചിട്ട് ഞങ്ങളുടെ സർവീസ് ഞങ്ങൾ ചെയ്തോട്ടെ. ഞങ്ങൾ നാട്ടുകാരെ സർവീസ് ചെയ്യേണ്ടവരല്ലേ. അപ്പം ഞാനിത് ഡോക്ടർമാർ മാത്രമല്ല, ഹോമിയോ ഡോക്ടർമാർ മാത്രമല്ല പറയുന്നത്, സമൂഹത്തിലുള്ള എല്ലാവരും സർവീസ് ചെയ്യേണ്ടവരാണ്. അപ്പോൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുമ്പോൾ റിസോഴ്സിലെ ആ സോഴ്സ് റിഡക്ഷൻ അറ്റ് ദ സോഴ്സ് എന്നുള്ള പോളിസിയിൽ എല്ലാവരും ചിന്തിക്കണം. അത് വ്യത്യസ്തമായി ചിന്തിക്കുക. ഇതിന് സാധ്യതയുണ്ട്. സമ്പത്ത് ഘടനയെ മാറ്റിമറിക്കാം, ഉൽപ്പാദനക്ഷമത വരുത്താം, അങ്ങനെ ഫുഡ് സേഫ്റ്റി ഉണ്ടാക്കാം, ആരോഗ്യ സംരക്ഷണം, പ്രകൃതി സംരക്ഷണം എല്ലാം നമുക്ക് സാധ്യമാക്കാം. അപ്പോൾ താങ്കൾക്ക് ഇങ്ങനെ ഒരു ആലോചന ഉണ്ടായത് നന്നായി, ചോദ്യം ചോദിച്ചത് നന്നായി. അപ്പോൾ ഞാൻ തന്ന ഉത്തരം തൃപ്തിയാണെങ്കിൽ താങ്കൾ വ്യത്യസ്തമായി ചിന്തിക്കുക, ഞങ്ങളോടൊപ്പം ഉണ്ടാവും. താങ്ക് യു. ഓക്കെ, വെൽക്കം. ഹലോ സാർ, ജയസു എന്നാണ് സാറ്. നമ്മള് ഇപ്പോഴും സാറ് മിസ്റ്റർ തോമസിന് ഒരു ആൻസർ പറഞ്ഞതിനകത്ത് സാറിന്റെ മരുന്നിന്റെ കാര്യം സാറ് പറഞ്ഞില്ല. ഈ സാറ് 10-20 വർഷത്തിന് മുമ്പ് കണ്ടുപിടിച്ചിരുന്ന അഗ്രോ കെയർ എന്നുള്ള മെഡിസിൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് കുറയോ എന്നുള്ള സാറ് കൊമേഴ്ഷ്യലായിട്ട് സംസാരിക്കത്തില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ ഇതിനെല്ലാം ഒരു പ്രതിവിധിയായിട്ട് സാറിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അഗ്രോ കെയർ എന്ന് പറയുന്ന മെഡിസിൻ സാറ് കണ്ടുപിടിച്ചിട്ടുണ്ട്.
അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് വളരെ വ്യത്യാസം ഉണ്ടാകുന്ന തെളിവുകളും ഇതുകളും എല്ലാം എൻ്റെ ഒരു ഗ്രൂപ്പിന് സാർ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനത് കണ്ടിരുന്ന ഡേറ്റകൾ. ഈ കൂടിയ നിൽക്കുന്ന ആർസനിക്കും ലഡും എല്ലാം ആ ഹോമിയോ മരുന്നിന്റെ കോമ്പിനേഷനുള്ള മെഡിസിൻ ഉപയോഗിച്ചതിന് ശേഷം, ചെടികൾക്ക് ഉപയോഗിച്ചതിന് ശേഷം അത് കുറഞ്ഞു വരുന്നതായിട്ടുള്ള ഡേറ്റയും സാർ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. സാർ അത് പറഞ്ഞില്ല, സാർ കൊമേഴ്ഷ്യൽ ഇല്ലാത്ത ആളാണ്. സാറ് കൂടുതൽ ആർട്സിനിക്ക് കഴിക്കുന്നതുകൊണ്ടായിരിക്കും സാർ അതൊന്നും പറയാനെന്ന് എനിക്ക് തോന്നുന്നു. അതെ സാറേ, ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. നമ്മള് ഇപ്പം പറഞ്ഞല്ലോ, സാറ് പറഞ്ഞത് ലഡും ആർസനിക്കൊക്കെ നമ്മുടെ സൂര്യകാന്തി എന്നുള്ള ചെടികളൊക്കെ ഇത് വലിച്ചെടുക്കുന്നുള്ളൂ. ശരിക്ക് നമ്മൾ അഗ്രോ കെയർ അതിനടിച്ചു കഴിഞ്ഞാൽ ഈ ആർസനിക്ക് ഇതുപോലുള്ള മരുന്നുകൾ അതിന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും സാർ ചെക്ക് ചെയ്തിട്ടുണ്ടോ? അതാണല്ലോ ഈ ആഴ്സനിക്ക് എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാൻ ആ ഉപകരണം എവിടെ? ഞാൻ ശ്രീനഗറിന്റെ RDMലാണ് എനിക്ക് കുറച്ചുകൂടെ ഹോൾഡ് ഉള്ളത്. ആ സുഹൃത്തുക്കളുമായിട്ട് ഒരുപാട് ഇന്ററാക്ട് ഞാൻ ക്ലാസ് എടുക്കാൻ അവിടെ പോയിട്ടുണ്ട്. കനോലി കനാലിലെ ദോഷമുള്ള കെമിക്കലെല്ലാം ഐഡന്റിഫൈ ചെയ്ത് ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം അതിനോട് സംസാരിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും അവിടെ ഇത് ആഴ്സനിക്ക് പരിശോധിക്കാൻ സംവിധാനം ഇല്ല. ഇനിയിപ്പോൾ യൂണിവേഴ്സിറ്റി കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അവരാദ്യം നമ്മളെ ബേസിക്കായിട്ട് എല്ലാം തരും. എന്തിനാ? ന്യൂസ് ഫ്ലാഷ് ചെയ്യാനാണെന്ന്. നമുക്ക് അനുവദിക്കത്തില്ല അവിടെ നിന്ന്. അപ്പം വേണ്ടത് എന്തേ ഉള്ളൂ? കർഷക കൂട്ടായ്മയോടുകൂടി വിദേശത്തുള്ള ആൾക്കാർ ദുരിതം അനുഭവിക്കുന്ന എല്ലാവരും ചേർന്നിട്ട് എൻ്റെ അഭിപ്രായത്തിൽ ഒരു 1000 രൂപ വെച്ചിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ 2 കോടി രൂപ കൊണ്ടുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചറോടുകൂടി ഉപകരണങ്ങളും നമുക്ക് വരുത്താം. ഒരു 2 കൊല്ലം കൊണ്ട് അതിൻ്റെ ചെലവ് നമുക്ക് പിന്നെ ലഭ്യമാക്കാം. പിന്നീട് നമ്മൾക്ക് ഒരു ജൈത്രയാത്ര തന്നെ. ലോകത്ത് മറ്റൊരാൾക്കും സാധിക്കാത്ത കാര്യം ഹോമിയോപ്പതി മരുന്നുകൊണ്ട് സാധിക്കും. എനിക്ക് 22 വർഷമായിട്ടുള്ള അനുഭവമാണത്. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന അല്ലെ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഉൽപ്പന്നങ്ങളെ നശിപ്പിക്കാൻ ഒരൊറ്റ രാത്രി മതി. ഒരു ആനക്കൂട്ടം വരാൻ, ഒരു പന്നിക്കൂട്ടം വരാൻ, ഒരു കുരങ്ങുകൂട്ടം വരാൻ. ഇതൊന്നും മാറി നിൽക്കും, മുംബൈ പറഞ്ഞിട്ട് മാറി നിൽക്കും. അപ്പൊ ഇത്രയും വലിയ ഒരു അത്ഭുതമായ ഒരു സാഹചര്യം നമുക്കൊരു കർഷകന് സാധിക്കാമെങ്കിൽ അദ്ദേഹത്തിന്റെ നിരീക്ഷണത്തിൽ നമ്മൾ വിശ്വസിച്ചിട്ട് മൂവ് ചെയ്യാതെ, നാം സത്യം പറയുകയാണെങ്കിൽ അത് ഒരു കാലഘട്ടത്തിന്റെ ഒരു സാഹചര്യമായിരിക്കും അത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇതിന്റെ കമേഴ്ഷ്യൽ ആയിട്ടുള്ള ഞാനത് ഇപ്പൊ സാധാരണ ഒരു ചിന്ത വരാം, ഇതിപ്പോ ഞാൻ എൻ്റെ പ്രൊഡക്റ്റിനെ പ്രോത്സാഹിപ്പിക്കുകയാണെന്ന്. ഇപ്പൊ എൻ്റെ പ്രൊഡക്റ്റ് ഞാനത് മൊത്തത്തിൽ ഉൽപ്പാദിപ്പിച്ച് വേറെ കൊടുക്കുകയാണ്, എനിക്ക് വിതരണം ചെയ്യാൻ അവകാശമില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. അവർ നന്നായിക്കോട്ടെ, അവരുകൊണ്ട് ഇപ്പോൾ ഒരുപാട് കർഷകർ ഇപ്പം ഗുണം കിട്ടുന്നുണ്ട്. നല്ല പരസ്യം അവർ ചെയ്യുന്നുണ്ട്, എനിക്ക് സാധിക്കാത്ത കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മെച്ചം കിട്ടുന്നുണ്ട്. പക്ഷെ എന്തെങ്കിലും ഒരു സാധനം പറയണ്ടേ? അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഹോമിയോ അഗ്രോ കെയർ എന്ന് പറയും, താങ്കൾ പറഞ്ഞ അനുഭവങ്ങളും ഞാനത് അംഗീകരിക്കുന്നു. അപ്പൊ ഇതുകൊണ്ട് തന്നെ ഈ ഹോമിയോ മരുന്ന് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ പലരും വിചാരിക്കും ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ആണെന്ന്. കോമ്പിനേഷൻ ആക്കുമ്പോൾ എല്ലാം കൂടി കുലിഞ്ഞു പറഞ്ഞ് ഏതാ പ്രവർത്തിച്ചത്? എൻ്റെ ഒരു വിദ്യാർത്ഥി പിന്നെ ES രാജേന്ദ്രൻ, അയാൾക്ക് നാനോ സയൻസിൽ PhD ഉള്ള ആളാണ്. പുള്ളി എൻ്റെ അടുത്ത് തന്നെ ചോദിച്ചിട്ടാണ് ആ പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് പരിശോധിച്ചത്. അസലായിട്ട് ഉള്ള ചേരുവ മുഴുവൻ അയാൾ എണ്ണി ലിസ്റ്റ് ചെയ്തു. ഒരു അന്താരാഷ്ട്ര അംഗീകരിച്ച ഒരു ജേർണലിൽ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇന്ന മരുന്നുകളാണ് അതിനകത്തുണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷേ ആ ജേർണലുകാർ പറഞ്ഞിരിക്കുന്നു ഇത് യാതൊരു കാരണവശാലും ഒരു വ്യക്തിക്ക് പേഴ്സണലായിട്ട് ഉപയോഗിക്കാൻ അനുവാദം ഞങ്ങൾ തന്നിട്ടില്ല, ചെയ്യരുതെന്ന്. അതുകൊണ്ട് ഒരു കാര്യം എല്ലാവരും അറിഞ്ഞു. പക്ഷെ അത് ഒരു പ്രൊഡക്റ്റ് ചെയ്തിട്ട് അത് മാർക്കറ്റ് ചെയ്യാൻ ആ വ്യക്തികൾക്ക് അധികാരം അവർ കൊടുക്കത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് വേണ്ട ലീഗൽ നടപടിയൊക്കെ അവർ എടുത്തുള്ള ഈ പബ്ലിഷ് ചെയ്ത മെറ്റീരിയൽസ് കൊടുത്ത ആളോട് വാക്കാ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ ഇതുണ്ട്, ഞാനത് സമയം പോലെ ഞാൻ നോക്കിയെടുത്ത് ഇതിനകത്ത് ഇടാം. അപ്പം ഒരിക്കലും ഒരു ഹോമിയോപ്പതി മരുന്നിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇപ്പം നമ്മളിപ്പോൾ ഇതിനകത്ത് ചേർക്കുന്ന പിന്നെ സിങ്കും കോപ്പറും കൂടി ചേർത്തിട്ട് ഇപ്പം നമ്മളൊരു കെമിക്കൽ ചേർത്ത് നിർവീര്യമായി പോകുന്ന പോലെ ഈ ഹോമിയോപ്പതി മരുന്നായതുകൊണ്ട് നിർവീര്യമാകില്ല. സിങ്കിൻ്റെ ഗുണമേന്മ അത് എക്സസ് ആയാലും കുറവാണെങ്കിലും അതിന് പരിഹരിക്കാൻ വേണ്ടി, കൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ ദോഷം മാറ്റും, കുറഞ്ഞു കഴിഞ്ഞാൽ അത് അപ്ഡേറ്റ് ചെയ്യും, അത് വേണ്ട പോലെ പ്രവർത്തിക്കും. ആ രണ്ടും അത് അതേപോലെ
കൂടിയ മരുന്നിലും കൂടിയ പൊട്ടൻഷ്യലും ഉള്ള പ്രവർത്തനങ്ങൾ ആണെങ്കിൽ പോലും നിർജ്ജീവനാകത്തില്ല, ഇവിടെ നഷ്ടപ്പെടില്ല. അത് എസ്റ്റാബ്ലിഷ് ചെയ്താണ്, യാതൊരു സംശയം വേണ്ട. അപ്പോൾ എല്ലാവർക്കും സംശയം വരും, ഇവിടെ ഇത്ര വർഷമായിട്ട് 500 വർഷത്തിലേറെയായിട്ട് ഈ പല അഭ്യാസം നടത്തിട്ട് മാറാത്ത കാര്യം ഇമാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? മണ്ടത്തരം എന്ന് വിശ്വസിച്ച ആളുകളാണ് ഇപ്പോൾ 22 വർഷം വരെ കാത്തിരുന്നത്. ഇപ്പോഴും ചിലവർക്കൊക്കെ തോന്നി തുടങ്ങി ഇതിന് എന്തൊക്കെ ഉണ്ടല്ലോ സംസാരം. അപ്പൊ അങ്ങനെ കാലം ഇത് അംഗീകരിച്ചിട്ട് വരും. ഇനി അടുത്ത സുഹൃത്തിന് ചോദിക്കാം. ഹലോ ഡോക്ടർ, ഞാൻ ഡോക്ടർ സുമയാണേ. ആ. ഹലോ. ഈ തെങ്ങിന് ഈ മച്ചിങ്ങ പൊഴിയുന്ന അസുഖം ഉണ്ടല്ലോ, ആ. ഈ പൊടിഞ്ഞു വീണോണ്ടിരിക്കും, എന്നിട്ട് ആ തെങ്ങ് പോവുകയും ചെയ്യും. അങ്ങനത്തെ ഇതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? അതായത് ഒറ്റ മിനിറ്റ് കൊണ്ട് പറയാവുന്ന ഉത്തരവാണ് അതിനെല്ലാത്തിനും പരിഹാരം. അതായത് താൻ പാതി ദൈവം പാതി, അധികമായാൽ അമൃതും വിഷം. അപ്പോൾ രണ്ട് കാര്യമല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. നമ്മുടെ ജോലി എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ആഗ്രഹിച്ചത് അത് വൃക്ഷലതാദികളുടെ സംരക്ഷണത്തിന് കൊടുക്കുക, നമ്മുടെ പാർട്ട് തയ്ക്കും. ബാക്കി 50% ഏതൊരു സാഹചര്യത്തിൽ ഏതൊരു പ്രൊഡക്റ്റ് അല്ല ഉൽപ്പന്നം ഉണ്ടാക്കുന്ന തെങ്ങായാലും വാഴയായാലും അല്ലെങ്കിൽ വൃക്ഷലതാദികൾക്ക് കൊടുക്കുന്നുണ്ടോ, ആ വൃക്ഷലതാദികളുടെ ഉത്തരവാദിത്വമാണ് തിരിച്ച് പ്രത്യുപകാരത്തിൻ്റെ കാര്യത്തിൽ ഊന്നിക്കൊണ്ടുള്ള സംരക്ഷണം സ്വന്തമായി ഏറ്റെടുത്തുകൊണ്ട് ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ കർഷകന് നൽകുക എന്നുള്ളത്. വളരെ സിമ്പിളായില്ലേ? എനിക്ക് ക്ലിയർ ആയില്ല. അതിനകത്ത് രോഗം എന്തായിക്കോട്ടെ, കീടം എന്തായിക്കോട്ടെ, കീടത്തിൻ്റെ പേരെന്താണ്, അല്ലെങ്കിൽ ഇത് നേരത്തെ കണ്ടില്ലാത്തൊരു കീടമാണ്, ഇതൊന്നും ദയവ് ചെയ്ത് ഈ പറഞ്ഞ കേസിൽ നിങ്ങൾ നോക്കി നടന്ന സമയം കളയണ്ട. ഏർലിയർ ദി ബെറ്റർ. ഇപ്പൊ 2 പോയിന്റ് അധികമായ മെഡിസിൻ നമ്മൾ ഉപയോഗിക്കാൻ പറ്റും. ഞാൻ എന്തോ ഒരു പ്രാവശ്യം ആരോ പറയുന്ന കേട്ടു, ഈ സൈലീഷ്യ 30 ഒഴിച്ചാൽ മതി. ഞാനത് ഒഴിച്ചിട്ടൊന്നും ഒരു മാറ്റം ഉണ്ടായില്ലേ, അതുപോലെ തെങ്ങ് പോവുകയേ ചെയ്തുള്ളൂ. പിന്നെ ഇതിനൊക്കെ നമുക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ലല്ലോ. പിന്നെ കോളേജുകളിൽ നമുക്ക് അതിനെ കുറിച്ചൊന്നും പഠിപ്പിക്കുന്നില്ല. അപ്പം എനിക്ക് ഈ അഗ്രോയുടെയും വെറ്റിനറിയുടെ ഒക്കെ താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് ചോദിക്കുന്നത്, സാറിനോട് ചോദിക്കുന്നത്. സാർ ഇതിന്റെ ഗവേഷണമൊക്കെ നടത്തി ഒരുപാട് അനുഭവം ഉള്ളതുകൊണ്ടേ നമ്മൾ എന്താ ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെയൊക്കെ ആൾക്കാർ കൊടുത്താൽ അവർക്ക് താല്പര്യമുള്ളത് ഒത്തിരി പേരുണ്ട്, പേഷ്യൻസും വരും. അങ്ങനെയുള്ളൊരു നിങ്ങൾക്ക് സൈലീഷ്യ എന്നുള്ള മരുന്ന് ആരാണ് നിർദ്ദേശിച്ചത്? അവരോട് ഇത് ചോദിച്ച് മനസ്സിലാക്കിക്കൂടെ എന്തുകൊണ്ട് ഇത് പോയെന്ന്? എവിടുന്നോ കേട്ടെന്ന് ഞാൻ ഓർക്കുന്നില്ല. നമുക്ക് അറിഞ്ഞുകൂടെ എന്താ ചെയ്യേണ്ടെന്നുള്ളത്. അതായത് ignorance is not an excuse, number 1. അല്ല, നമുക്ക് എവിടുന്ന ഇതിനെ കുറിച്ചുള്ള നോളജ് കിട്ടുന്ന, അറിവ് എവിടുന്ന നമുക്ക് കിട്ടുന്നത്? ഇതിന് ഉത്തരം ഞാൻ പറഞ്ഞു തരണോ? അത് സാറിന്റെ ക്ലാസ് കൊണ്ട് കൂടുന്നത്. ഇതിനെക്കുറിച്ചുള്ളത് നിങ്ങൾക്ക് അറിവ് എവിടെന്നാ കിട്ടുന്നെന്ന് എന്നോട് ചോദിച്ചാൽ ഇപ്പൊ ഇതിനകത്ത് കടന്നു വന്നപ്പോ കുറെ അറിവ് കിട്ടിയില്ലേ? എന്തോ ഇപ്പോഴത്തെ ഈ പ്ലാറ്റ്ഫോമിൽ വന്നോണ്ടല്ലേ ഇത്ര അറിവ് കിട്ടിയത്. അതെ, നമുക്ക് അതെങ്ങനെ ഉപയോഗിക്കണ്ടെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അറിയത്തില്ലല്ലോ. ഇപ്പോഴും ഉപയോഗിക്കുന്ന ഈ പ്രൊഡക്റ്റ് വിൽപ്പനയുള്ള ആൾക്കാരുണ്ട്, അവരോട് ചോദിച്ചു. നമുക്ക് കോമ്പിനേഷൻ ആയിട്ടാണ് ഈ മരുന്നുകൾ, അല്ലാതെ നമുക്ക് സിംഗിൾ മെഡിസിൻ നമുക്ക് കൊടുക്കാൻ പറ്റുമല്ലേ? ഇത് നിങ്ങളൊന്ന് കൊടുത്തതല്ലേ ആഴ്സനിക് അല്ല സെലീഷ്യ. എന്നാൽ ഞാനൊരു കാര്യം പറയാം, എന്റെ ഈ ചേരുവിനകത്ത് 10-30 മരുന്നുണ്ട്, അതിനകത്ത് സെലീഷ്യ ഇല്ല. കോമ്പിനേഷൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് അല്ലേ? ഞാൻ ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കി. കാരണം ഞാൻ സിംഗിൾ മെഡിസിന്റെ ആൾക്കാരായിരുന്നു പണ്ട് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്, പഠിച്ചതും പ്രാബല്യത്തിലാക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ കർഷകൻ ഇതുപോലെ ഡോക്ടർ കവിരാജ്, ഓസ്ട്രേലിയക്കാരനാണ്, അദ്ദേഹത്തിന്റെ നല്ല ഒരു പുസ്തകമുണ്ട്. അതിനകത്ത് ഓരോ മെഡിസിനെ പറ്റി ഇന്ന സിംറ്റത്തിന് കൊടുക്കാൻ പറയും. ഇത് ഞാൻ കർഷകനോട് ഏൽപ്പിച്ചാൽ ഈ രീതിയിൽ ഉപയോഗിച്ചോളെന്ന് പറഞ്ഞാൽ അവരുടെ ഭാവി ഞാൻ നശിപ്പിക്കുകയല്ലേ ചെയ്തത്. ഹോമിയോപ്പതി മരുന്ന് സെലക്ഷന് നമ്മുടെ പ്രായോഗിക ബുദ്ധിമുട്ട് വ്യക്തമായി അറിയുന്ന ആളാണോ? അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞ ആളാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഓരോന്നിനും പ്രയോജനം കൊടുക്കേണ്ട ഇന്നടത്താണെന്ന്, ആഴ്സനിക് കൊടുക്കേണ്ട ഇന്നടത്താണെന്ന്, കുപ്പർമെറ്റാരി കൊടുക്കേണ്ടതെന്ന് ഞാൻ അങ്ങനെ പറയാത്ത ഒറ്റ കാരണമാണ്. അവരെ ദ്രോഹിക്കുകയല്ലേ യഥാർത്ഥം ചെയ്യുന്നത്. അവരുടെ സമയം നഷ്ടപ്പെടുകയല്ലേ.
അവരുടെ നിന്ന് എത്രയോ മരുന്ന് അവർ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യണം. കറക്റ്റായിട്ട് അവർക്ക് സിംറ്റംസ് നോക്കിയിട്ട് മരുന്ന് കൊടുക്കാൻ അറിയാവോ? അവർക്ക് പഠനം കിട്ടിയോ? അങ്ങനെയാണെങ്കിൽ ഇത് എന്തൊരു ഉപദ്രവമായിരിക്കും അവര്. അതുകൊണ്ട് ഞാൻ ക്രമേണ വർഷങ്ങൾ എടുത്തിട്ട് 6 വർഷത്തെ ശ്രമം എടുത്തിട്ടാണ് ഞാൻ എൻ്റെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ വരുത്തിയത്. അതും അതീവ രഹസ്യമായിട്ട്. 1000 കമുകിൻ്റെ മഞ്ഞളിപ്പ് മാറ്റാൻ 1999 ജനുവരി 26-ാം തീയതി അങ്ങോട്ട് വലിയൊരു സമ്മേളനം നടക്കുന്ന പിന്നെ കിഴക്കൻ പ്രദേശത്തിൻ്റെ സ്ഥലത്തിൻ്റെ തിരുവമ്പാടി, അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്തോ ആൾക്കാർ, പക്ഷെ ഞങ്ങൾക്ക് ഒരുപാട് വഴി തെറ്റിച്ചു വരുത്താൻ ചാരായം കുടിച്ചിട്ട്. അങ്ങനെ 2 പ്രാവശ്യം പോയ വഴി തന്നെ തിരിച്ചു വന്നു. അപ്പൊക്കെ പറഞ്ഞ് അതിൽ ഒരു 700 ചില്ലാൻ ആൾക്കാരുണ്ടായിരുന്നു ഒരു സ്കൂളിൽ. വലിയ വലിയ കർഷകരാണ്. 10, 20, 100 ഏക്കറൊക്കെ കൃഷിയുള്ളവരാണ്. അവരുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഞാൻ ഡെമോൺസ്ട്രേഷൻ പ്ലോട്ട് എടുക്കണം, നടത്തി കൊടുക്കണം. ഞാൻ പറഞ്ഞത് എന്നെ കൊണ്ട് കിട്ടില്ല, ഞാൻ ഇവിടെ വന്നു, നിങ്ങൾക്കൊരു ഐഡിയ തന്നു, താല്പര്യം ഉണ്ടെങ്കിൽ ഉപയോഗിക്കുക. ഇത് എനിക്ക് മാർക്കറ്റിങ്ങിനൊന്നല്ല വന്നത്. കുറേ ആൾക്കാർ വിളിച്ചു വരുത്തിയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ മൈക്കാവുന്നൊരു സ്ഥലത്ത് അവർ പറഞ്ഞു, സാറേ അതിഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ മരുന്ന് ഉപയോഗിച്ചിട്ട് അതിനെ നശിപ്പിച്ചിട്ട് ഞങ്ങൾക്ക് സ്വസ്ഥമായ രീതിയിൽ ഞങ്ങൾക്ക് വഴി നടന്ന് വീട്ടിലേക്ക് കയറാം. അത്രയ്ക്ക് ഒരു ഫെഡപ്പായിരിക്കുക. ഇത് കണ്ടുകൊണ്ട് ഞങ്ങൾക്ക് ഹാർട്ട് അറ്റാക്കാണ് വരുന്നത്. ഞങ്ങൾക്കത് കാണാൻ വയ്യ. ഞങ്ങൾ നട്ടു വളർത്തിയതാണ്. ഈ കോലം ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല സാർ. സാറിന് മരുന്ന് ചെയ്താൽ ഞങ്ങളത് എല്ലാം കൂടി ഉപയോഗിച്ചിട്ട്, അപ്പോൾ ഞാനൊന്ന് പറയുകയും ചെയ്ത് അധികമായ അമൃതം വിഷയം ഞങ്ങൾ ഏറ്റു, അത് നശിപ്പിച്ചിട്ട് ഞങ്ങൾക്ക് സ്വസ്ഥത വേണം. അപ്പോൾ ഞാൻ തിരിച്ചു വാങ്ങിച്ചു. ഞങ്ങളെല്ലാം കൂടി ചേർന്ന് നല്ല നന്നാക്കാം. 1000 കമുകിനാണ് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഏഷ്യാനെറ്റ് ടെലികാസ്റ്റ് ചെയ്തു. തുടക്കം അങ്ങനെയാണ്. മഞ്ഞളിപ്പ് രോഗത്തിന് ഇന്നവരെ മരുന്ന് കണ്ടുപിടിച്ച മറ്റുള്ളവർ. സാറേ അപ്പൊ ഇതിന്റെ പ്ലാന്റ്സിലുള്ള ഓരോ അസുഖങ്ങൾക്കും പല പല കോമ്പിനേഷൻസ് ആണോ ഉപയോഗിക്കുന്നത്? സുഹൃത്തെ, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരൊറ്റ പ്രൊഡക്റ്റ് ഹോമിയോ അഗ്രോ കെയറിന് ലേബൽ ചെയ്ത ഒരു പ്രൊഡക്റ്റ് മതി. ഞങ്ങൾക്ക് റബ്ബറിൻ്റെ പട്ടവരുപ്പ് മാറ്റാം, പാലുൽപാദനം കൂട്ടാം, DRC കണ്ടന്റ് കൂട്ടാം, ഫംഗസ് രോഗം മാറ്റാം. അതിൻ്റെ മുകളിൽ വന്ന് തൂങ്ങുന്ന ഇതുണ്ടല്ലോ, ഈ വവ്വാല് കൂട്ടത്തോടുകൂടിയല്ലേ വവ്വാല് വന്നിട്ട് കൂടി അതിനകത്ത് കയറി കെണി ഉണ്ടാക്കുന്ന ഉള്ള പിന്നെ പാല് ഉൽപാദനമൊക്കെ കുറയ്ക്കുന്നത്. 4 or 5 ദിവസമാകുമ്പോൾ ഒറ്റ വവ്വാല് പിന്നെ അവിടെ ഉണ്ടാവില്ലല്ലോ. മൃഗങ്ങള് കാട്ടുമൃഗങ്ങൾ വന്നിട്ട് കൃഷി നശിപ്പിക്കില്ലല്ലോ. ഇതൊക്കെ ഞാൻ പറഞ്ഞത് കേട്ടിട്ടില്ലായിരുന്നോ? അപ്പൊ ഒരു മരുന്ന് മതി. കർഷകനെ സംബന്ധിച്ചുള്ള സ്വപ്നം സാക്ഷാത്കരിച്ചില്ലേ? സാർ ഈ മനക്കൽ അഗ്രോ ഫാർം അത് സാറിൻ്റെതാണോ? അത് വേറെയാണോ? ശരിക്കും വായിച്ചു നോക്കിയാ എന്റെ പേരൊന്നും അതിന് പറയുന്നില്ലല്ലോ. എല്ലാറ്റിനും വെള്ളം കുടിപ്പിക്കുന്ന ചോദ്യം ചോദിക്കുന്നത് എന്റെ സമയം എനിക്ക് വിട്ടുതരും. കുറെ കാര്യങ്ങൾ ചോദ്യം ചോദിക്കുന്ന മുമ്പ് തിങ്സ് ടോയ്സ് ബിഫോർ സെയിങ് ഓർ ഡൂയിങ് എ തിങ്. ഞാനിത് വിരോധം കൊണ്ട് പറയല്ല, പക്ഷെ കെയർഫുൾ ആയിരിക്കണം. പലവരുടെയും ഉൽപാദനം എൻ്റെ ആണെന്ന് കയറി ചോദിക്കുന്നത് എങ്ങനെ പറ്റും? ഉത്തരം ശരിക്കാൻ തന്നില്ലേ? മനക്കൽ ഹോമിയോ ഫാർമ എൻ്റെ പ്രൊഡക്റ്റിനകത്ത് അഗ്രോ കെയർ എന്നിരിക്കുന്നു. അത് അറിയത്തില്ലായിരുന്നു, അതുകൊണ്ട് ചോദിച്ചാണ് സാർ. ഇഗ്നറൻസ് ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ് എന്ന് ആദ്യം പറഞ്ഞില്ലേ? പ്ലീസ്. 4 or 5 ടീമുണ്ട് മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്നവർ. അവരൊക്കെ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ വട്ടളകുന്നുണ്ട്. കർഷകരുടെ ഈ ചോദ്യങ്ങൾ ഇങ്ങനെ രാത്രി 12 മണി വരെയാണ് വരുന്നത്. ഊണില്ല ഉറക്കമില്ലാത്ത മട്ടില്ല. അവർക്കൊന്ന് വായിച്ചു നോക്കിയിട്ട് ഇത് ആരുടെയൊക്കെ എന്ത് മരുന്നാണ്, ആരാണ് ഉണ്ടാക്കുന്നത്. അപ്പം ആ ടീമൊക്കെ അവരോട് എൻ്റെ നമ്പർ പറയുന്നു. കാരണം അവർക്കൊന്നും ഉത്തരം പറയാൻ സമയമില്ല. അതുകൊണ്ട് എനിക്ക് എൻ്റെ പണി തരികയല്ലേ. അതുകൊണ്ട് ആരോടാണ് നിങ്ങൾ ചോദിക്കുക? എനിക്ക് പിന്നെ 71 വയസ്സ് പ്രായമുണ്ട്. ഞാൻ ഒരു പ്രത്യേക മേഖലയിൽ നിന്നാണ് ഞാൻ വർക്ക് ചെയ്തത്, ഇപ്പോഴും സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങളുടെ സമയം നഷ്ടപ്പെടുത്താതിരിക്കാനും നിങ്ങളെപ്പോലുള്ള ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുടെ ഒരു താല്പര്യം കൂടെ വേണ്ടേന്ന് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഓക്കെ, ഡോക്ടർ
ഡോക്ടർ ലേഖ പറയൂ, സംസാരിക്കൂ. ഓക്കെ പ്ലീസ്. ഹലോ ഡോക്ടറെ, ഈ അഗ്രോ കെയറിന്റെ മെഡിസിൻ എവിടെ കിട്ടും? അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്? ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം അവിടെ തെങ്ങ് കൃഷിയുണ്ട്, ഈ പറയുന്ന ഇതുണ്ട്. അത് ഞങ്ങൾക്ക് എവിടെ അവൈലബിൾ ആണ്? എനിക്കിതൊന്നും അറിയില്ല. ഞാൻ അതിനു വേണ്ടിയാണ് ഞാൻ ഈ ക്ലാസ്സിൽ ശരിക്കും അറ്റൻഡ് ചെയ്തത്. എവിടുന്ന് കിട്ടും, എങ്ങനെ ചെയ്യണം, ഇതിനെ കുറിച്ച് അറിയണം. ഇത് എവിടെ കിട്ടും? ഇപ്പൊ സാറിന്റെ പ്രൊഡക്റ്റ് എവിടെ കിട്ടും, എങ്ങനെയാണ് സാർ? അതൊക്കെ പറഞ്ഞാലല്ലേ ഞങ്ങൾ അറിയൂ. സാർ അതൊന്നും പറയുന്നില്ല. സാർ ഓർക്കും അതൊരു മാർക്കറ്റിംഗ് ആണെന്ന്. ഒരിക്കലും അതൊരു മാർക്കറ്റിംഗ് അല്ല സാറേ. അതുകൊണ്ട് സാർ അതുകൂടെ ഒക്കെ ഒന്ന് പറഞ്ഞു തരണം, എങ്കിലല്ലേ ഞങ്ങൾക്ക് ഇത് വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ശരി, ഉത്തരം പറഞ്ഞോ. ഉത്തരം പറയാം. ഇത് വെബ്സൈറ്റില് കാര്യങ്ങൾ കിട്ടും. minifarma.in. ഒന്ന് എഴുതിയെടുത്തോട്ടെ സാറേ. മിനി ഫാർമ. www.minifarma.in. ഇതില് പർച്ചേസ് ഓഫ് അഗ്രോ കെയർ, ഹോമിയോ അഗ്രോ കെയർ എന്ന് പ്രത്യേകത. minifarma.com ആണോ സാറേ? IN. ഓക്കെ. അതിനകത്ത് കയറിയാൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് നിങ്ങൾക്ക് പിന്നെ അനുഭവങ്ങൾ അതൊക്കെ വായിച്ചിട്ട് സമയം കളയാം. അതിനൊരു വേറെ സെക്ഷൻ ഉണ്ട്, പർച്ചേസ് ഓഫ് അഗ്രോ കെയർ, ഹോമിയോ അഗ്രോ കെയർ. അത് ഓരോ ജില്ലയിലുള്ള സൗണ്ട് എന്ന് പറയുന്നത് ആക്സസറി സൗണ്ട്. ഹലോ, ജോബിന്റെ അടുത്തു നിന്നാണ് ശബ്ദം വരുന്നത്. ഡോക്ടർ ജോബ്, മ്യൂട്ട് ചെയ്യൂ. പർച്ചേസ് ഓഫ് ഹോമിയോ അഗ്രോ കെയർ സെക്ഷനകത്ത് ഓരോ ജില്ലയിലും ആ വിതരണം ചെയ്യുന്ന ആൾക്കാരുടെ നമ്പർ കിട്ടും. അത് SPC, സ്പൈസസ് പ്രൊഡ്യൂസർ കമ്പനി. SPC എന്നാണ് ഈ പ്രൊഡക്റ്റ് എടുത്ത് മാർക്കറ്റ് ചെയ്യുന്നത്. അവർക്ക് വേറെ ചില പ്രൊഡക്റ്റ് ഉണ്ട്, ജൈവ ഉൽപ്പന്നങ്ങളൊക്കെ അവർ വിതരണം ചെയ്യുന്നു, വിൽക്കുന്നുണ്ട്. അവരുടെ ഇത് കിട്ടും. രണ്ടാമത് യൂട്യൂബിൽ കയറി കഴിഞ്ഞാൽ അവരുടെ ഇപ്പൊ തെങ്ങിന്റെ രോഗം മാറിയെന്നൊക്കെ ഒരുപാട് യൂട്യൂബ് ഉണ്ടല്ലോ. ആ യൂട്യൂബിന്റെ ഏറ്റവും അവസാന ഭാഗം ആ മരുന്ന് കിട്ടുന്ന പിന്നെ ആളിന്റെ പേരില്ലെങ്കിലും SPC എന്ന് പറഞ്ഞിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അത് കയറിയാല് ഞങ്ങൾക്ക് ബ്രാഞ്ച് തരുമോ സാറേ? ഞങ്ങൾക്ക് ഇപ്പൊ ഇത് എടുത്തു വെച്ച് കച്ചവടം നടത്തണമെന്ന് വിചാരിച്ചാൽ നടക്കുവോ? അത് ആ കമ്പനിയുടെ ഒരു പോളിസി എന്ന് പറയുന്നത് 5 ലക്ഷം രൂപ മുടക്കി എഗ്രിമെന്റോടുകൂടി അവർക്ക് പ്രോഗ്രാം ചെയ്യണം. അതല്ല ഫ്രാഞ്ചൈസി എടുക്കുക. എന്നിട്ട് അവരുടെ ഒരുപാട് വേറെ പ്രൊഡക്റ്റ് കൂടി അവർ തരും. അതും കൂടെ നിങ്ങൾ വിറ്റ് കൊടുക്കണം എന്നുള്ള കണ്ടീഷനൊക്കെ അതിനകത്തുണ്ട്. ഓ ശരി ശരി, ഓക്കെ. ഇതറിയാൻ വേണ്ടിയായിരുന്നു, നോക്കാം സാറേ ഇത്. പിന്നെ 2 കാര്യം പ്രത്യേകം ഓർത്തോളം, ഞാൻ നേരത്തെ ചോദ്യാർത്ഥികളോട് പറഞ്ഞ് അധികമായ അമൃതം വിഷം. ഒരു ചെടിക്ക് 300 ഇല ഉണ്ടെങ്കിൽ അതിന്റെ 100 ഇലയുടെ അടിഭാഗത്ത് എത്രത്തോളം മിസ്റ്റ് ആക്കാമോ, ഒരു പുക പോലെ അടിക്കാമോ. ദ മിനിമം ഡോസ് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ചെടികളിൽ മരുന്ന് ഉപയോഗിച്ചിട്ട് നോക്കുക. മിനിമം ഡോസ് മതിയല്ലേ സാറേ? അതേ പാടുള്ളൂ. അധികമായ രണ്ടാമത് പറഞ്ഞില്ലേ. 2 കാര്യം ഓർക്കുക. നിങ്ങൾ ആ കീടമാണ്, ഈ കീടമാണ്, ആ പുതിയ അതിന്റെ രോഗമാണ്, അത് നിങ്ങൾ അറിയണ്ട. വൈറസ് രോഗം ഉൾപ്പെടെ ഇതിനകത്ത് ഇട്ടിട്ടില്ലേ പിന്നെ വാഴയുടെ ഒരു പടം കണ്ടിരുന്നു. അതിന് ലോകത്ത് വേറെ ആർക്കും ഇതുപോലെ ആക്കാൻ പറ്റും, നാമ്പുണ്ടാക്കാൻ പറ്റുമോ? ഇല്ല, ഒക്കില്ല. അത് അങ്ങനെ പോകത്തേ ഉള്ളൂ, നശിച്ചു പോകത്തേ ഉള്ളൂ. കൂമ്പ് ചെയ്യൽ എന്ന് പറയുന്ന സുഖാണല്ലോ അത് വന്ന് രക്ഷപ്പെടത്തില്ല. വൈറസ് രോഗം. അതെ. അത് കാണാൻ വേണ്ടി, അറിയാൻ വേണ്ടിയാണ് അത് ഇട്ടിരിക്കുന്ന ആ പടം. അല്ല സാറേ, ഞങ്ങൾക്കും ഈ തെങ്ങുണ്ട് ഇവിടെ. ഈ സ്ഥലത്തും ഇത് പൊഴിയുന്നതാണ്, എന്താണ് വെള്ളയ്ക്ക പൊഴിയുന്നതാണ് വലിയൊരു പ്രശ്നം. അതും ഇത് തന്നെയാണോ യൂസ് ചെയ്യുന്നത്? ഈ മെഡിസിൻ തന്നെയാണോ? എന്റെ സംസാരം മനസ്സിലായില്ലല്ലേ? ഞാൻ മലയാളം തന്നെയല്ലേ പറഞ്ഞത് സുഹൃത്തെ. ഒരു മരുന്ന് പോലെ ഇതെല്ലാം അഭ്യാസങ്ങളും. അതിന്റെ കർഷകരെ ഓരോരോ മരുന്ന് ഉപയോഗിക്കാതെ
എല്ലാറ്റിനും 30-ലേറെ മരുന്നുണ്ട കാര്യം പറഞ്ഞു, ആ മറന്നുപോയോ? മനസ്സിലായി. ഈ ഒരു സാധനം തന്നെ മതി. ഇപ്പൊ എനിക്ക് മനസ്സിലായി സാർ. ഓക്കെ. ആ എന്തായാലും ആ ഈ ഉത്തരം പറയുന്ന എനിക്ക് ദേഷ്യം ഒന്നും തോന്നരുത് ഏ കേട്ടോ. ഇല്ല ഇല്ല മരുന്ന് ഇല്ല സാറേ, ഇല്ല സാറേ. അതായത് എനിക്ക് കുറച്ചുകൂടി ഇംപ്രഷൻ വരുള്ളൂ. എനിക്ക് മനസ്സിലായി സാറേ, ഇപ്പൊ മനസ്സിലായി. ഓക്കെ വെൽക്കം. വളരെ സന്തോഷം. ആ സമയം അതിക്രമിച്ചു സാർ. വൈൻഡപ്പ് ചെയ്യാം. ശരി സാറേ. അപ്പോ താങ്ക് യു കുറച്ച് സാർ. കാര്യങ്ങള് ഇന്ന് കയറിയ കാര്യങ്ങളിൽ ഇപ്പൊ നമ്മൾ ആഴ്സനിക്കിന്റെ ദോഷങ്ങളും ആഴ്സനിക്ക് എങ്ങനെ വരുന്നുണ്ട്, അതിനെ എങ്ങനെയാണ് ഒരു കർഷകന്റെ നേതൃത്വത്തിൽ തന്നെ അതിന്റെ റിഡക്ഷൻ അറ്റ് ദ സോഴ്സ്, ഉത്ഭവ സ്ഥാനത്ത് വെച്ച് തന്നെ ഇതിന്റെ അളവ് കുറയ്ക്കാൻ പറ്റുക. അതുകൊണ്ട് തന്നെ പകുതി രോഗം ഈ നാട്ടുകാരുടെ അല്ലെങ്കിൽ വിദേശ എവിടെയെങ്കിലും ഉള്ള ആൾക്കാരുടെ രോഗം കുറയ്ക്കാൻ കർഷകനാണ്. അത് ഒന്നാമത്തെ ഡോക്ടർ കർഷക സുഹൃത്തുക്കൾ. രണ്ടാമത് പ്രകൃതിയും കൂടെ അനുഗ്രഹിക്കണം. അവസാനം ബാക്കിയുള്ള ഭാഗങ്ങളിലാണ് ഡോക്ടറായ ആൾക്ക് ചെയ്യാൻ പറ്റുക. പക്ഷേ അത് ഹോമിയോപ്പതി ഡോക്ടർക്കാണ് ഏറ്റവും കൂടുതൽ പ്ലസ് പോയിന്റ് ആയിട്ട് ഇത് സുഖപ്പെടുത്താവുന്നത്. ആദ്യം തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം. നമ്മുടെ മുൻ സ്പീക്കർ പറയുണ്ടായി, ഒരു രോഗമുണ്ടെങ്കിൽ, രോഗലക്ഷണം ഉണ്ടെങ്കിൽ പോലും അത് ചെറിയ നിസ്സാരമാണെങ്കിലും ആദ്യം കാണേണ്ടത് ഒരു ഹോമിയോ ഡോക്ടറാണെന്നാണ്. അപ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിമായ രീതിയിൽ നമ്മുടെ മിത്രമായാലും ശത്രുക്കളായാലും ഉപദേശിക്കുന്നത്. അവർക്ക് താല്പര്യം ഹോമിയോപ്പതിയിൽ വെറുപ്പുണ്ടാകാൻ കാരണം എന്താ? അതിന് തന്നെ ഒരു രോഗം തന്നെയാണ്. അവേർഷൻ ഫോർ സർട്ടൻ പീപ്പിൾ, അവേർഷൻ ഫോർ എവരിതിങ്. കമന്റ് ഞാൻ നേരത്തെ ഫനറ്റിസം എന്നൊരു വാക്ക് പറഞ്ഞല്ലേ, റെപ്പർട്ടിയിൽ നോക്ക്. ഫനറ്റിസത്തിന്റെ 2 മരുന്നുകൊണ്ട്, സൾഫറും പൂജയും. ഈ സൾഫർ എവിടെ നിന്നൊക്കെ കയറി വരുന്നത്? ഒരു കോഴിമുട്ട കഴിച്ചിട്ട് തന്നെ അവരുടെ ദേഹത്തേക്ക് ആവശ്യമുള്ള എല്ലാം കയറി കഴിഞ്ഞാൽ സൾഫർ 180 മില്ലിഗ്രാമാണ് ഒരു കോഴിമുട്ടയിലുള്ള സൾഫറിന്റെ കണ്ടന്റ്. ഈത്തപ്പഴം ഡേറ്റ്സിനകത്ത് 14% നിങ്ങൾ വെയിറ്റ് ആയിട്ട് എടുത്തോളൂ, വോളിയമായിട്ട് എടുത്തോളൂ. അതിന്റെ 14% സൾഫറാണ്. അതുപോലെ തന്നെ കോഴിമുട്ട ഒന്ന് പൊരിച്ച് കഴിച്ചാൽ 210 മില്ലിഗ്രാം ആയിട്ടത് മാറും. പിന്നെ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് മനസ്സിലായല്ലോ, 380 ലക്ഷം കോടി വൈറസിനെ വഹിച്ചുകൊണ്ട് സുരക്ഷിതമായി നമ്മുടെ ശരീരം മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതിന്റെ 15 ഇരട്ടി ബാക്ടീരിയയും കൊണ്ട് നടക്കുന്നു. ഇതൊക്കെ എന്ത് അത്ഭുതമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ അത്ഭുതമായ കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ സൾഫറിനെ വേണ്ടതുപോലെ ഒതുക്കി എലിമിനേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. പക്ഷേ ആ സാഹചര്യം ബ്ലോക്ക് ആകുമ്പോൾ അതവിടെ സ്റ്റോർ ചെയ്യും. അവനാണ് കുഴപ്പക്കാരനാകുന്നത്. തല വെട്ടണോ, പിന്നെ പള്ളി ആക്രമിക്കണോ, കത്തിക്കണോ ഇതൊക്കെ ചിന്തിക്കുന്ന ഫനറ്റിസം എന്ന് പറയുന്ന വാക്കെന്താ? ഒരു തീവ്രമായ ചിന്ത. നമ്മളെ എതിർക്കുന്ന ആൾക്കാരിൽ ഈ രോഗം അല്ലേ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ അത് കഴിച്ച് അവനെ എതിർക്കാൻ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഓടിക്കുക. നാട്ടിലൊരു വാക്കുണ്ട്, വെട്ടുന്ന പോത്തിന് വേദം ഓതാൻ പറ്റുകയില്ല. പിന്മാറിയേക്കുക. എന്നിട്ട് ഓൾട്ടർനേറ്റീവ് മെത്തേഡ് നമ്മൾ കൊടുക്കുന്നു. നമ്മൾ പറഞ്ഞില്ലേ, നമുക്ക് പിന്നെ കൊതുവിനെ കൊല്ലാൻ വേണ്ടി നമുക്കൊരു മരുന്ന് അടിക്കുന്ന ഭാഗത്ത് ചെന്ന് അടിച്ചു കൊടുത്താൽ മതി, അത് മതി. പിന്നെ അവരുടെ സ്വഭാവം മാറും. നമ്മുടെ എന്തെങ്കിലും അളം ഒട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ചൊല്ലില്ലേ, എന്തെങ്കിലും ചെയ്യണ്ടേ? ഓക്കെ, അപ്പോൾ നമ്മുടെ പിന്നെ ഇന്നത്തെ സെഷൻ നമുക്ക് അവസാനിപ്പിക്കാം. പിന്നെ നമ്മുടെ ആക്റ്റീവായിട്ട് കാര്യത്തിലേക്ക് ഇടപെട്ട് മനസ്സിലാക്കി സംശയങ്ങൾ ചോദിച്ച്, സംശയം ചോദിക്കാത്തവർക്കും ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കാം, അവരാലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെപ്പറ്റി ശരിക്കൊരു ഉത്തരം അവർ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ സെൽഫ് ലേണിങ്ങിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യട്ടെ എന്നാണ് ഞാൻ വിനീതമായിട്ട് എല്ലാവരോടും അപേക്ഷിക്കുന്നു. വളരെ നന്ദിപൂർവ്വം ഇന്നത്തെ സെഷൻ അവസാനിപ്പിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നു. താങ്ക് യു ഓൾ. ഇനി നാളെ നമുക്ക് അടുത്ത ഹെവി മെറ്റൽ, ഇതിന് കുറച്ചുകൂടി ബാക്കിയുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് അടുത്തത് കോബാൾട്ടായാലും പിന്നെ എല്ലാം കുഴപ്പക്കാരനാണ്. നമുക്ക് മുൻഗണന കൊടുക്കാം. 3 എണ്ണമാണ് ഇപ്പോൾ കുഴപ്പത്തിലുള്ളത്, 4 എണ്ണം പ്രധാനപ്പെട്ടത്. യുറേനിയം നമുക്ക് പരിശോധിക്കാൻ കിട്ടില്ല. അപ്പോൾ നമ്മൾ ലെഡ് ഏതാണ്ട് കവർ ചെയ്തു, ആഴ്സനിക് കവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇനി കുറച്ചുകൂടെ ഉണ്ടാവും. ഇനി അത് കഴിഞ്ഞിട്ടുള്ളത് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത് മെർക്കുറിയും, പിന്നെ അത് അടുത്ത സെഷൻ നമുക്ക് കോബാൾട്ടും കാഡ്മിയും ലിങ്ക് ചെയ്ത് പോവാം. ഓക്കെ.